good evening, future doctors. Welcome to Xylem Learning. Good evening, all of you. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് അഞ്ജലി, ശ്രീലക്ഷ്മി, റൗസീന, സൈന. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഷാജി കുമാർ, യെസ്. നമുക്ക് എല്ലാവർക്കും മെഡിക്കൽ അവാർഡ്സിൽ കാണണടാ. നീറ്റ്, യെസ് എവറിബഡി. ലൂക്കസ്, എന്താണിത്? ലൂക്കസ് ആണ് എല്ലാവരോടും തീയൊക്കെ പറത്തിവിടാൻ വേണ്ടി പറയുന്നത്. Okay, good evening. Hi Shweta. Hello Hepsiba. Hi Namit. Hello Shruti SR. Shruti and Shruti. Alle. Hi Anjali. Hi Rausina. Hi Mufida, Midiha. Yes everybody, good evening. Welcome to the session. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് തന്നെ ബോട്ടണി ആണ്. ബിക്കോസ് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇന്ന് പഠിച്ചത്. പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അല്ലേ? വളരെ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈസി ചാപ്റ്റർ ആണ് നമ്മളിന്ന് പഠിച്ചത്. ഒരു കൺഫ്യൂഷൻസും ഇല്ല. ഫുൾ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് റിവൈസും ചെയ്തിട്ടുണ്ട്. isn't it? Yes. Hi everybody. Hi Miracle Medic. Yes, Jabin Jabbar. Hello. Hi everyone. യെസ്, അപ്പം നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എത്ര മക്കൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ? ഐ ലവ് യു ടു സോയ ഫാത്തിമ. യെസ്, കിട്ടൂടാ. എന്താ നല്ലപോലെ പഠിക്കുക കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. മാം ഫുഡ് കഴിച്ചു, മക്കൾ കഴിച്ചോ? യെസ്, നോമ്പൊക്കെ തുറക്കാനുള്ളവർ നോമ്പൊക്കെ തുറന്നോ? നമ്മൾ ഈക്കോ സിസ്റ്റത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സമയം ഒട്ടും കളയണ്ട. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ അബൌട്ട് ഹ്യൂമസ്? ഡീകമ്പോസിഷനിലുള്ള ഹ്യൂമസിൻ്റെ ഫോർമേഷനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ജോയിൻ ആയില്ലേ? ഫ്രണ്ട്സിനൊക്കെ യെസ്, അത് തന്നെ. മിസ് കളയണ്ട, അത് തന്നെ. വാ മിസ് ചെയ്യാം, അത് തന്നെ. ക്വസ്റ്റ്യൻ ചെയ്യാമെന്നൊക്കെ നമ്മുടെ നീറ്റ് കുട്ടി പറയുന്നുണ്ട്. വേഗം പറയൂ, എന്താണ് ക്വസ്റ്റ്യൻ? കുറേ പേരുണ്ടായിരുന്നു അല്ലേ? താങ്ക് യു. That's so sweet, Gauri Krishna. So sweet da. Okay. Now, which of these are true about humus? Parne, dark colored amorphous substance ആണ്, colloidal in nature, reservoir of nutrients ആണ് അല്ലേ? ഇതെല്ലാം ശരിയാണ് ഹ്യൂമസിനെ കുറിച്ച്. നമ്മുടെ ഡീകമ്പോസിഷൻ്റെ ഏത് സ്റ്റേജിലാണ് ഹ്യൂമസ് ഫോം ചെയ്യുന്നത്? ആ സ്റ്റേജിൻ്റെ പേരെന്താ മക്കൾ പറഞ്ഞേ? അപ്പോൾ ഓപ്ഷൻ 4 ആണെന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഉറപ്പിച്ചോ? ലോക്ക് ചെയ്യട്ടെ? യെസ്, ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്തിരിക്കുന്നു. കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഇൻ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം ലാർജർ ഫ്രാക്ഷൻ ഓഫ് എനർജി ഫ്ലോ ഒക്കേഴ്സ് ത്രൂ DFC, ഡീകമ്പോസർ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ. ഇൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റം ദ മേജർ കണ്ടക്ട് ഫോർ എനർജി ഫ്ലോ ഈസ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, വെള്ളത്തിൽ കേട്ടോ. യെസ്, detritus food chain is not at all connected with grazing food chain at any level. Natural interconnection of food chain makes it a food web. ഇതിൽ എന്താണ് റോങ് സ്റ്റേറ്റ്മെന്റ്? ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ ഇസ് നോട്ട് അറ്റ് ഓൾ കണക്റ്റഡ് വിത്ത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് തെറ്റല്ലേ? അറ്റ് മെനി ലെവൽസ് ദേ ആർ കണക്റ്റഡ് അല്ലേ? കാരണം നമ്മൾ പറയുന്നത് എന്താണ്? ലിവിങ് സിസ്റ്റംസിന്റെ കാര്യമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ദർ ഇസ് ഇന്റർ കണക്ഷൻ. യെസ്, അപ്പൂസ് പറയുന്നു മാം ഐ മിസ് യുവർ ക്ലാസ്. എന്താ അപ്പൂസ്, ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. പുണ്യ, ബോട്ടിൽ കിട്ടിയില്ലടാ, കിട്ടിയില്ല, തപ്പി പോകണം. ഓക്കെ, യെസ്. അപ്പോൾ ഇതും കറക്റ്റ്, ലോക്ക് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീകമ്പോസിഷൻ ഈസ് ഫേവേർഡ് ബൈ. ഡീകമ്പോസിഷൻ എന്താണ് ഫേവർ ചെയ്യുന്നത്? വാം ആൻഡ് മോയിസ്റ്റ് എൻവിറോൺമെന്റ്, റിച്ച് amount of nitrogen and water soluble substances like sugars in the detritus, isn't it? Yes, എയറോബിക് എൻവിറോൺമെന്റ്, അതായത് എയറോബയോസിസ്. ഇതെല്ലാം എന്തിനെ ഫേവർ ചെയ്യുന്നു? ഡീകമ്പോസിഷനെ ഫേവർ ചെയ്യുന്നു. നമ്മൾ പഠിച്ചതല്ലേ? യെസ്, ഓൾ ഓഫ് ദി അബവ് ആണ് അല്ലേ? ഡീകമ്പോസിഷൻ ഇസ് ഫോളോഡ് ബൈ ഓൾ ഓഫ് ദി അബവ്. വെരി ഗുഡ് ചിൽഡ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the biomass available for consumption by the herbivores and the decomposers is called. ഹെർബിവോർസിനും ഡീകമ്പോസേഴ്സിനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ബയോമാസിനെ നമ്മൾ എന്താ പറയുക? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി, സ്റ്റാൻഡിംഗ് ക്രോപ്പ്, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ബയോമാസ് അവൈലബിൾ ഫോർ കൺസംഷൻ ബൈ ഹെർബിവോർസ് ആൻഡ് ഡീകമ്പോസേഴ്സ്, അതിനെ നമ്മൾ എന്താ പറയുക? മക്കൾ പറഞ്ഞേ, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണോ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണോ? അല്ല, നമ്മൾ പറയുക സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്നാണ് പറയുന്നത് അല്ലേ? isn't it? സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്നാണ് പറയുന്നത്. യെസ് ഓർ നോ? യെസ്. 1 ആണോ? 1 അല്ല. അതെങ്ങനെയാ വരിക? ബയോമാസ് അവൈലബിൾ ഫോർ കൺസംഷൻ. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണ്? ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബയോമാസ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്, isn't it? കറക്റ്റ്, അതിനെയാണ് നമ്മൾ പറയുന്നത്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 3 അല്ലേ വരിക? സ്റ്റാൻഡിംഗ് ക്രോപ്പിന്റെ ഡെഫിനേഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്? യെസ് ഓർ നോ? ഇവിടെ എന്താണ് കൺഫ്യൂഷൻ? മാം 100 ക്വസ്റ്റ്യൻ സീരീസ് കഴിഞ്ഞാൽ പഠിക്കാൻ പിന്നെ ടൈം ഇല്ല, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യും പിന്നെ മുത്തേ? യെസ്,
മുത്ത് തന്നെ ഒരു നല്ലൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്യും കേട്ടോ. The amount of biomass or organic matter produced per unit area over a period of time by plants during photosynthesis is known as, ഇതാണ് കറക്റ്റ്, പ്രൈമറി പ്രൊഡക്ഷൻ, സെക്കൻഡറി പ്രൊഡക്ഷൻ, നെറ്റ് പ്രൈമറി പ്രൊഡക്ഷൻ, നെറ്റ് സെക്കൻഡറി പ്രൊഡക്ഷൻ. അത് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ഇത് കൊടുത്തിരിക്കുകയാണ് അല്ലേ. യെസ്, സാൻഡിങ് ക്രോപ്പ് അറ്റ് ഗിവൺ ടൈം അല്ലേ, പക്ഷേ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഇതൊന്ന് ആൻസർ ചെയ്ത എല്ലാവരും. amount of biomass or organic matter produced per unit area over a period of time by plants during photosynthesis എന്ന് പറയുന്നതാണ് പ്രൈമറി പ്രൊഡക്ഷൻ. അതിൻ്റെ റേറ്റ് ആണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. isn't it? പ്രൈമറി പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, assertion reason. The pyramid of biomass in sea is generally inverted. pyramid of biomass in sea, അക്വാട്ടിക് പിരമിഡ്. യെസ് ടീച്ചർ, ക്ലാസ്സസ് യൂട്യൂബിൽ എന്താ ഇടാത്ത? ഇപ്പോൾ ക്ലാസ് നടക്കുന്നത് പിന്നെ വേറെ എവിടെയെങ്കിലും ആണോ മുത്തേ? യെസ്, ഒന്ന് നോക്കിക്കേ. ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ലെവലിൽ ഇരിക്കുന്നത് ചെറിയ ഓർഗാനിസംസ് ആണ്. കുറച്ച് ബയോമാസേ അവർ ഉണ്ടാക്കുള്ളൂ. ഫൈറ്റോ പ്ലാങ്ക്ടൻസ്, isn't it? അവരെ കഴിക്കുന്ന സൂ പ്ലാങ്ക്ടൻസ്, അവരെ കഴിക്കുന്ന സ്മോൾ ഫിഷ്, അവരൊക്കെ isn't it? പിന്നെ അവരെ കഴിക്കുന്ന ലാർജ് ഫിഷ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ബയോമാസ് അവർ ആഡ് ചെയ്യുന്ന ബയോമാസ്, ഹയർ ട്രോപ്പിക് ലെവൽസിലെ ഓർഗാനിസംസ് ആഡ് ചെയ്യുന്ന ബയോമാസ് ആണ് കൂടുതൽ. isn't it? കൃഷ്, എവിടെയാണ് കൺഫ്യൂഷൻ ഉള്ളത്? ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പം പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ ഈസ് ഇൻവേർട്ടഡ് എന്ന് പറയുന്നു ബിക്കോസ് ദ ബയോമാസ് ഓഫ് ഫിഷ് ഫാർ എക്സീഡ്സ് ദാറ്റ് ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺ. isn't it? യെസ്, അപ്പോൾ കറക്റ്റ് ആണല്ലേ. ബോത്ത് assertion and reason are true and reason is the correct explanation of the assertion. isn't it? Yes or no children? അപ്പോൾ കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഫുഡ് ചെയിൻ ഇൻ വിച്ച് മൈക്രോ ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ദ ഫുഡ് ഫോം ബൈ പ്രൈമറി പ്രൊഡ്യൂസർ ഈസ്. മൈക്രോ ഓർഗാനിസംസ് ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഫുഡ് ചെയിനെ നമ്മൾ എന്താ പറയുന്നത്? ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്നാണ് പറയുന്നത് അല്ലേ. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ, ഓപ്ഷൻ 2 ആണ് വരിക. നാളെ ചിലപ്പോൾ മരിക്കുന്നവൻ പറയുന്നു, മാം എല്ലാവരും ചുമ്മാ പറയുന്നതാണ്, മാമിൻ്റെ ക്ലാസ് അത്ര രസമൊന്നുമില്ല, എനിക്ക് വയ്യ. ഇത്രയും നല്ല ജെന്വിൻ ആയിട്ട് ഫീഡ്ബാക്ക് തരുന്ന ഒരു കുട്ടി, ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണ് നമ്മുടെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. മക്കളെ, ഒരു കുഴപ്പമില്ല മുത്തേ. മോൻ നീറ്റ് എക്സാം കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ പറയട്ടെ, എല്ലാവരും പറഞ്ഞത് എനിക്ക് ഭയങ്കര ടാലൻ്റാണ്, ഞാൻ നീറ്റ് ക്ലിയർ ചെയ്യുന്നൊക്കെയാണ്, പക്ഷെ ഒന്നും നടന്നില്ല മാം എന്ന് തന്നെ പറയാനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. യെസ് മിസ് സ്റ്റാൻഡിങ് ക്രോപ്പ് പറഞ്ഞുതരൂ. സ്റ്റാൻഡിങ് ക്രോപ്പ് പറഞ്ഞില്ലേ മുത്തേ? അതായത് ലിവിങ് ഓർഗാനിസംസ് ജനറേറ്റ് ചെയ്യുന്ന ബയോമാസ് അറ്റ് ഗിവൺ ട്രോഫിക് ലെവൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ ഓഫ് യു? യെസ്, ആപ്പിലെ ചാറ്റും കൂടി നോക്കൂ. ഓക്കെ, ആപ്പിലെ ചാറ്റും കൂടി മിസ് നോക്കാം. ഓക്കെ, അതിപ്പോൾ നോക്കാനുള്ള നിർവാഹമില്ലല്ലോ. ഓക്കെ, അത് സെറ്റാക്കാടാ, നോക്കാം കേട്ടോ. യെസ് ഫർഷിത മാം സ്റ്റാൻഡിങ് ക്രോപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റേഷൻ ഷോസ് ദ പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഇൻ എ ട്രീ ഇക്കോസിസ്റ്റം? എല്ലാവരും പറഞ്ഞു. യെസ്, ഓക്കെ, കുറ്റം പറയുന്നവരോട് പോകാൻ പറ, കൂടെ മിസ്സും പൊക്കോന്ന്. ഡോക്ടർ ഇന്നലെ മരിച്ചോ പറഞ്ഞു. ഈ മരിച്ചവരൊക്കെയാണോ? എനിക്കറിയില്ലടാ. ഓൾറെഡി മരിച്ച് ഡെഡ് ബോഡീസ് ആയ ആൾക്കാരാണ് നമ്മളെ നീറ്റൊക്കെ എഴുതാൻ വേണ്ടി പോകുന്നത്. എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ പറഞ്ഞേ, ഇതിലെന്താണത്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഇൻ എ ട്രീ ഇക്കോസിസ്റ്റം നമ്മൾ പഠിച്ചില്ലായിരുന്നോ? സിംഗിൾ ട്രീ ഇക്കോസിസ്റ്റം വരുമ്പം അവിടെ നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുന്നത് മക്കൾ പറഞ്ഞേ? ട്രീ ഇക്കോസിസ്റ്റം വരുമ്പം ട്രീൻ്റെ പിരമിഡ് ഓഫ് നമ്പർ നോക്കുകയാണെങ്കിൽ ഒരു ട്രീ അല്ലേ, അതിലിരിക്കുന്ന കുറേ ബേർഡ്സ് അല്ലേ. നമുക്ക് 2 ഓപ്ഷൻസ് വരാം. ഒന്ന് എന്താ പറയുക, ഇൻവേർട്ടഡ് വരാം, മറ്റത് എന്താ പറയുക, സ്പിൻഡിൽ ഷേപ്പ് വരാം. അപ്പോൾ സ്പിൻഡിൽ ഷേപ്പ് നമുക്കിവിടെ വരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഇൻ കേസ് ഓഫ് പാരസൈറ്റ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻവേർട്ടഡ് കിട്ടാം അല്ലേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഇൻ എ ട്രീ ഇക്കോസിസ്റ്റം, അതായത് ഒരു ഫോറസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പിരമിഡ് ആയിരിക്കും. സിംഗിൾ ട്രീ. ഓക്കെ, യെസ്. ഡോക്ടർ ഇന്നലെ മരിച്ചവൻ, ഇല്ല മുത്തേ, ഇല്ല, നടക്കാൻ പോണില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ഓക്കെ, സിംഗിൾ ട്രീ ഇക്കോസിസ്റ്റത്തിൽ. പക്ഷെ ഞാൻ വേറൊരു ഓപ്ഷൻ പറഞ്ഞിരുന്നു, നമ്മൾ ബേർഡ്സിന്റെ ശരീരത്തിരിക്കുന്ന പാരസൈറ്റ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓർക്കുന്നില്ലേ? യെസ്, ബേർഡ്സിന്റെ ബോഡിയിലിരിക്കുന്ന ഇത് നമ്മുടെ ഒരു ട്രീ അല്ലേ. ഒരു ട്രീയിൽ 10 ബേർഡ്സ് വന്നിരുന്നു എന്ന് വിചാരിക്കുക. ഓരോ ബേർഡിന്റെ ശരീരത്തിലും 10 പാരസൈറ്റ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 100 പാരസൈറ്റ്സ് അല്ലേ.
100 പാരസൈറ്റ്സ് വന്നിരിക്കുകയാണെങ്കിൽ ആ പിരമിഡ് ഒരിക്കലും സ്ട്രെയിറ്റ് ആവില്ലല്ലോ, പാരസൈറ്റ്സിന്റെ നമ്പർ അല്ലേ കൂടുതൽ. അപ്പം എന്താ കിട്ടുക നമുക്ക്? ഇൻവേർട്ടഡ് പിരമിഡ് ആണ് കിട്ടുക അല്ലേ. അപ്പം ഓപ്ഷൻ എ ആയിരിക്കും, ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. എ ആണ് വരിക. ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ ഓഫ് യു? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണിത് അല്ലേ, പിരമിഡ് ഓഫ് നമ്പേഴ്സിന്റെ എക്സെപ്ഷൻസ് വരുന്ന കേസസ് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, യെസ് എവ്രിബഡി. ഓക്കെ, അത് അടിപൊളി ഡയലോഗായി കേട്ടോ, മാസ് ഡയലോഗ് ലൂക്കാസ് റോയ് പറഞ്ഞിട്ടുണ്ട്. മരിച്ചവനും ജീവിച്ചവനും മരിക്കാൻ പോണവനും ഒക്കെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. വെരി ഗുഡ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഇന്നത്തെ എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ മാസ് ഡയലോഗായിട്ട് ലൂക്കാസ് റോയിന്റെ ഡയലോഗിനെ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ, പ്രൈമറി പ്രൊഡക്ടിവിറ്റി പ്ലാന്റ്സ് അവരുടെ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് അല്ലേ, അവർ എത്രമാത്രം ബയോമാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? വെറൈറ്റി ഓഫ് എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ്, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്, ബോത്ത് 1 and 2, നൺ ഓഫ് ദിസ്. രണ്ടുമുണ്ട് അല്ലേ, ബോത്ത് 1 and 2, അതായത് സൺലൈറ്റ് അവൈലബിലിറ്റി, വാട്ടർ അവൈലബിലിറ്റി, ഇത് ടെമ്പറേച്ചർ, ഇതെല്ലാം എഫക്ട് ചെയ്യുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? യെസ്. സോ ഓപ്ഷൻ 3 ആണ് വരിക. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് 1 and 2. Is this clear to all of you? Yes, everybody? Okay, great. Next, which of the following are the 2 main structural features of an ecosystem? ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ, നിങ്ങൾ ബയോളജി അല്ലേ, ഇതൊക്കെ സിമ്പിളാണ്, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും, സില്ലിയാണ് എന്ന് വിചാരിച്ച് ലാഘവത്തോടെ ഇരിക്കുകയാണ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്രം കുറച്ച് സ്ട്രെസ് എടുത്ത് പഠിച്ചാൽ മതി, കാരണം അത് നമുക്ക് എന്താ പറയുക, അതിലാണ് എനിക്ക് കൂടുതൽ അറിയാത്തത്. ബയോളജി എനിക്ക് സെറ്റാണെന്ന് വിചാരിച്ചിരിക്കരുത്. 50% വെയിറ്റേജ് നീറ്റിൽ ബയോളജിക്കാണ് മക്കളെ. 360 മാർക്ക് നല്ലപോലെ പഠിച്ചാൽ ഈസി ആയിട്ട് പോരും. ഓക്കെ, അപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. എല്ലാ വർഷവും ബയോളജി പേപ്പറിൽ നമുക്ക് സർപ്രൈസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അസേർഷൻ, റീസൺ, ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവാം, സ്റ്റേറ്റ്മെന്റ് ബേസിൽ തന്നെ എന്തെങ്കിലും ട്വിസ്റ്റ് ആകാം, എല്ലാ വർഷവും സർപ്രൈസസ് ഉണ്ടാവാറുണ്ട്. സോ സർപ്രൈസസ് എക്സ്പെക്ട് ചെയ്ത് തന്നെ പഠിക്കുക, ബിക്കോസ് ഇറ്റ്സ് എ ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാം. ഒന്നും നമുക്ക് വെറുതെ കിട്ടാൻ പോകുന്നില്ല. ലൈഫിൽ ആരും നമുക്കൊന്നും ഫ്രീ ആയിട്ട് തരാൻ പോകുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ്, ആരും ഒന്നും ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടു തരാൻ വേണ്ടി പോകുന്നില്ല. ആസ് ലോങ് ആസ് നിങ്ങൾ അംബാനിയുടെ മക്കളല്ലാത്തെങ്കിൽ ഒരുപാട് പാരന്റൽ പ്രോപ്പർട്ടീസും ആൻസിസ്ട്രൽ പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് ആരെങ്കിലും വെറുതെ തരുന്നില്ല. അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആരും ഒന്നും ഫ്രീ ആയിട്ട് കൊണ്ട് തരാൻ പോകുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, യെസ്, അത് വെറുതെ ഒന്നും കിട്ടില്ല. നല്ലപോലെ പഠിക്കണം. എന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല ബുദ്ധി ഇൻവെസ്റ്റ് ചെയ്യണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, വർക്ക് ചെയ്യണടാ. വെറുതെ ഇരുന്ന് ഇവിടെ കമന്റ് ഇട്ട് പോയിട്ടൊന്നും എൻ്റെ മക്കൾക്ക് ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. സോ പഠിക്ക്, നല്ല പോലെ പഠിക്കുക. ഇനിയുള്ള സമയമാണെങ്കിലും പഠിച്ചാൽ മതി. ഇതുവരെ പഠിച്ചത് വീട് ഒന്നും ശരിയല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇനി അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, യെസ്, ലൈഫ് സെറ്റാക്കാൻ നോക്ക്, വെറുതെ ഇരുന്ന് ഇങ്ങനെ സമയം കളയണ്ട്. അപ്പോൾ പറഞ്ഞേ 1 എന്നാണ് എല്ലാവരും പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ 2 മെയിൻ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഇക്കോസിസ്റ്റം? സ്പീഷീസ് കോമ്പോസിഷൻ, എനർജി ഫ്ലോ, ഡീകമ്പോസിഷൻ, സ്ട്രാറ്റിഫിക്കേഷൻ. ഇതിലേതാണ് 2 മെയിൻ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എനർജി ഫ്ലോയും ഡീകമ്പോസിഷനും അല്ലേ? യെസ്, എനർജി ഫ്ലോ ആൻഡ് ഡീകമ്പോസിഷൻ അല്ലേ? ബി ആൻഡ് സി എന്താണ് വരിക? സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആണ് ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പം സ്പീഷീസ് കോമ്പോസിഷൻ ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ, എ ആൻഡ് ഡി ആണ് അല്ലേ? ഓപ്ഷൻ 1 ആണ്. ഈസിന്റ് ഇറ്റ്? യെസ് എവറിബഡി, വെരി ഗുഡ്. മക്കൾ എല്ലാവരും കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. ഓപ്ഷൻ 1 ആണ്. മിസ് റീഡ് ചെയ്തത് മാറിപ്പോയതാണ്. ഓപ്ഷൻ 1 ആണ്. വെരി ഗുഡ്. പഠിക്കും മിസ് എന്ന് ഗനിയ പറയുന്നു. വെരി ഗുഡ്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Earthworms help in breakdown of complex organic matter, loosening of soil, both 1 and 2. എന്താ ചെയ്യുന്നത്? രണ്ടും ചെയ്യുന്നുണ്ട് അല്ലേ? ഈ കോംപ്ലക്സ് ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ അവർ ഫാമേഴ്സ് ഫ്രണ്ട് എന്നല്ലേ നമ്മൾ എർത്ത്വേമിനെ പറയുന്നത്. കാരണം എർത്ത്വേം എന്താണ്? ഒരു ഡെട്രിറ്റിവോർ ആണ്. ഓക്കെ, യെസ്, ഡെട്രിറ്റിവോർ ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ അവർ അംബാനിയുടെ മക്കളായിരിക്കണം, അല്ലെങ്കിൽ അവർ കോടികൾ ഓൾറെഡി കൊടുത്ത് മെഡിക്കൽ കോളേജ് സീറ്റ് പറഞ്ഞു വെച്ചിട്ടുള്ളവരായിരിക്കണം. അതുമല്ലെങ്കിൽ അവർക്ക് ഭയങ്കര കോട്ടികളുടെ ബാങ്ക് ബാലൻസ് ഉള്ള ആളുകളായിരിക്കണം. അങ്ങനെയുള്ളവർ മാത്രം ഇനി കമൻറ്റ് ബോക്സിൽ ഡിസ്ട്രാക്ട് ചെയ്യുള്ളൂ. അല്ലാതെ സാധാരണ അച്ഛനും അമ്മയുടെ മക്കളാണ്, കഷ്ടപ്പെട്ട് പഠിക്കുന്നതിൻ്റെ മക്കളാണെങ്കിൽ നല്ല പോലെ ആൻസർ ചെയ്യുക. ഓക്കെ, ഈ അവസരമെങ്കിലും ഒഴിവാക്കാണ്ടിരിക്കുക. ഓക്കെ, ലൈഫ് വിൽ ഗിവ് യു മെനി ചാൻസസ്. പക്ഷേ എപ്പോഴും നമുക്ക് അങ്ങനെ ലൈഫിനെ ഫൂൾ ചെയ്യാൻ പറ്റില്ല. പഠിക്കുക, നല്ല പോലെ പഠിക്കുക. ഓക്കെ, യെസ്, സോ സ്വീറ്റ് ഡാ,
സോ സ്വീറ്റ്. ഓക്കെ, അപ്പോൾ ഡെറ്റിറ്റീവോർ ആണ്, അതായത് നമ്മുടെ മണ്ണിലേക്ക് വീഴുന്ന വേസ്റ്റ് പ്രൊഡക്ട്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ്, ഫാമേഴ്സ് ഫ്രണ്ട് ആണ്. അപ്പോൾ രണ്ടും ബോത്ത് 1 and 2 ഇവർ ചെയ്യുന്നതാണ് അല്ലേ. ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീകമ്പോസിഷൻ ഈസ് ലാർജ്ലി ആൻഡ് ഡാഷ് റിക്വയറിംഗ് പ്രോസസ്. ഡീകമ്പോസിഷനിൽ എന്താണ് വേണ്ടത്? ഓക്സിജൻ റിക്വയറിംഗ് പ്രോസസ് ആണ്, isn't it? ഓപ്ഷൻ 4 ആണ് വരിക. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. യെസ്, ഓക്കെ. നെക്സ്റ്റ്, ദ സ്റ്റാൻഡിംഗ് ക്രോപ്പ് ഇസ് മെഷേർഡ് ബൈ ബയോമാസ്, എനർജി, നമ്പർ, ഓൾ ഓഫ് ദി. സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് പറയുന്നത് amount of biomass created, produced by an organism in a given trophic level during a period of time, isn't it? I hope this is clear to all of you. Standing crop option 1 ആണ് വരിക. Correct. Next question, litter is composed by how many organism among the decomposed by how many organism? Litter എന്ന് പറയുന്നത് നമ്മുടെ detritus അല്ലേ, ഡെട്രിറ്റസ്, അതായത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ. എർത്ത് വേം, ബാക്ടീരിയ, ഫംഗസ്, മൈറ്റ്സ്. മൈറ്റ്സിന് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? എർത്ത് വേമിനും ബാക്ടീരിയയ്ക്കും ഫംഗസിനും പറ്റും അല്ലേ. യെസ്, അപ്പം ഓപ്ഷൻ 3 ആണ് വരുന്നത്. 3 of them can carry out decomposition because they are the detritivores. അതെ, 3 പേരും എർത്ത് വേം, ബാക്ടീരിയ, ഫംഗസ് 3 പേരും എന്താണ്? detritivores ആണ്. മാം അൺവാണ്ടഡ് ചാറ്റ് ശ്രദ്ധിക്കരുതെന്ന് അപ്പൂസ് പറഞ്ഞു. അപ്പോൾ അപ്പൂസിൻ്റെ ചാറ്റ് ഞാൻ ശ്രദ്ധിക്കേണ്ട. The transfer of energy from one trophic level to another is governed by the second law of thermodynamics. The average efficiency of an energy transfer from herbivores to carnivores is. എത്ര എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇൻ സിമ്പിൾ വേർഡ്സ് അല്ലേ, എനർജി ട്രാൻസ്ഫർ ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു ദി അതർ, എത്ര പെർസെൻറ്റേജ് എനർജിയാണ് പോകുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ദ ആവറേജ് എഫിഷ്യൻസി ഓഫ് എനർജി ട്രാൻസ്ഫർ എത്രയാണ്? 10% എനർജിയെ പോവുള്ളൂ അല്ലേ. അതായത് കൺസ്യൂമേഴ്സിൽ നിന്നും, പ്രൈമറി കൺസ്യൂമറിൽ നിന്നും സെക്കൻഡറി കൺസ്യൂമറിലേക്ക് 10% എനർജി ട്രാൻസ്ഫർ ആണ്. ഓക്കെ, യെസ്, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. മൈറ്റ്സിന് ഡീകമ്പോസിഷൻ പറ്റൂലല്ലോ. യെസ്, നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? എർത്ത് വേമും ബാക്ടീരിയയും ഫംഗസും അല്ലേ ഡീകമ്പോസേഴ്സ് ആയിട്ട് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, pyramid of number is always upright, always inverted, either upright or inverted, neither upright or inverted. pyramid of numberന് എക്സെപ്ഷൻ ഉണ്ട്. അപ്രൈറ്റ് കേസ് വരും ഒരു ഗ്രാസ് ലാൻഡിലാണെങ്കിൽ അല്ലേ. pyramid of number ഇൻ കേസ് ഓഫ് ഗ്രാസ് ലാൻഡ് ഈക്കോസിസ്റ്റം ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതല്ലേ, അപ്രൈറ്റ് ആണ്. അതിൽ ആർക്കോ ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. അപ്രൈറ്റ് ആണ്, അതായത് ഗ്രാസസ് കൂടുതലായിരിക്കും, അത് കഴിക്കുന്ന ഹെർബിവോർസ് ചെറുതായിരിക്കും, ഹെർബിവോർസിനെ കഴിക്കുന്ന കാർണിവോർസിന്റെ നമ്പർ അതിലും കുറവായിരിക്കും. അപ്പോൾ അപ്രൈറ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ പഠിച്ചത് ഒരു സിംഗിൾ ട്രീ ഇക്കോസിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു മരം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ട്രീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും അല്ലേ. സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും. ഒരു പാരാസൈറ്റിക്, അതിലെ തന്നെ സിംഗിൾ ട്രീയിലെ തന്നെ 2 ടൈപ്പ് ഫുഡ് ചെയിൻ ഉണ്ടല്ലോ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഉണ്ടാകും, ഒരു പാരസൈറ്റിക് ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് കേട്ടോ. യെസ്, എല്ലാവരും പറയുക. ഓക്കെ, അപ്പം എയ്തർ അപ്രൈറ്റ് ഓർ ഇൻവേർട്ടഡ്, isn't it? ഓപ്ഷൻ 3 ആണ് വരിക. എയ്തർ അപ്രൈറ്റ് ഓർ ഇൻവേർട്ടഡ് എന്നാണ് വരിക. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഹരിനാരായണൻ, ആരൺ, ലയ, കുറേ മക്കൾ ആൻസർ ചെയ്തിട്ടുണ്ട് കറക്റ്റ്. ഓക്കെ, ഹൗ സിംഗിൾ ട്രീയിൽ പാരസൈറ്റിക് ആണെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും ഇവിടെ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നമ്പർ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണെങ്കിൽ അത് സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സൂര്യനാരായണൻ ഒന്ന് പോയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. If 20 joule of energy is available at producer level, then how much energy will be transferred to the lion in the food chain? Producer, dear lion, അതായത് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പ്ലാന്റിനെ ഡിയർ കഴിച്ചു, ഡിയറിനെ ലയൺ കഴിച്ചു. പ്രൊഡ്യൂസർ ഫസ്റ്റ് ട്രോഫിക് ലെവൽ, സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ് ട്രോഫിക് ലെവൽ. 20 ജൂൾ ഇവിടെ ഉണ്ട്. 20 ജൂളിൻ്റെ 10% ആണ് ഇങ്ങോട്ടേക്ക് കൊടുക്കുക, അപ്പോൾ അത് 2% ആയി. അപ്പോൾ ലയണിന് കിട്ടുമ്പോൾ അതിൻ്റെയും 10% കിട്ടുള്ളൂ. 0.2% അല്ലേ ജൂളാണ് അല്ലേ. 2 ജൂൾസ് ആയി. ഇവിടെ കിട്ടുമ്പം 0.2 ജൂൾസേ കിട്ടുള്ളൂ, കാരണം 10% ലോ, isn't it? അപ്പോൾ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. എനി ഡൗട്ട് സോ ഫാർ? Everything is clear, right? Great.
In a pond ecosystem, the autotrophic components are autotrophic components ഏതൊക്കെയാണ് പോണ്ട് ഇക്കോസിസ്റ്റത്തിലെ autotrophic components ഏതൊക്കെയാണ് phytoplanktons, algae, submerged and marginal plants, all of the above. എല്ലാവരും പറഞ്ഞേ. യെസ്, ഒരു പോണ്ട് ഇക്കോസിസ്റ്റത്തില് ഒരു കുളത്തില് the autotrophic components are phytoplanktons, algae, submerged and marginal plants, all of the above. ആരാണ് വെള്ളത്തിലെ ഓട്ടോട്രോപ്സ്? ആരൊക്കെയാണ്? ഫൈറ്റോപ്ലാങ്ക്ടൻസും ഉണ്ട്, ആൽഗെ ഉണ്ട്, വെള്ളത്തിന്റെ അടിയിലുള്ള പ്ലാന്റ്സും ഉണ്ട്, സൈഡുകളിൽ ഇരിക്കുന്ന പ്ലാന്റ്സും ഉണ്ട്. ഓൾ ഓഫ് ദി അബവ് ആണ് അല്ലേ? ഓപ്ഷൻ 4 ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാവരും ഈ വീഡിയോ ലൈവ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളൊന്ന് ലൈക്ക് ചെയ്തേ. എല്ലാവരും ഏതോ ഒരു ക്വസ്റ്റ്യനിൽ മക്കൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഡൗട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പറയോ? ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പറയോടാ. ഓക്കെ, ഡീകമ്പോസേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. വെജിറ്റീവോസ്, എർത്ത് വേം. ഓക്കെ, ബാക്ടീരിയൽ ഫംഗൽ എൻസൈംസിന്റെ കാര്യമാണല്ലോ ഇവിടെ പറയുന്നത്. എവിടെയാണ് മൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ആ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? എർത്ത് വേം, ബാക്ടീരിയ, മൈറ്റ്സ്, ഫഞ്ചൈ. ഓക്കെ, ഡീകമ്പോസിഷൻ കാര്യം. അവിടെ മൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന മാഗോട്സിനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ദിസ് ക്വസ്റ്റ്യൻ ആസ് പെർ NCERT, സോറി, ഓപ്ഷൻ 4 ആണ് വരിക. എർത്ത് വേം, ബാക്ടീരിയ, ഫംഗൈ, മൈറ്റ്സ്. ഓക്കെ, മൈറ്റ്സ് ആസ് ഇൻ മാഗോട്സ്. നമ്മുടെ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 208. പേജ് നമ്പർ 208 ഡയഗ്രാം. ഓക്കെ, സോ ഓപ്ഷൻ 4 ആണ് വരിക കേട്ടോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എല്ലാവരും, ഓൾ ഓഫ് ദം ആർ ഡീകമ്പോസേഴ്സ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. യെസ്, സിമ്പിൾ അല്ലേ? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആരോ ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഓട്ടോട്രോഫിക് കോമ്പോണന്റ്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലേ, ഫോട്ടോസിന്തസിസ് നടത്തുന്നവർ. ദാറ്റ് ഈസ് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് കേട്ടോ, അവരാണ് ഓട്ടോട്രോഫ്സ്. ഓക്കെ, യെസ്, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. മൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇൻസെക്ട്സ് അവർ ഈ ഇതൊക്കെ പോലെ മാഗോട്സിനെയൊക്കെ പോലെ കുഞ്ഞു പുഴുക്കളിൽ അവരൊക്കെ. A detritivore is animal feeding on plant matter, animal feeding on dead and decaying or organic matter, a plant feeding on animal feeding on dead and decaying matter ആണല്ലേ detritivore. നമ്മൾ ക്ലാസ്സിലും ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, സ്റ്റാൻഡിങ് ക്രോപ്പിന്റെ ഡൗട്ട്. സ്റ്റാൻഡിങ് ക്രോപ്പിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പോയിട്ട് ചെയ്യാം. ഇപ്പം ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റാൻഡിങ് ക്രോപ്പിന്റെ ഡൗട്ട് ആ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പറഞ്ഞേ മക്കള്. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ല അല്ലെ? നമുക്കത് ചെയ്യാം കേട്ടോ. സ്റ്റാൻഡിങ് ക്രോപ്പ് നമുക്ക് ചെയ്യാം. വിൽ ഗോ ബാക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒന്ന് നോക്കാം. ഐഡന്റിഫൈ ദ ഫുഡ് ചെയിൻ. ഡെഡ് ആനിമൽ, ബ്ലോ ഫ്രൈ മാഗോട്സ്, കോമൺ ഫ്രോഗ്, സ്നേക്ക്. ഇത് എന്ത് ഫുഡ് ചെയിനാ? അതായത് സ്റ്റാർട്ടിങ് വിത്ത് ഡെഡ് ആനിമൽ, അതിനെ നമ്മുടെ ഡെട്രിറ്റിവോർസ് ഡീകമ്പോസ് ചെയ്യുന്നു. ഓക്കെ, ആദിൽ സാർ വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനി സമയമുണ്ട് മക്കളെ, അതുകൊണ്ട് 4 മിനിറ്റും കൂടി ടൈം ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ആദിൽ സാർ. ഓക്കെ, ആദിൽ സാറിന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് ആദിൽ സാർ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വരും. ഈ ആൻസർ ഒന്ന് പറഞ്ഞേ. ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ ആണല്ലേ? ഐഡന്റിഫൈ ദ ഫുഡ് ചെയിനിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ. ചൂസ് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. ഇതിൽ റോങ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. GFC ബിഗിൻസ് വിത്ത് പ്രൊഡ്യൂസേഴ്സ് അറ്റ് ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ. അത് കറക്റ്റ് ആണ്. GFC ബൈൻഡ്സ് അപ്പ് ഇനോർഗാനിക് ന്യൂട്രിയൻസ് വൈൽ ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ ഹെൽപ്സ് ഇൻ റിലീസിംഗ് ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഇൻ ടു ദ സൈക്ലിംഗ് പൂൾ. അല്ലേ? അത് ശരിയാണോ? ബോത്ത് 1 and 2. 100% എനർജി ട്രാൻസ്ഫർ ഓക്യേഴ്സ് ഇൻ എ ഫുഡ് ചെയിൻ. 100% എനർജി ട്രാൻസ്ഫർ ഒക്യർ ചെയ്യില്ല അല്ലേ? ഇതൊക്കെ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പം 4th ഓപ്ഷനാണ് തെറ്റ്. 100% എനർജി ട്രാൻസ്ഫർ ഇൻ എ ഫുഡ് ചെയിൻ ഒക്യർ ചെയ്യോ? ഇല്ല അല്ലേ? എനർജി ഓരോ ട്രോഫിക് ലെവൽ കയറി പോകുന്നതോറും എനർജി കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഇസന്റ് ഇറ്റ്? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഇസന്റ് ഇറ്റ്? യെസ് എവറിബഡി? ഓക്കെ. In an ecological pyramid, the base always represents dash, that is producers, and the apex represents dash, that is the top level consumers. Here A and B represent. എന്താണ് പറയാ? ബേസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ഇക്കോളജിക്കൽ പിരമിഡ് ആണെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്, അപ്പെക്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ബേസിലുള്ളത് ഗ്രീൻ പ്ലാന്റ്സ്, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, ആൻഡ് ആപ്പെക്സിലുള്ളത് ടോപ്പ് ലെവൽ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രെഡേറ്റേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പിരമിഡ് ഓഫ് ഡാഷ് ഇസ് നെവർ ഇൻവേർട്ടഡ്. ഏത് പിരമിഡാണ് ഇൻവേർട്ടഡ് അല്ലാത്തത്? ഏത് പിരമിഡാണെന്ന് പറഞ്ഞേ. കുഞ്ഞുമണി റോക്സ് പറയുന്നു. ഹായ് മാം,
ഈ ടൈമിൽ ബയോളജി സൈലം നോട്ട്സ് മതിയില്ലേ? ഏത് വെച്ച് പഠിച്ചാലും മക്കൾ പഠിച്ചാൽ മതിടാ. Pyramid of dash is never inverted. Universal law ആണല്ലേ? Energy flow is always from producers to consumers and it never flows back, isn't it? Yes. അപ്പോൾ നമ്മളത് പഠിച്ചതാണ്. Unidirectional flow of energy ആയതുകൊണ്ട് pyramid of energy is never inverted. നമ്മൾ എക്സെപ്ഷൻസ് ഇല്ലാത്ത ഒരു പിരമിഡ് എന്ന് പറഞ്ഞ് പഠിച്ചത് pyramid of energy ആണ്. Which of the following always has a pyramidal shape that is decreasing values at higher trophic levels? ഇതിൽ ഏതാണ്? pyramid of number, pyramid of biomass, both A and B, pyramid of energy. Always has a pyramidal shape that is decreasing values at higher trophic levels. അതായത് എപ്പോഴും അപ്രൈറ്റ് ആയിട്ടിരിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. മനസ്സിലായോ മക്കൾക്ക്? എപ്പോഴും മോസ്റ്റ്ലി റിപ്പീറ്റഡ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ അലൻ പറയുന്നുണ്ട്. റിപ്പീറ്റഡ് ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ് 10% ലോ അല്ലേ? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കുക, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? പിരമിഡൽ ഷേപ്പ് ചോദിക്കുന്നുണ്ട്. ഡിക്രീസിങ് വാല്യൂസ് ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും, അതായത് ഇത് ഫസ്റ്റ് ട്രോഫിക് ലെവൽ, സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ് ട്രോഫിക് ലെവൽ, ഫോർത്ത് ട്രോഫിക് ലെവൽ, എനർജി കുറഞ്ഞു വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ 4 ആണ് അല്ലേ? പിരമിഡ് ഓഫ് എനർജി ആണ്. Isn't it? Yes, correct. Next, the upright pyramid of number is absent in. Pyramid of number നേരെ ഇരിക്കാത്തത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. പിരമിഡ് ഓഫ് നമ്പറിന്റെ കേസാണ് ചോദിക്കുന്നത്. പോണ്ട്, ലേക്ക്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്. പിരമിഡ് ഓഫ് നമ്പർ ഇസ് അപ്രൈറ്റ് ഇൻ എ ഗ്രാസ് ലാൻഡ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ലേക്കിലും അത് അപ്രൈറ്റ് തന്നെയായിരിക്കും. കാരണം ഫൈറ്റോ പ്ലാങ്ക്ടന്റെ നമ്പർ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് സൂപ്ലാങ്ക്ടൺ, അത് കഴിഞ്ഞ് സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്. പോണ്ടിലും സിമിലർ കേസ് തന്നെയായിരിക്കും. പക്ഷേ ഫോറസ്റ്റ്, അതായത് ഫോറസ്റ്റിലാണ് നമ്മൾ ട്രീ എക്കോസിസ്റ്റം ഒക്കെ നോക്കുന്നത് അല്ലേ? അപ്പോൾ അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പർ ക്യാൻ ബി ആബ്സെന്റ് ഇൻ എ ഫോറസ്റ്റ്, അതായത് ട്രീ ഇക്കോസിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഓപ്ഷൻ 2 ആണ് വരിക. പിരമിഡ് ഓഫ് നമ്പറിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കുക. ഇൻ ഈക്കോളജിക്കൽ പിരമിഡ് ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു. The relation between producers and consumers in an ecosystem can be graphically represented in the form of a pyramid called ecological pyramid. ഇത് നമ്മൾ പഠിച്ചതാണല്ലേ? ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും തമ്മിലുള്ള ഇത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, ഗ്രാഫ് എന്ന് പറയാൻ പറ്റില്ല, ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയും. Isn't it? ഓപ്ഷൻ 1 ആണ് വരിക. Correct? Yes. An inverted pyramid of dash may occasionally be observed in dash communities. Inverted pyramid of എന്താണ്? ഇൻവേർട്ടഡ് പിരമിഡ് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ബയോമാസ് പറയാം അല്ലേ? ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് may occasionally be observed in dash communities, marine communities. Isn't it? Correct അല്ലേ? അതായത് aquatic, marine community എന്ന് പറയുമ്പോൾ അത് aquatic ecosystem ആണ്. Isn't it? So ഓപ്ഷൻ 3 ആണ് കറക്റ്റ് വരിക. കാരണം ഇൻ aquatic environment അല്ലേ, വെള്ളത്തിലെ വരുന്ന നമ്മുടെ ബയോമാസ് പിരമിഡ്സ് എല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും. കാരണം അവിടെ ഹയർ ട്രോഫിക് ലെവലുള്ള ഓർഗാനിസംസ് ആണ് കൂടുതൽ ബയോമാസ് ആഡ് ചെയ്യുന്നത്. Isn't it? Yes, is it clear to all of you? Okay, next question. Tiger is left with, എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയൂ മക്കള്? The tiger is left with 10 joule of energy in a grass deer tiger food chain. The energy available at grass level is 10% ലോനെ കുറിച്ചാണ്. ഇതൊക്കെ PYQ ആണല്ലേ? മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 10% ലോനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഗ്രാസ് ടൈഗർ ലെവലിൽ 10 ജൂൾ ആണുള്ളത്. അപ്പോൾ ഡിയർ ലെവലിൽ 100 ജൂള്. അപ്പോൾ ഇവിടെ ഗ്രാസ് ലെവലിൽ 1000 ജൂള് അല്ലേ? ഓപ്ഷൻ 3 ആണ് വരിക. സിമ്പിൾ ഡിംപിൾ ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ. isn't it? പിരമിഡ് ഓഫ് ഡാഷ് ഈസ് നെവർ ഇൻവേർട്ടഡ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്കോളജിക്കൽ പിരമിഡ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ്? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കിക്കേ. കുറേ വലിയ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിരമിഡ് ഓഫ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കുന്നത് ഏതാണ്? പിരമിഡ് ഓഫ് number in parasitic food chain and pyramid of biomass in pond ecosystem. Pyramid of number in pond ecosystem, pyramid of biomass in pond ecosystem, pyramid of number in Pacific food chain and pyramid of number in pond ecosystem. Isn't it? എപ്പോഴും ഇൻവേർട്ടഡ് ആയിട്ടിരിക്കുന്നത് ഏതായിരിക്കും? ഒന്ന് പിരമിഡ് ഓഫ് നമ്പർ ഇൻ എ പാരസൈറ്റിക് ഫുഡ് ചെയിൻ, അതായത് പാരസൈറ്റ്സിന്റെ നമ്പർ കൂടുതലായിരിക്കില്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ ബേർഡ്സ്, അത് കഴിഞ്ഞിട്ടല്ലേ ട്രീ വരുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ പോണ്ട് ഇക്കോസിസ്റ്റം. isn't it? സോ ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
Yes, everybody. Next question. എല്ലാവരും പറയൂ. In an ecosystem, the primary producers are more than primary consumers. എല്ലാ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിക്കേ മക്കള്. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓൾമോസ്റ്റ് നമ്മൾ കഴിയാനായിട്ടോ. വി ആർ ഓൾമോസ്റ്റ് ഡൺ. ഓൾമോസ്റ്റ് ഡൺ. അടുത്തത് ആദിൽ സാർ ആണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ ഫിസിക്സ് ഒക്കെ ചെയ്യുക. ഐ ഹോപ്പ് നമ്മുടെ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു അല്ലേ? യെസ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരിക? എല്ലാവരും പറഞ്ഞേ. ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരിക? ഇൻ ആൻ ഇക്കോസിസ്റ്റം primary producers are more than primary consumers. Primary consumers are larger than primary producers. Secondary consumers are larger than primary producers. Primary consumers are least depend on primary producers. Primary producer എന്ന് ശരിക്കും പറയില്ല അല്ലെ? Producers are more than primary consumers. Isn't it? എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ? പ്രൊഡ്യൂസേഴ്സ് ഗ്രീൻ പ്ലാന്റ്സ് അല്ലേ നമ്പറിൽ കൂടുതൽ ഉണ്ടാവുക. വെരി ഗുഡ്. ഓപ്ഷൻ 1 എല്ലാം സെറ്റ്, ഫുൾ സെറ്റ് ആണെന്ന് പറയുന്നുണ്ട്. 10%. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. പറയൂ. ദ 10% law is related to Mendelian genetics, non-Mendelian genetics, energy transfer from lower trophic level to higher trophic level, energy consumption. Very simple, right children? Option 3, energy transfer. With this, നമ്മൾ ഫുള്ള് മാം എനിക്ക് ഇഷ്ടം അല്ലാത്തത് അസേഷൻ റീസൺ ആണ്. അസേഷൻ റീസൺ സിമ്പിൾ ആടാ. ഓക്കെ, ഐ ഹോപ്പ് ഇക്കോസിസ്റ്റം ചാപ്റ്ററിന്റെ നല്ലൊരു റിവിഷൻ നമ്മൾ ചെയ്തു. മക്കൾ ഇനി ഫിസിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദിൽ സർ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാട്ടോ. നാളെ നമുക്ക് ബയോടെക്നോളജി പഠിക്കണം. അങ്ങനെയൊന്നല്ല, ആദിൽ സർ കില്ലർ എന്നൊക്കെ ഇവിടെ പിന്നെ ഈ ക്ലാസ്സിന്റെ പ്രത്യേകത സാറിന് അറിയോ? ഇന്നലെ മരിച്ചവരുണ്ട്, ഇന്ന് മരിക്കുന്നവനുണ്ട്, നാളെ മരിക്കാൻ ഇരിക്കുന്നവനുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മരിച്ചവരുടെ ഒരു ഗ്രൂപ്പാണ്. അതെ, മന്തിയെ സ്നേഹിച്ചവൻ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, അപ്പൊ താങ്ക് യു. ഓവർ ടു ആദിൽ സർ ആൻഡ് ബൈ. ഗുഡ് നൈറ്റ്. ആദിൽ സർ പെൻ. Hi all. Yes, hello everyone. Hi. Yes. Okay, good evening all. Good evening. Yes, ഒരു വണ്ടർഫുൾ സെഷൻ കഴിഞ്ഞ് നിങ്ങൾ ഇരിക്കുകയാണ്. സോ നമുക്കിനി ഫിസിക്സ് പഠിക്കാം. സോ ഫിസിക്സിലെ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ചോദ്യങ്ങളല്ല, അല്ല ഡിഫറെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. കില്ലറോ? ശരിയായിട്ട് ഇല്ല, റെഡി ആയിട്ടില്ല. പക്ഷേ ഞാൻ വെച്ചാൽ വെറുതെ ആളുകളെ കൊണ്ട് ഇതിങ്ങനെ ഓർ പറയിപ്പിക്കണല്ലോ വെച്ച് ഞാൻ എന്ത് ചെയ്യാണ്, അത് ഒഴിവാക്കിയാണ്. സാർ മന്തി ഇഷ്ടമാണ്? ഓഫ് കോഴ്സ് മന്തി ഇഷ്ടമാണ്. യെസ്. സോ നമുക്ക് തുടങ്ങാം, നമുക്ക് സമയം കളയണ്ട. സോ വി ക്യാൻ സ്റ്റാർട്ട്. യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. 2021 നീറ്റിന് വന്ന ചോദ്യമാണ്. നിങ്ങൾ ഈ ചോദ്യം ഒന്ന് കണ്ടു വേണം നമുക്ക് തുടങ്ങാൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ സോഴ്സ് ഓഫ് വോൾട്ടേജ് V is equal to V0 sin omega t. V is equal to V0 sin omega t നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ദ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ വുഡ് ദെൻ ബി ഗിവൺ ബൈ എന്നല്ലേ ചോദ്യം? യെസ്. സോ എന്താ ആൻസർ വരിക? സോ നിങ്ങൾ നോക്കുക, വളരെ സിമ്പിളായി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും ഈക്വൽ ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും എന്താണ്? ഈക്വൽ ആണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആയിക്കോട്ടെ കണ്ടക്ഷൻ കറണ്ട് ആയിക്കോട്ടെ, നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? I is equal to dq divided by dt. I is equal to dq divided by dt. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. വാട്ട് ഇസ് Q? Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കപ്പാസിറ്റൻസ് ഇൻറ്റു V അല്ലെ? Q is equal to CV, വേർ ഇവിടുത്തെ വോൾട്ടേജ് ടൈമിനനുസരിച്ച് വാരി ചെയ്യുന്ന ആളാണ്. V is equal to V0 sin omega t ആണ്.
ഓക്കെ, സോ ഡി ക്യു ഡിവൈഡ് ബൈ ഡി ടി, ഡി ബൈ ഡി ടി ഓഫ് സി വി വരുന്ന സമയത്ത് നമുക്ക് സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇതാണ് മക്കളെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ. വേറെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും കണ്ടക്ഷനോട് എന്താണ്? ഈക്വൽ ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി സീറോ സൈൻ ഒമേഗ ടി എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ വി സീറോ ഞാൻ കോമൺ ആക്കി എടുത്തു. സൈൻ ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സൈൻ ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കോസ് ഒമേഗ ടി എന്ന് കിട്ടും. വെറും കോസ് ഒമേഗ ടി ആണോ കിട്ടുക? അല്ല, കോസ് ഒമേഗ ടിൻ്റെ കൂടെ എന്തുണ്ടാവും? ഒരു ഒമേഗ കൂടി മുന്നിലുണ്ടാവും. സോ ദ ആൻസർ വിൽ ബി സി വി സീറോ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇപ്പോൾ കോസ് ഒമേഗ ടി വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ സി വി സീറോ ഒമേഗ ടി എന്ന് വരുമ്പോൾ ആൻസർ വിൽ ബി ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? യെസ്, ഇത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലല്ലോ? യെസ്, ഫൈൻ, വെരി ഗുഡ്. സോ ഇത് നോക്കുക. ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ്. വേറെ ഒരു ഇ എം വേവിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി is equal to ബി സീറോ സൈൻ, ഇവിടെ കൊടുത്തിരിക്കുന്നത് കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നുള്ള ഫോർമാറ്റിലാണ്. കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി വരും. ഇവിടെ പ്ലസ് ആണ് വരുന്നതെങ്കിൽ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദ നെഗറ്റീവ് ഡയറക്ഷൻ. ഇതിൻ്റെ ഇടയിൽ വരുന്നത് നെഗറ്റീവ് ആണെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പ്ലസ് എക്സ് ഡയറക്ഷനിലേക്കായിരിക്കും. സോ ബി is equal to ബി സീറോ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടിയിൽ ചോദ്യം എന്താ? ചോദ്യം എന്താ? യെസ്, ചോദ്യം എന്താ? ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വുഡ് ബി. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വുഡ് ബി. സാർ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളെങ്ങനെ അറിയാമെന്നോ? അതിനാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളത് പഠിച്ച് മനസ്സിലാക്കി ഈ ഇതേ മോഡൽ വരുന്ന സമയത്ത് ചെയ്യണം. സോ നിങ്ങൾ പറ, എന്താ വരിക? നമുക്കറിയാം സി ഈസ് ഈക്വൽ ടു ഇ സീറോ ഡിവൈഡ് ബൈ ബി സീറോ അല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇ സീറോ സി ഈക്വൽ ടു സി ഇൻറ്റു ബി സീറോ എന്ന് വരും. ഇ സീറോ സി ഈക്വൽ ടു സി ഇൻറ്റു ബി സീറോ. വേർ സിയുടെ വാല്യൂ നമുക്കറിയാം. സിയുടെ വാല്യൂ നമുക്ക് 3 ഇൻറ്റു 10⁻⁸ ആണ്. ബി സീറോയുടെ വാല്യൂ 2 ഇൻറ്റു 10⁻⁻8 ആണ്. 10⁸ 10⁻⁻8 കട്ട് ചെയ്താൽ 3 ഇൻറ്റു 2 ദാറ്റ് വിൽ ഗിവ് 6 കിട്ടും. സോ ദ ആൻസർ ഈസ് 6 വോൾട്ട് പെർ മീറ്റർ. എലോങ് എങ്ങോട്ടേക്കാണ്? എലോങ് സെറ്റ് ആക്സിസ് ആണ്. സോ രണ്ട് ആൻസേഴ്സ് ഉണ്ട് കേട്ടോ. 6 വോൾട്ട് മീറ്റർ ഇവിടെയുണ്ട്, 6 വോൾട്ട് പെർ മീറ്റർ ഇവിടെയുണ്ട്. ഓപ്ഷൻ 3 ആണോ ഓപ്ഷൻ എ ആണോ വരിക? അതെങ്ങനെയാണ് മനസ്സിലാക്കുക? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കിയിട്ട് വേണം നിങ്ങളത് മനസ്സിലാക്കാൻ. അതെങ്ങനെയാണ് പറയാം? നിങ്ങൾ പറയടാ, ഇവിടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാ? എക്സ് ആക്സിലേക്കാണോ? അല്ല, മൈനസ് എക്സ് ആക്സിലേക്കാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലേ? സോ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് മൈനസ് എക്സ് ആക്സിസ് ആണ്. വേറെ നമുക്കറിയാം ഡയറക്ഷൻ ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാ? ഇ ക്രോസ് ബി ചെയ്താൽ മതി. ഇ ക്രോസ് ബി. സോ വാട്ട് ഈസ് ഇ ക്രോസ് ബി? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്കറിയില്ല. ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാ? ജെ ക്യാപ്പിലേക്കാണ്. സോ അതായത് നമുക്കിവിടെ മൈനസ് ഐ കിട്ടണം. മൈനസ് ഐ കിട്ടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. സാറെങ്കിലും ആപ്പിലെ ചാറ്റ് കൂടി നോക്കുമെന്നോ? യെസ്, നോക്കാം. സോ ഇവിടെ ഐ ക്യാപ്പ് വരണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇവിടെ കെ വരണം അല്ലേ? കെ ക്രോസ് ജെ. സോ കെ ക്രോസ് ജെ മൈനസ് ഐ അല്ല, കെ ക്രോസ് ജെ. ഇവിടെ കെ വരണം അല്ലെങ്കിൽ മൈനസ് കെ വരണം. ഓപ്ഷനിൽ എലോങ് സെറ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തിലേക്ക് മൂവ് ചെയ്യാം? ആൻസർ വിൽ ബി ഓപ്ഷൻ 3 6 വോൾട്ട് പെർ മീറ്റർ എലോങ് സെറ്റ് ആക്സിസ് വരും. 6 വോൾട്ട് പെർ മീറ്റർ എലോങ് സെറ്റ് ആക്സിസ് വരും. ഓക്കെ ആണല്ലോ? ഈ ഒരു മോഡൽ ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. നിർബന്ധമായിട്ടും ഈ ഒരു മോഡൽ ചോദ്യം ചോദിക്കും. എന്താണ്? ഈ ഒരു മോഡൽ ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. എന്തായാലും ഈ ഒരു ചോദ്യം വരുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. യെസ്. സോ ഇത് ക്ലിയർ അല്ലേ? ദെൻ ഈ ചോദ്യം നോക്കൂ. സോ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് ഫ്രീക്വൻസി A plane electromagnetic wave of frequency 50 MHz travels in a free space along positive x direction at a particular point in space and time is equal to 6.3 J cap volt per meter. The corresponding magnetic field B at that point will be. എടാ എഗെയിൻ ചോദ്യം എന്താ? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന പോയിന്റ് എന്താ? എഗെയിൻ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. എന്താണത്? അതായത് ഡയറക്ഷൻ ഓഫ് ഇ എം വേവ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇ ക്രോസ് ബി ആണ്. എന്താണ് മക്കളെ? ഇ ക്രോസ് ബി. ഡയറക്ഷൻ ഓഫ് ഇ എം വേവ് എന്ന് പറഞ്ഞത് എന്താണ്? ഇ ക്രോസ് ബി. എന്താണ്? ഇ ക്രോസ് ബി. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് വേവ്. ഇത് അറിയാത്ത മക്കളുണ്ടെങ്കിൽ ഇത് എഴുതി വെക്കുക. ഡയറക്ഷൻ ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ എം വേവ് എങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഓക്കെ.
സോ ആപ്പിലെ കുട്ടികളെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ആപ്പിലെ കുട്ടികളൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് ഫയർ ബോക്സ് ആക്കി മാറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ ആപ്പിലെയും കൂടി ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റും. യെസ്, വേഗം പറ. സോ ഇ ക്രോസ് ബി ആണ് ഡയറക്ഷൻ ഓഫ് വേവ് വരിക. സോ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചോദ്യം ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാ? ജെ ക്യാപ്പിലേക്കാണ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എങ്ങോട്ടാ? എക്സ് ആക്സിലേക്കാണ്. അതായത് എക്സ് ആക്സ് എന്ന് പറയുമ്പോൾ അത് ഐ ക്യാപ്പാണ്. ഐ ക്യാപ്പ് വരണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കണം? കെ ക്യാപ്പ് ആയിരിക്കണം. ജെ ക്രോസ് കെ അല്ലേ ആയി തരിക? ജെ ക്രോസ് കെ അല്ലേ ആയി തരിക? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി മാഗ്നറ്റിക് ഫീൽഡ് ഐ ക്യാപ്പാണ്. സോറി മാഗ്നറ്റിക് ഫീൽഡ് കെ ക്യാപ്പാണ്. ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, എല്ലാം കെ ക്യാപ്പാണ്. ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം എന്താണ്? കെ ക്യാപ്പാണ്. ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം കെ ക്യാപ്പാണ്. സോ നമുക്ക് അതിനെ കൊണ്ട് വലിയ ഉപകാരമില്ല, ആ കിട്ടിയ കാര്യം കൊണ്ട് വലിയ ഉപകാരമില്ല. സോ നിങ്ങൾ നോക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് സി ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ ബി ആണെങ്കിൽ ചോദ്യം ബി അല്ലേ? ബി എന്ന് പറഞ്ഞാൽ ഇ ഡിവൈഡ് ബൈ സി ആണ്. ബി എന്ന് പറഞ്ഞാൽ ഇ ഡിവൈഡ് ബൈ സി ആണ്. സോ വാട്ട് ഈസ് ഇ? 6.3 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10⁻⁸. 6.3 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 2.1 ഇൻറ്റു 10⁻⁻8 കെ ക്യാപ്പ് എന്നുള്ള ആൻസറിലേക്ക് എത്തും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 2 എത്തും. ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ക്ലിയർ ആണ്? ആൻസർ വിൽ ബി ഓപ്ഷൻ 2. നോക്ക്, for an electromagnetic wave traveling in a free space, the relation between average energy densities due to electric and magnetic field, average energy densities between electric and magnetic field എന്ന് പറയുമ്പോൾ, സാർ ഈ 100 ക്വസ്റ്റ്യൻ സീരീസിലും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിനും പിന്നെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് സെറ്റാക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് ചെയ്ത് പഠിച്ചൊരു കുട്ടിക്ക് ഇതിൽ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ മാക്സിമം ഓർത്ത് നിൽക്കുന്നതിലാണ് കാര്യം. പഠിച്ച കോൺസെപ്റ്റ് വ്യക്തമായിട്ട് ഓർത്തെടുത്ത് ഇതായിരുന്നു കാര്യം എന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നാൽ മതി. സോ വാട്ട് ഈസ് ദ ആൻസർ ഹിയർ? നമ്മൾ പഠിക്കുന്നുണ്ട് എനർജി ഈക്വലി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. എനർജി ഈക്വലി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡും എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ഈക്വൽ ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ആയിരിക്കും. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. സർ പ്ലീസ് എക്സ്പ്ലെയിൻ ഹൗ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ വൺസ് മോർ. എടാ മക്കളെ, ക്രോസ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ? ക്രോസ് പ്രൊഡക്റ്റ് അതായത് ഐ ജെ കെ, അതായത് ഐയും ജെയും ക്രോസ് ചെയ്താൽ നമുക്ക് കിട്ടുക എന്താ? കെ ആണ്. ഇനി ജെയും കെയും ക്രോസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഐ ആണ്. ഈ റിസൾട്ട് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ക്രോസ് പ്രൊഡക്റ്റ് അറിയില്ല എന്ന് പറയരുതേ. ഇൻ കേസ് അറിയാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കാം. ഐയും ജെയും ക്രോസ് ചെയ്താൽ നമുക്ക് കെ കിട്ടും. ഇനി ജെയും കെയും ക്രോസ് ചെയ്താൽ നമുക്ക് ഐ കിട്ടും. ഇനി കെയും ഐയും ക്രോസ് ചെയ്താൽ നമുക്ക് ജെ കിട്ടും. തിരിച്ചാണെങ്കിൽ മൈനസ് ഉണ്ടാവും. സോ ജെയും ഐയും ക്രോസ് ചെയ്താൽ നമുക്ക് മൈനസ് കെ ഉണ്ടാവും. സോ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ ക്രോസ് ചെയ്യേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡുകളും തമ്മിൽ ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് വേവിൻ്റെ ഡയറക്ഷൻ കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. വെരി ഈസി വൺ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. Okay, so in a plane electromagnetic wave, electric field and magnetic field must be perpendicular to each other and direction of propagation of wave should be along electric field or magnetic field. ശരിയാണോ? അതായത് നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിസിലും മാഗ്നറ്റിക് ഫീൽഡ് സെഡ് ആക്സിലും ആണെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എങ്ങോട്ടേക്കാ? ഐ ക്യാപ്പ് അല്ലെങ്കിൽ എക്സ് ആക്സിലേക്കാണ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എങ്ങോട്ടേക്കാ? എക്സ് ആക്സിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. എന്താ മക്കളെ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. സോ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല. ശരിയാണോ? അല്ല. കാരണം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. അത് ശരിയാണ്. പക്ഷേ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്കാണോ? അല്ല, അത് തെറ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സെക്കൻഡ് വൺ എന്താ വരിക? സെക്കൻഡ് വൺ, എനർജി ഇൻ ഇ എം വേവ് ഈസ് ഡിവൈഡഡ് ഈക്വലി ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ശരിയാണ്. അതായത് എനർജി എന്താണ്? ഈക്വലി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എനർജി എന്താണ്? ഈക്വലി ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ. ദെൻ സി നോക്ക്, ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പാരലൽ ടു ഈച്ച് അതർ. വായിച്ച പാടെ തന്നെ നമുക്ക് മനസ്സിലായത് തെറ്റാണ്. ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കണം. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും ഒക്കെ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. സോ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. Then the ratio of amplitude of magnetic field to amplitude of electric field is equal to speed of light. ആണോ? സി എന്ന് പറഞ്ഞാൽ ഇ ബൈ ബി അല്ലേ? റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഇവിടെ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. സോ ഇതും തെറ്റാണ്. സോ രണ്ടാളുകളെ ശരിയുള്ളൂ. ബിയും ഡിയും മാത്രമേ ശരിയുള്ളൂ. ബിയും ഡിയും മാത്രം ശരിയാവുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? സോ ഒരു ഡയറക്റ്റ് ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരട്ടെ, ഒരു ഡയറക്റ്റ് ചോദ്യം. ഈ ഒരു ഡയറക്റ്റ് ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ വേഗം പറയോ. ഈ ഒരു ടൈപ്പ് ഒരു ചോദ്യം എന്തായാലും വരും. ഈ ഒരു ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ മതി. ഒരൊറ്റ സ്റ്റെപ്പിൽ നിങ്ങൾ ആൻസർ പറയും. ഒരൊറ്റ സ്റ്റെപ്പിൽ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ നേരത്തെ പറയും ഈ ക്വസ്റ്റ്യൻ വായിച്ച് ഈ ചോദ്യമാണ്, ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ ചിന്തിക്കുമെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കൂ. എന്താ ചോദ്യം? ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സ്പീഡ് ഓഫ് ലൈറ്റും സിയും തമ്മിലുണ്ടാവുന്ന അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഇയും വേവും തമ്മിലുള്ള റിലേഷൻ ആണെന്ത്? സി ഇസ് ഈക്വൽ ടു ഇ ബൈ ബി. സി ഇസ് ഈക്വൽ ടു ഇ ബൈ ബി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചൂടെ? എന്താ ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു സി ഇൻ ടു ബി. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സി? E0 എന്നോ B0 എന്നോ അല്ലെങ്കിൽ E by B എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. സോ സിയുടെ വാല്യൂ 3 × 10⁸ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് 6 × 10⁻⁷ ആണ്. 3 × 6 18 ആണ്. സോ ദാറ്റ് വിൽ ഗീവ് 180 വോൾട്ട് പെർ മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. 180 വോൾട്ട് പെർ മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഇതൊന്ന് വായിച്ചു നോക്ക്. നിങ്ങൾ കടന്നു പോകേണ്ട, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട റിസൾട്ടുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നോക്ക്. ആൻ EM wave of intensity I falls on a surface kept in vacuum and exerts radiation pressure P on it. Which of the following statements are true എന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന രണ്ട് കണ്ടീഷൻ ഉണ്ട്. പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസും ഉണ്ട്, പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് സർഫസും ഉണ്ട്. എന്താണ് പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് സർഫസും ഉണ്ട്, റിഫ്ലക്റ്റിംഗ് സർഫസും ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു അബ്സോർബിംഗ് നിങ്ങൾ പഠിക്കുക, റിഫ്ലക്റ്റിംഗ് വരുമ്പോൾ × 2 അടിക്കുക. അബ്സോർബിംഗ് പഠിക്കുക, റിഫ്ലക്റ്റിംഗ് വരുന്ന സമയത്ത് × 2 അടിച്ച് പഠിച്ചാൽ മതി നിങ്ങളോട് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ E/C ആണ്. സാറേ ആ റിലേഷൻ എവിടെ നിന്ന് വന്നു? ഒന്നുമില്ലടാ. ഈസ് ഈക്വൽ ടു MC² നിങ്ങൾക്ക് അറിയാലോ. സോ ഈസ് ഈക്വൽ ടു MC × C എന്ന് എനിക്ക് എഴുതി കൂടെ? വാട്ട് ഈസ് MC? ഈസ് ഈക്വൽ ടു P × C എന്ന് എഴുതി കൂടെ? സോ വാട്ട് ഈസ് മൊമെൻറ്റം? E/C. സോ ദിസ് ഈസ് ദ റിലേഷൻ. P ഈസ് ഈക്വൽ ടു E/C. ഇനി റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിലോ? റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 2E/C ആയിരിക്കും. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 2E/C ആയിരിക്കും. ദെൻ റേഡിയേഷൻ പ്രഷർ ആണ് വേണ്ടത്. ഓർക്കുന്നുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ നോക്കണം. വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡ് ബൈ ടൈം അല്ലേ? സോ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് E/C × T എന്ന് കൊടുത്തു. ഇതാണ് ഫോഴ്സ്. വാട്ട് ഈസ് പ്രഷർ? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ അല്ലേ? സോ ഞാനിവിടെ E/CT × A എന്ന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ പ്രഷർ ഇസ് ഈക്വൽ ടു E/T എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ പവർ അല്ലേ? സോ പവർ ഡിവൈഡ് ബൈ A × C എന്ന് ഞാൻ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഞാനിതാ ഈ പിയും കട്ട് ചെയ്തു. അങ്ങനെ പിയും കട്ട് ചെയ്യാൻ പറ്റുമോ? ആ പിയും അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ? ആ പിയും കട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പുറത്തൊരു പി ഉണ്ട്, ഇപ്പുറത്തൊരു പി ഉണ്ട്. ഈ പി കട്ട് ചെയ്ത് AC is equal to 1. അങ്ങനെയാണ് വരിക? പറ്റുമോ? ഈ എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എനർജി ബൈ ടൈം? ദാറ്റ് ഇസ് പവർ. എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ പവറാ. അപ്പുറത്താരാ? പ്രഷറാ. സോ പ്രഷർ ഇസ് ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ AC. അടുത്ത സ്റ്റെപ്പ് കണ്ട് നിങ്ങൾ ഞെട്ടരുതേ. നോക്കിയേ. പവർ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റൻസിറ്റി. I/C. പവർ ബൈ ഏരിയ ഇൻറ്റൻസിറ്റി. സോ പ്രഷർ ഇസ് ഈക്വൽ ടു I/C. സോ യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് റിസൾട്ട്. എന്താണത്? പ്രഷർ എന്ന് പറഞ്ഞാൽ I/C ആണ്. എപ്പോൾ? അബ്സോർബിംഗ് ആണെങ്കിൽ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ റിഫ്ലക്റ്റിംഗ് ആവുന്ന സമയത്ത് എല്ലാത്തിനും × 2 അടിച്ചാൽ മതി. സോ ഇവിടെ 2E/CT എന്ന് വരും. ദെൻ ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞാൽ 2I/C വരും. ഓക്കെ. സോ ഇങ്ങനത്തെ അവസാനം ഇതെന്താ അറിയോ? ഇത് ഞാൻ ജസ്റ്റ് 1 ഈസ് പ്രഷർ ആൻഡ് 1 ഈസ് പവർ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇത് എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് നമ്മൾ നോർമലി ഇങ്ങനെ ചെയ്തു വന്നിട്ട് അവസാനം പി കട്ട് ചെയ്ത് 1 മിനിറ്റ് നമ്മൾ ആലോചിച്ച് ഇതെന്താ ഈ ഒരു പി ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ആ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ മൂവ് ചെയ്യും. സോ അങ്ങനെ പറ്റില്ല. ആ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അബ്സോർബിംഗ് ആണെങ്കിൽ പ്രഷർ ഇസ് ഈക്വൽ ടു I/C. റിഫ്ലക്റ്റിംഗ് ആണെങ്കിൽ പ്രഷർ ഇസ് ഈക്വൽ ടു 2I/C പറഞ്ഞു. അതായത് I/C ഇത് പഠിക്കുക. അബ്സോർബിംഗ് പഠിച്ചാൽ ഇതിന്റെ ഇക്വേഷൻ × 2 അടിച്ചാൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റിംഗ് കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി. സോ ഇതിന്റെ ആൻസർ എന്താ വരിക? ഓക്കെ. സോ വാട്ട് ഈസ് ആൻസർ? റേഡിയേഷൻ പ്രഷർ ഈസ് I/C. വേവ് ഈസ് ടോട്ടലി അബ്സോർബ്ഡ്. ശരിയല്ലേ? ശരിയാണ്.
Then radiation pressure is I by C. Wave is totally reflected. അല്ല, റിഫ്ലക്റ്റഡ് ആവണമെങ്കിൽ 2 മുന്നിൽ വരണം. സോ എന്താ വരിക? റേഡിയേഷൻ പ്രഷർ ഈസ് 2I by C if the wave is totally reflected. That means 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാവുന്ന ഓപ്ഷൻ 2 ആണ്. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? യെസ് യെസ് യെസ്, ക്ലിയർ ആണേ? നിങ്ങൾ ഞെട്ടുന്നത് കുറഞ്ഞത് കാരണം ഞാൻ അടുത്തൊരു ചോദ്യം തരികയാണ്. ഇത് നിങ്ങൾ തെറ്റിക്കും. അങ്ങനെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളത് ശരിയാക്കിയേ പറ്റൂ. ഡയറക്ഷനാണ്. ഇതാണ് മെജോറിറ്റി ആളുകളും തെറ്റിക്കുക. ഓക്കെ, ചോദ്യം വായിച്ചു നോക്ക്. ചിലപ്പോൾ ഈ ഒരു ചോദ്യത്തിന് മുന്നേ ഞാൻ ചെയ്തിട്ട് അതിന് ആൻസർ ഓപ്ഷൻ 2 ഓപ്ഷൻ 3 എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ സിൻസിയർ ആയിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യമാണെങ്കിൽ കൂടി ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ട് ആൻസറിലേക്ക് വരണം. ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ട് ആൻസറിലേക്ക് വരണം. എന്നാൽ മാത്രമേ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാറുള്ളൂ. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അല്ലേ? നമ്മൾ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണം. അയ്യോ ഇതെനിക്കറിയാം എന്നുള്ള മെൻറ്റാലിറ്റി പോരട്ടോ. അതിനെക്കൊണ്ട് കാര്യമല്ലേ? അതൊന്ന് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ചോദ്യം നോക്ക്. ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അറ്റ് ആൻ ഇൻസ്റ്റന്റ് അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് നെഗറ്റീവ് സെഡ് ആക്സിസ്. ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് സെഡ് ആക്സിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് പോസിറ്റീവ് എക്സ് ആക്സിലേക്കാണ്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് അല്ലേ? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം E ക്രോസ് B ആണ്. E ക്രോസ് B. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് നിൽക്കുന്നത് മൈനസ് സെഡ് ആക്സിൽ, നെഗറ്റീവ് സെഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ മൈനസ് K ക്യാപ്പ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കുന്നത് എക്സ് ആക്സിൽ I ക്യാപ്പ് ആണ്. എടോ കെയും ഐയും വന്നാൽ ആൻസർ വരിക J ആണ്. സോ K ക്രോസ് I J ആണോ? നോക്കുക, I ക്രോസ് J K ആണ്. സോ K ക്രോസ് I J ആണ്. സോ പക്ഷേ ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് ആ മൈനസ് ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതണം. സോ ആൻസർ എന്താ വരിക? മൈനസ് J ക്യാപ്പാ. നിങ്ങൾ ആരെങ്കിലും ആ മൈനസ് വിട്ടുപോയാൽ ആൻസർ തെറ്റും. കാരണം പോസിറ്റീവ് Y ആക്സിസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് തെറ്റാണ്. നെഗറ്റീവ് Y ആക്സിസ് ആണ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. നെഗറ്റീവ് Y ആക്സിസ്. ദെൻ ഈ ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യും. എപ്സിലോൺ 0 ആൻഡ് മ്യൂ 0 are the electric permittivity and magnetic permeability of free space respectively. The corresponding quantities of a medium are. ഒരു മീഡിയത്തിലെ കാര്യമാണ് പറയുന്നത്. മീഡിയത്തിൽ 2 epsilon 0 1.5 ന്യൂ 0 respectively. The refractive index of the medium nearly will be. സോ നിങ്ങൾ പഠിക്കേണ്ട റിലേഷൻസ് ഞാൻ പറയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ സ്പീഡ് ഓഫ് ലൈറ്റ് C is equal to നിങ്ങൾ E0 ഡിവൈഡ് ബൈ B0 പഠിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഓർക്കേണ്ട റിസൾട്ടാണ് C is equal to 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ 0 ഇൻറ്റു എപ്സിലോൺ 0. ഇതൊരു മീഡിയം ആവുന്ന സിറ്റുവേഷനിൽ V is equal to 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ M ഇൻറ്റു എപ്സിലോൺ M. ഈ M കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മീഡിയം എന്നാണ് കേട്ടോ. സോ അടുത്ത സ്റ്റെപ്പിൽ വെലോസിറ്റി is equal to റൂട്ട് ഓഫ് മ്യൂ R ഇൻറ്റു മ്യൂ 0 എപ്സിലോൺ R ഇൻറ്റു എപ്സിലോൺ 0. മ്യൂ M എന്ന് പറഞ്ഞാൽ മ്യൂ R ഇൻറ്റു മ്യൂ 0 ആണ്. എപ്സിലോൺ M എന്ന് പറഞ്ഞാൽ എപ്സിലോൺ R ഇൻറ്റു എപ്സിലോൺ 0 ആണ്. ഈ ഇക്വേഷൻസ് ഞാൻ മറന്നുപോയെന്ന് നിങ്ങൾ പറയരുത്. ഇക്വേഷൻസ് എഴുതിയെടുക്കുക. സോ ഞാനിതാ ഇവിടെ തന്നെ മാക്സിമം ഇക്വേഷൻസ് എഴുതുന്നുണ്ട് കേട്ടോ. സോ വെലോസിറ്റി is equal to 1 ബൈ റൂട്ട് ഓഫ് മ്യൂ 0 എപ്സിലോൺ 0 C ആണ്. സോ വെലോസിറ്റിൻ്റെ മീഡിയത്തിൻ്റെ ഇക്വേഷൻ ആണ് V is equal to C ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ R ഇൻറ്റു എപ്സിലോൺ R. V is equal to C divided by root of mu R into epsilon R. സോ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന അടുത്തൊരു പോയിന്റ് ആണ് വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് C by V ആണ്. സോ ഈ V ഇങ്ങോട്ട് പോയാൽ C by V ആയി കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഓഫ് മ്യൂ ആർ ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് കിട്ടില്ലേ. സോ ദിസ് ഈസ് ദ റിസൾട്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ റിലേഷൻ ആണ് N is equal to റൂട്ട് മ്യൂ ആർ ഇൻറ്റു എപ്സിലോൺ ആർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N is equal to റൂട്ട് ഓഫ് മ്യൂ ആർ ഇൻറ്റു എപ്സിലോൺ ആർ. ഈ ചോദ്യത്തിൽ പറയുന്നുണ്ട് if the corresponding medium are 2 epsilon 0 and 1.5 the refractive index of the medium അല്ലേ? എന്താണ് വരിക? The corresponding quantities of a medium are 2 epsilon 0 and 1.5 ന്യൂ 0. സോ ഇവിടെ നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. യെസ്, ഇത് നിങ്ങൾക്ക് ഞാൻ വർക്ക് തരുന്നു. ഇതിൻ്റെ ആൻസർ ആഫ്റ്റർ ലൈവ് നിങ്ങൾ കമൻറ്റിൽ ചെയ്തിരിക്കണം. ഹോം വർക്ക്. ഇതിൻ്റെ എല്ലാ വാല്യൂസും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നില്ല. ബിക്കോസ് ഇക്വേഷൻസ് പറഞ്ഞു തരുന്നതാണ് എൻ്റെ മെയിൻ ഡ്യൂട്ടി. അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഫൈൻ. ഞാനിതാ EM വേവ്സിലെ ഒരു ക്വസ്റ്റിലേക്ക് കൂടി മൂവ് ചെയ്യുന്നു. നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ക്വസ്റ്റിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്നു. യെസ്, എനിക്കത് കമൻറ്റ് ബോക്സിൽ കിട്ടണം. AD സാറേ ഇതാണ് ആൻസർ.
എന്നുള്ളത് എനിക്ക് കമൻറ്റ് ബോക്സിൽ കിട്ടണം. ഓക്കെ, സോ ഇത് നോക്ക്. ഇൻ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് traveling in free space, the electric field component oscillates sinusoidally at a frequency 2 into 10 raised to 10 hertz and amplitude 48 volt per meter. Then the amplitude of oscillating magnetic field. എത്ര നേരമായി ഇതേ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. C is equal to E0 divided by B0. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു സാധനം ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന്. ഇത് പഠിച്ച ഈ റിലേഷൻ പഠിച്ചൊരു കുട്ടിക്ക് ഈ പ്രോബ്ലം വളരെ ഈസിലി ചെയ്യാൻ പറ്റും. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു E0 divided by C. E0ൻ്റെ വാല്യൂ എത്രയാ? 48. സിയുടെ വാല്യൂ എത്രയാ? 3 into 10 raised to 8. 48ൽ 3 16 പ്രാവശ്യം 16 into 10 raised to -8 വരും. ഓർ നമുക്ക് 1.6 into 10 raised to -7 എന്ന് വരും. ആൻസർ ഈസ് ഓപ്ഷൻ 3. ആൻസർ ഈസ് ഓപ്ഷൻ 3. കാൽക്കുലേഷൻ വളരെ കെയർഫുൾ ആയിരിക്കണം. സോ എന്താ വരിക? 48/3 എന്ന് പറയുമ്പോൾ 16 അപ്പോൾ 16 into 10 raised to -8 എന്ന് കിട്ടും. നമ്മൾ നേരെ പോയിട്ട് ഇവിടെ 10 raised to -8 ഇങ്ങനെ മാർക്ക് ചെയ്യരുത്. ഇവിടെ ആൻസർ കിടക്കുന്നത് 1.6ലാണ്. 1.6 ആകുമ്പോൾ ഒരു പോയിന്റ് ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ ഇത് 10 raised to -7 ഇത് 1.6 ആയിട്ട് മാറും. ആൻസർ വിൽ ബി ഓപ്ഷൻ 3 എന്ന് കിട്ടും. ഓക്കെ 2-3 തിയറികൾ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഇടുന്നു. അപ്പോൾ ഫ്രീക്വൻസി എന്തിന് തന്നു? അത് നീ ചോദിച്ചില്ലേ, അതിന് വേണ്ടി തന്നതാണ്. ഫ്രീക്വൻസി എന്തിന് തന്നെന്ന് നമ്മൾ ആലോചിച്ച് നമ്മുടെ കുറച്ച് സമയം കളയണം. ഈ ചോദ്യം ഇടുന്ന ആളുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചോദ്യം ഇടുന്ന ആൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളെ സമയം മാക്സിമം കളഞ്ഞ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും തെറ്റിപ്പോയി പോകണം. സോ നമ്മൾ അങ്ങനത്തെ ചതിക്കുഴിയിൽ വീഴില്ല. ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്ക്, ദ വേവ്സ് എമിറ്റഡ് വെൻ എ മെറ്റൽ ടാർഗറ്റ് ഈസ് ബോംബാർഡഡ് വിത്ത് ഹൈ എനർജി ഇലക്ട്രോൺ. സാർ മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്താ പ്രശ്നം? ഇവിടെ നിന്ന് ചെയ്യുന്ന 16 into 10 raised to -8 വരും. 16 into 10 raised to -8 മുകളിലും താഴത്തും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 16/10 ചെയ്താൽ 1.6 കിട്ടും. ഇവിടെ 1 കൊണ്ട് 10 raised to -8 കൊണ്ട് 1 മൾട്ടിപ്ലൈ 10 1.6 10 raised to -7 എന്ന് കിട്ടും. 1.6 10 raised to -7 എന്ന് കിട്ടും. The waves emitted when a metal target ഹൈ എനർജി ഇലക്ട്രോണുമായിട്ട് ബോംബാർഡ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന വേവ് എന്ന് പറഞ്ഞാൽ അത് ഏതാ? എക്സ്റേ. ഏതാ മക്കളെ? എക്സ്റേ. യെസ്. ദെൻ ഇത് നോക്ക്, ഈ റിലേഷൻ ഒന്ന് നോക്ക്, ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. ശ്രദ്ധിക്കണേ. സൈക്കോ NT എന്നോ മൈക്രോവേവ്. നമുക്കറിയാം, നമ്മുടെ കോഡ് ഓർമ്മയുണ്ടോ? കോഡ് RMILXG എന്നുള്ള കോഡ് ഓർക്കുന്നുണ്ടോ? രാവിലെ എല്ലാവരും ഡിഫറെൻറ്റ് സ്റ്റൈലുകളിലൊക്കെ കോഡ് പറഞ്ഞു. ലാസ്റ്റ് ആ കോഡ് ഓർത്ത് വെക്കാൻ വേണ്ടി അരമണിക്കൂർ വേണ്ടി വന്നു. സോ ബെറ്റർ എത്രയും പെട്ടെന്ന് ഈസിലി നിങ്ങൾക്ക് കാര്യം ഓർത്ത് നിന്നാൽ മതി. ആ കോഡിലൊന്നും ഒരു കാര്യമില്ല. സംഭവം എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ നോക്ക്, വേവ് ലെങ്ത് കൂടുതൽ ആർക്കാ? റേഡിയോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് വേവ് ലെങ്ത്തിൻ്റെ സ്ട്രെങ്ത് കുറയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വേവ് ലെങ്ത് കുറയാണ് ചെയ്യുക. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വേവ് ലെങ്ത് എന്ത് ചെയ്യടാ? കുറയും. വേവ് ലെങ്ത് കുറയും. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കാ? റേഡിയോ. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആർക്കാ? ഗാമ. അത് നേരെ തിരിച്ചാണ് ഫ്രീക്വൻസിയുടെ കേസിൽ. ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ഗാമക്കും, ഫ്രീക്വൻസി ഏറ്റവും കുറവ് റേഡിയോക്കാണ്. ഇവിടെ വേവ് ലെങ്ത് അല്ല ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും, മൈക്രോവേവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, മൈക്രോവേവ്, ഗാമ, AM, റേഡിയോ ഉണ്ട്. റേഡിയോ ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കായിരിക്കും? റേഡിയോക്കായിരിക്കും. സോ സിയുടെ ആൻസർ എന്താ വരിക? C1 വരും. C1 വരുന്ന എത്ര ഓപ്ഷൻസ് അറിയുക? C1 വരുന്ന 2 ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ബി ഇവിടെയും B2 വന്നു. അപ്പോൾ നമുക്ക് B നോക്കിയിട്ട് കാര്യമില്ല, ഗാമ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് A നോക്കണം. A എന്നുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ D എന്നുള്ള ഓപ്ഷനോ നോക്കണം. സോ വാട്ട് ഈസ് A മൈക്രോവേവാ. റേഡിയോ കഴിഞ്ഞാൽ ഉടനെയുള്ള ആളല്ലേ മൈക്രോ. അപ്പോൾ 100ൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാല്യൂ ഏറ്റവും കൂടുതൽ. 100ൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ മൈക്രോവേവ് നമുക്ക് എന്ത് വരും? ഏറ്റവും കുറഞ്ഞ വാല്യൂ വരും, ഏറ്റവും കൂടിയ വാല്യൂ വരും. സോ A4 വരും. A4 വരുന്ന സമയത്ത് ആൻസർ ഈസ് ഓപ്ഷൻ 2. അതാ ഷാജികുമാർ പറഞ്ഞു, റോസ്മേരി ഐ ലവ് യു ഗാമ. റോസ്മേരി ഐ ലവ് യു ഗാമ എന്നാണ് കോഡ് കേട്ടോ. ഞാനെപ്പോഴും പറയാം RMILXG എന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് വെക്കാനാ പറയാം. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഓർമ്മ ഉണ്ടായാൽ മതി. ഇത് നോക്ക്, ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടെ.
Okay, so arrange the following EM radiation per quantum in order of the increasing energy. എനർജി കൂടുന്ന ഓർഡറിൽ ഇതിൻ്റെ ആൻസർ പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. എനർജി കൂടുന്ന ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറ ബ്ലൂ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ബ്ലൂ ലൈറ്റ് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ പറയാം, ഒരു കാര്യം കൂടി പറയാം. ഈ RMI ലെക്സ് ജിയിൽ എൽ എന്ന് പറഞ്ഞാൽ വിസിബിൾ അല്ലേ? തലയിൽ സ്റ്റിക്കർ എവിടെയാണ്? തലയിൽ സ്റ്റിക്കർ അല്ലായിരുന്നു, അത് ബാൻഡേജ് ആയിരുന്നു. അത് സ്റ്റിക്കറായിട്ടാണ് ഈ വിചാരിച്ചത്? RMI ലെക്സ് LUXG. എടാ നമ്മൾ ഇതിനിടയിൽ വരുന്ന വിസിബിൾ അല്ലേ? വിസിബിൾ പറയുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഇവിടെ വിസിബിൾ വരുന്ന സമയത്ത് ഇൻഫ്രാറെഡിൻ്റെ തൊട്ടടുത്ത് വരിക റെഡും അതേപോലെ തന്നെ അൾട്രാ വയലറ്റിൻ്റെ തൊട്ടടുത്ത് വരിക വയലറ്റും ആയിരിക്കും. ഇതായിരിക്കും ഓർഡർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വിബ്ജിയോർ എഴുതേണ്ടത് കേട്ടോ. എപ്പോഴും അങ്ങനെ ഓർക്കണം കേട്ടോ. ഇൻഫ്രാറെഡ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് റെഡ്, അൾട്രാ വയലറ്റിന് തൊട്ട് മുന്നേ വയലറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുന്നതിൻ്റെ ആൻസർ എന്താ വരിക? എന്താ ചോദ്യം? ഇൻക്രീസിങ് എനർജി അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എനർജി കൂടുക ചെയ്യുക. സോ പിന്നെ ആരാ ഫസ്റ്റ്? റേഡിയോ. ഏറ്റവും കുറവ് എനർജി റേഡിയോക്കാണ്. ഇൻക്രീസിങ് ആകുമ്പോൾ ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആകെ ഒരു ഓപ്ഷൻ ആകുമ്പോൾ ഓപ്ഷൻ 3 എന്ന് പറഞ്ഞാൽ പോരെ? ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആകെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ വി ആർ ഡയറക്ട്ലി മൂവിങ് ടു ഓപ്ഷൻ 3. ക്ലിയർ? സോ EM വേവ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓർക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ലൈക്ക് അടിച്ചേ. ഒന്ന് ലൈക്ക് അടിച്ചേ. ഫർഷിദ മുഹമ്മദ് ഫാറൂഖ് ഒന്നുകൂടെ എന്നാ ഒരു പ്രാവശ്യം കൂടി പറയാം. നോക്കുക, എടാ ഇവിടുന്ന് ഈ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് കുറയുകയാണ് ചെയ്യുക, എനർജി ഫ്രീക്വൻസി കൂടുക ചെയ്യുക. ഫ്രീക്വൻസി കൂടുന്നത് കൊണ്ട് എനർജി കൂടുക ചെയ്യുക. സോ ഏറ്റവും കൂടുതൽ എനർജി ഗാമക്കാണ്, ഏറ്റവും കുറവ് എനർജി റേഡിയോക്കാണ്. ഇവിടെ ഇൻക്രീസിങ് ഓർഡർ അല്ലേ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് മൂവ് ചെയ്യണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് ഏറ്റവും ചെറുത് ഏതാ? റേഡിയോ വെച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഓപ്ഷൻ നോക്കുമ്പോൾ റേഡിയോ ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആകെ ഒരു ഓപ്ഷനിലേ കാണുന്നുള്ളൂ. ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആകെ ഒരു ഒറ്റ ഓപ്ഷനെ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരെ ബാക്കി ഒന്നിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല, നേരെ ഓപ്ഷൻ സിയിലേക്ക് മൂവ് ചെയ്തു. ബിക്കോസ് അതായിരിക്കണം ആൻസർ. Yes, very good. Then we are entering to dual nature of matter and radiation ചോദ്യങ്ങളിലൂടെ നമുക്ക് കടക്കാം. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ യു ഗൈസ് ആർ റെഡി? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ ചോദ്യം തരാൻ തയ്യാറാണ്. ഇതാണ് ഫസ്റ്റ് ചോദ്യം. വരാൻ പോസിബിലിറ്റി ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ചോദ്യം കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? യെസ്, ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ചെറുതായിട്ട് ഒരു ഭാഗം സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഈ ചോദ്യം പെട്ടെന്ന് നിങ്ങൾ ചെയ്തേ. ചോദ്യം ഒന്ന് പെട്ടെന്ന് നിങ്ങൾ ചെയ്തേ. യെസ്, എന്താണ് വരിക? എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി ആ സൈഡ് ഒന്ന്. ഓക്കെ, monochromatic light of frequency 3 into 10 raised to 14 hertz is produced by a laser, emits the power 3 into 10 raised to minus 3 watt. Find how many number of photons are emitted per second. എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾ പഠിക്കണം, പവർ എന്ന് പറഞ്ഞാൽ എനർജി ഡിവൈഡ് ബൈ ടൈം ആണ്. സോ പവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, വാട്ട് ഈസ് എനർജി? എനർജി എന്ന് പറഞ്ഞാൽ NH nu. എനർജി എന്ന് പറഞ്ഞാൽ എന്താ? NH nu. എനർജി ഈസ് ഈക്വൽ ടു NH. എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോണിൻ്റെ എനർജി Hnu ആണ്. N ഫോട്ടോൺസ് ആകുമ്പോൾ NH nu ഡിവൈഡഡ് ബൈ T. ചോദ്യം N/T ആണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ആകുമ്പോൾ വി ഗെറ്റ് ദ ഇക്വേഷൻ N/T is equal to P/H nu, where P is power. P/H nu. ദെൻ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ലോജിക്ക് പറഞ്ഞുതരാം. ഫൈൻ. എച്ചിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയില്ല. എച്ചിൻ്റെ വാല്യൂ 6.6 into 10 raised to minus 34 ജൂൾ സെക്കൻഡ് ആണ്. നിങ്ങൾക്ക് ഞാൻ റിസൾട്ട് പറയാം. 1/6.6ൻ്റെ വാല്യൂ 0.15 ആണ്. 1/6.6ൻ്റെ വാല്യൂ 0.15 ആണ്. യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് റിസൾട്ട്. 1/6.6ൻ്റെ വാല്യൂ 0.15 ആണ്. ഇത് പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. നോക്കിക്കോ, ഇവിടെ ഞാൻ N/T is equal to പവർ എത്രയാണ്? 3 into 10 raised to minus 3. എച്ചിൻ്റെ വാല്യൂ 6.6 into 10 raised to minus 34.
ന്യൂവിൻ്റെ വാല്യൂ 3 × 10⁻14. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ നെട്ടരുതേ ഈ 3 കട്ട് ചെയ്ത് ഈ 3 കട്ട് ചെയ്ത് 1/6.6ൻ്റെ വാല്യൂ 0.15 അല്ലേ? 0.15 അല്ലെങ്കിൽ 15 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഒറ്റ ഓപ്ഷൻ. മാർക്ക് ചെയ്യുക. വേറെ ഒന്നും ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആ 3 കാട്ട് കറോ. 3 കട്ട് ചെയ്താൽ പിന്നെ അതിൻ്റെ ബാക്കി എന്താ ഉണ്ടാവുക? 1/6.6. 1/6.6ൻ്റെ വാല്യൂ 0.15 ആണ്. 0.15 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് നോക്കുമ്പോൾ അവിടെ 15 എന്നുള്ള ആകെ കിടക്കുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഓപ്ഷൻ എയിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ വേണം നിങ്ങൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. ഈ ടൈപ്പ് ഓഫ് കട്ടിങ്ങിനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യെസ്, ഞാൻ ഇത് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. 10⁻³ ഡിവൈഡ് ബൈ -34ഉം 14ഉം ചേരുന്ന സമയത്ത് 6.6 × 10⁻20 എന്ന് വരും. ഈ -20 മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് വരും? +20 എന്ന് വരും. ഈ +20ൽ നിന്ന് 3 പോകുമ്പോൾ നമുക്ക് 17 എന്ന് വരും. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 0.15 × 10⁻17 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ 1.5 × 10⁻16 എന്ന് വരും. ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ. യെസ്, ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം ഈ ഒരു ബേസിക് ലോജിക് ഉണ്ടെങ്കിൽ. യെസ്, ഇതൊന്നും അപ്രോക്സിമേഷൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പക്ക എലിമിനേഷൻ മെത്തേഡ്സ് ആണ്. ഈ ഒരു ലോജിക്കാണ് ശരിക്കും ഒരു നീറ്റ് ആസ്പിറന്റിന് വേണ്ടത്. അതായത് ചോദ്യം വായിക്കുന്നു, കുറേ സമയം എടുക്കാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ ഈസിലി നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്ത ആൻസറിലേക്ക് എത്തുന്ന മെത്തേഡിലേക്ക് നിങ്ങൾ വരണം. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ അതേ മോഡൽ ഒരു ചോദ്യം കൂടി ഞാൻ തരട്ടെ നിങ്ങൾക്ക്. അതേ മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതേ ചോദ്യമാണെന്ന്. എല്ലാ വ്യത്യാസമുണ്ട്. ജസ്റ്റ് സിംപ്ലിഫൈ കുമാർ. എനിക്ക് തോന്നുന്നു അവൻ കോമഡി ആക്കാൻ വേണ്ടി വന്നെടുത്തനാന്നാ. ഓക്കെ, ദ മൊമെൻറ്റം of a photon is 3.3 × 10⁻29. 3.3 × 10⁻29 kilogram meter per second. The frequency will be. Yes. Hi Rena, Anju, Srilaja. Yes. Tun motion Shabana. Yeah. So നിങ്ങൾ നോക്ക്, ഇതിന്റെ ലോജിക് നോക്ക്. മൊമെൻറ്റം ഓഫ് എ ഫോട്ടോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മൊമെൻറ്റം ഓഫ് എ ഫോട്ടോൺ. എങ്ങനെ മൊമെൻറ്റത്തിന് ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? മൊമെൻറ്റത്തിന് ഇക്വേഷൻ എന്തായിരുന്നു? എന്താ മൊമെൻറ്റത്തിന് ഇക്വേഷൻ? ആലോചിക്കുക. എന്താണത്? മൊമെൻറ്റം ഈസ് ഈക്വൽ. അപ്പോൾ മൊമെൻറ്റത്തിന് ഇക്വേഷൻ നിങ്ങൾക്ക് തീരെ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പോകണം അറിയോ? E = mc² അറിയാലോ. E = mc². ഒരു ഓർമ്മയിലിട്ടോ നമുക്ക് ഇക്വേഷൻ പറ്റിയിട്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? E = mc × c എന്ന് ചെയ്തു. ഈ m × c എന്ന് പറഞ്ഞ സ്പീഡ്, മാസിൻ്റെ വെലോസിറ്റി, മൊമെൻറ്റം എന്ന് ചെയ്തു. അങ്ങനെ നമ്മൾ മൊമെൻറ്റത്തിന് E/c എന്ന് കൊടുക്കും. മൊമെൻറ്റത്തിന് എന്ത് കൊടുക്കും? E/c എന്ന് കൊടുക്കും. അങ്ങനെ നമ്മൾ മൊമെൻറ്റത്തിന് E/c കൊടുത്തു. ഫൈൻ. ഇനി ചോദ്യം എന്താ? മൊമെൻറ്റം ഈസ് ഗിവൺ ആണോ? മൊമെൻറ്റം ഈസ് ഗിവൺ. ഫ്രീക്വൻസിയാണ് ചോദ്യം. മൊമെൻറ്റം ഈസ് ഗിവൺ, ഫ്രീക്വൻസിയാണ് ചോദ്യം. എങ്ങനെ ചെയ്യും? അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട വേറെ ഒരു റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയാണ്, മൊമെൻറ്റം ഈസ് ഈക്വൽ ടു h ന്യൂ. എനർജി എന്ന് പറഞ്ഞാൽ h ന്യൂ അല്ലേ? h ന്യൂ ബൈ c. ന്യൂ അല്ലേ ചോദ്യം? സോ നമുക്ക് അടുത്ത ന്യൂ എന്ന് പറഞ്ഞാൽ PC/h എന്ന് എഴുതി കൂടെ? PC/h. ജസ്റ്റ് ഒന്നും അറിയാതെ ജസ്റ്റ് ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മളെ എങ്ങനെ ഇക്വേഷനിലേക്ക് എത്തുന്നു അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, പിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3.3 × 10⁻29. സിയുടെ വാല്യൂ നമുക്കറിയാം 3 × 10⁻8 ആണ്. എച്ചിൻ്റെ വാല്യൂ 6.6 × 10⁻34 ആണ്. നോക്കേ, 3.3 6.6ൽ 2 പ്രാവശ്യം പോകും. 3/2 1.5 അല്ലേ? 1.5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻസ്? ഒരൊറ്റ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യുക. ഇനി ഞാൻ എന്ത് ചെയ്യില്ല, 10ൻ്റെ പവർ കണ്ടുപിടിച്ച് അതിൻ്റെ ഭംഗി കൂട്ടാൻ നിൽക്കില്ല. പ്രോബ്ലം വേഗം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ക്ലിയർ ആണ്? ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ദെൻ ഇത് നോക്ക്, ലൈറ്റ് വിത്ത് എനർജി ഫ്ലക്സ്. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു, EM വേവ്സിലും ഡുവൽ നാച്ചുറലും ഈ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ലൈറ്റ് വിത്ത് എനർജി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് വരണം, ഇറ്റ്സ് കോൾഡ് ഇൻറ്റൻസിറ്റി. അതെങ്ങനെയാണ് ഇൻറ്റൻസിറ്റി എന്ന് മനസ്സിലാക്കിയത്? Watt/m². ആണ്. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പവർ ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് Watt/m². ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്?
വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്? വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ ഏരിയ എന്നുള്ള ലോജിക്കാണ് നിങ്ങൾ മൂവ് ചെയ്യേണ്ടത്. സോ യൂണിറ്റ് നോക്കിയിട്ട് അത് ഇൻറ്റൻസിറ്റി, എനർജി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റിയാണ്. സോ ഇൻറ്റൻസിറ്റി ഈസ് ഗിവൺ. നെക്സ്റ്റ് നോക്കണേ. നെക്സ്റ്റ് എന്താ? പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസാ. പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസാ. പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് ആവുന്ന സർഫസ് ആവുന്ന സമയത്ത് 2 മുന്നിൽ വരണം എന്നുള്ള ലോജിക്ക് വേണം. ദെൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്താ? 2E by c. വരുന്നുണ്ടോ? ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, മോശൽ. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 2E by c. നെക്സ്റ്റ് നിങ്ങൾ ആലോചിക്കണം, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. 2E by c ഇൻറ്റു ടി എഴുതി കൂടെ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു 2E by c ഇൻറ്റു ടി. E by t, വാട്ട് ഈസ് E by t? E by t ഈസ് ഈക്വൽ ടു പവർ ആണ്, 2P by c. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെ പി പിന്നെ ഒരു പിക്ക് ആകെ പി കാണുമ്പോൾ എനിക്ക് പ്രാന്താവുന്നു. അങ്ങനെ ആയോ? പി കാണുമ്പോൾ പ്രാന്തായോ? പ്രാന്താവാൻ പാടില്ല. ഇൻറ്റൻസിറ്റി പവർ ബൈ ഏരിയ ആണെങ്കിൽ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇൻറ്റൻസിറ്റിയാണ്. സോ ഈ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ നമ്മൾ എങ്ങനെ ഇൻറ്റൻസിറ്റിയെ കൊണ്ടുവരുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഈ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ നിങ്ങൾ എങ്ങനെ ഇൻറ്റൻസിറ്റിയെ കൊണ്ടുവരും? ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ എങ്ങനെയാണ് നിങ്ങൾ ഇൻറ്റൻസിറ്റിയെ കൊണ്ടുവരുന്നത്? എഗെയിൻ അദ്വൈത്. എന്താ അദ്വൈത് എന്ന് പറയാൻ കാരണം? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് സ്ട്രെസ്സായിട്ട് ഇരുന്ന് കേൾക്ക്. അല്ലാതെ നമ്മൾ സാധാ കമൻറ്റ് ബോക്സിൽ സാധാ ആളുകൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എന്നുള്ള എക്സ്പ്രഷൻ എന്താണ് ഞാൻ ഇന്ന് രാവിലെയും കൂടി പറഞ്ഞിട്ടുള്ളൂ, എനിക്കറിയില്ല. സോ എഫ് ഇസ് ഈക്വൽ ടു 2P by c ആണ്, വേറെ പി പവർ ആണ്. എങ്ങനെ നമ്മൾ കൊണ്ടുവരും? ഇൻറ്റൻസിറ്റി പവർ ഡിവൈഡ് ബൈ ഏരിയ ആണെങ്കിൽ വാട്ട് ഈസ് പവർ? ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് എഴുതി കൂടെ. സോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു, ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ. മനസ്സിലാവില്ലേ? 2 into IA by c. മനസ്സിലായോ? ടഫ് സ്റ്റെപ്പായിരുന്നു. അതായത് പവറിന് ഞാൻ IA എന്ന് കൊടുത്തു, പവർ കൊടുത്തു IA. ഓക്കെ, സോ എന്ത് വരും? ഈ ചോദ്യത്തിൽ നിങ്ങൾ ഈ 2 വിട്ടുപോയാൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ കിട്ടും. സോ വെരി കെയർഫുൾ. ചോദ്യം വായിക്കുമ്പോൾ റിഫ്ലക്റ്റിംഗ് ആണോ അതോ അബ്സോർബിംഗ് ആണോ എന്ന് നോക്കണം. സോ 2 into ഐയുടെ വാല്യൂ 25 into 10⁻⁴ ആണ്. ദെൻ ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 15 into സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ ഇൻറ്റു 10⁻⁻⁴. സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ 10⁻². സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ 10⁻⁴ ഡിവൈഡ് ബൈ സി. സിയുടെ വാല്യൂ 3 into 10⁸. ഞാൻ ആദ്യം ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം ഡിഫറൻറ്റ് വാല്യൂസ് ആണ്. എല്ലാം ഡിഫറൻറ്റ് വാല്യൂസ് ആണെങ്കിൽ ജസ്റ്റ് മൂവ് വിത്ത് ദ സുമാർ കട്ടിങ്. എന്താണത്? 3 15 5 പ്രാവശ്യം പോവും. 5ഉം 2ഉം 10 ആണ്. 25 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻ? ഒരു ഓപ്ഷൻ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ദിസ് ഈസ് ദ മെത്തേഡ്. എല്ലാ ടോപ്പിക് കഴിഞ്ഞാൽ ഒരു ഫ്ലോയിൽ വന്നു. ഓക്കെ. അല്ല കളിയാക്കിയ ഞാൻ അങ്ങനല്ല അദ്വൈതം പറഞ്ഞത്, കളിയാക്കിയതല്ല. ഒരു ഇപ്പം നമ്മുടെ നോർമൽ ഒരു ഫ്ലോയിലല്ലേ. ഈ ചാറ്റിൽ നേരിട്ട് പറയുമ്പോൾ ദാറ്റ്സ് ഫൈൻ. ചാറ്റിൽ പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എന്താ പറയുക. സോ ഈ ഒരു ലോജിക്കാട്ടോ. എന്താ ലോജിക്ക്? ഈ ഇവിടെ നോക്കുക, 3ഉം 15 കട്ട് ചെയ്താൽ 5 വന്ന്, 5ഉം 2ഉം 10, പിന്നെ അത് 0ൻ്റെ കൂടെ പോയി. ഇവിടെ പിന്നെ 25 എന്നുള്ള ടൈം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഉറപ്പായിട്ടും കിട്ടുക 2.5 into 10⁻⁶ ആയിരിക്കും. ന്യൂട്ടൺ ആയിരിക്കും ആൻസർ കിട്ടുക. അതിലൊരു സംശയം വേണ്ട. ഓക്കെ, മനസ്സിലായോ? ദെൻ ഈ ചോദ്യത്തിന് ആൻസർ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും. ഒന്നുകൂടി പറയാമെന്നോ? എന്താ ഡ്രസ്സമോളെ നോക്കുക? ഡ്രസ്സമോൾക്ക് ഈ ഒരു ഇക്വേഷൻ എത്തിയത് വരെ ക്ലിയർ ആണോ? ചേഞ്ച് ഇൻ മൊമെൻറ്റം 2E by c. ഇത് നോർമലി റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ഇവിടെ നമ്മൾ ഫോഴ്സ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം എന്ന് കൊടുത്തു. സോ ഡെൽറ്റ പിക്ക് നമ്മൾ 2E by c ഇൻറ്റു ടൈം കൊടുത്തു. ഇവിടെ ഞാൻ E by tക്ക് പവർ കൊടുത്തു. പവറിന് ഞാൻ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് കൊടുത്തു. ഓക്കെ, ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഓർഡർ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. നിർബന്ധമായിട്ട് ഈ ഒരു ഓർഡർ പഠിച്ചിരിക്കണം. ഇത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പഠിച്ചേ പറ്റുള്ളൂ. ചോദ്യം വരും. എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം 2E by c ആണ്. അപ്പോൾ ഫോഴ്സ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ? 2E by c ഇൻറ്റു ടി ആണ്. ഇവിടെ എനർജി ബൈ ടൈമിന് ഞാൻ എന്ത് കൊടുത്തു? പവർ എന്ന് കൊടുത്തു. പവർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പവർ ബൈ ഏരിയ ആണെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ ആണ്. സോ ഞാനിവിടെ പിക്ക് എന്ത് കൊടുത്തു? IA എന്ന് കൊടുത്തു. സോ 2IA by c എന്ന് വരും. 2IA by c എന്ന് വരും. സോ പവർ കട്ടിങ് മനസ്സിലായില്ല എന്നോ? ചേട്ടാ, അത് ആദ്യം പറയണ്ടേ. പവർ കട്ടിങ് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പവർ കട്ടിങ് നമുക്ക് മനസ്സിലാവാതെക്കാൾ ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. നോക്കിക്കേ,
15-ൽ 3 5 പ്രാവശ്യം പോകും. 15-ൽ 3 5 പ്രാവശ്യം പോകും. 5ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 25 × 10 × 10⁻4ഉം 10⁻⁻4ഉം കട്ട് ചെയ്ത് പോകും. താഴത്തുള്ള 10⁸ മുകളിൽ പോയാൽ 10⁻⁻8 ആവും. അടുത്ത സ്റ്റെപ്പിൽ 25 × 10 × 10⁻8 10⁻7 ആവും. ഒരു പോയിന്റ് ഇപ്പുറത്തേക്ക് മാറ്റി കുത്തിയാൽ നമുക്ക് 2.5 × 10⁻6 ആവും. ഇതിൽ കൂടുതൽ സ്ലോയിലോ ഇതിൽ കൂടുതൽ ബേസിക്കിലോ നിങ്ങൾ എന്നോട് പറയാൻ വേണ്ടി പറയരുത്. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് ഇത് പറഞ്ഞ ശേഷം താഴത്ത് വന്ന് കമൻറ്റ് സാർ ഒരു പ്രാവശ്യം കൂടി അങ്ങനെ പറയാ കേട്ടോ. റൈറ്റ്, ഇത് ക്ലിയർ ആണേ. നോക്കിക്കേ, ഇത് നോക്കിക്കേ. ലൈറ്റ് ഓഫ് വേവ് ലെങ്ത്തിലാണ്. ഇത് ശരിയാക്കുകയാണെങ്കിലില്ല, ഇത് ശരിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക്. എല്ലാ ഒബ്ജക്റ്റീവ് ക്വസ്റ്റിനും 4 മാർക്കാണ്. ഇത് ശ്രദ്ധിച്ച് പറഞ്ഞോ. ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. ചായ വട കാപ്പി മറ്റേ നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് വടപ്പ ആ രീതിയിൽ പറഞ്ഞു പോകണം. 1 കൂട്ടണം 1 2 ആണ്, 2 കൂട്ടണം 2 4 ആണ്. അങ്ങനെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ പ്ലീസ്. ഓക്കെ, സോ ലിസൺ. Light of wavelength lambda falls on a metal plate having work function hc by lambda. Photoelectric effect will take place only. Photoelectric effect നടക്കണമെങ്കിൽ ഉണ്ടാവുന്ന കണ്ടീഷനാണ്. സാർ നെറ്റ് ശരിയായിക്കൊണ്ടിരിക്കുന്നതാ. എന്താണത്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മെറ്റാലിക് സർഫസിൽ ഉണ്ടാവുന്ന വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. സോ നമ്മൾ കൊടുക്കേണ്ട എനർജി, നമ്മൾ കൊടുക്കേണ്ട ലൈറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ ആയിരിക്കണം. h ന്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ന്യൂ നോട്ട് ആയിരിക്കണം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ h കട്ട് ചെയ്യുമ്പോൾ ന്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ന്യൂ നോട്ട്. ഇത് ഫ്രീക്വൻസിയുടെ റിലേഷൻ, ഇത് എനർജിയുടെ റിലേഷൻ. അടുത്ത സ്റ്റെപ്പിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി c/λ ആണ്. c/λ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു c/λ നോട്ട് ആണ്. c കട്ട് ചെയ്താൽ ക്രോസ് ചെയ്യുമ്പോൾ എന്താ വരിക? λ നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡയാണ്. അതായത് നിങ്ങൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടിയും കൂടിയ ഒരു ഫ്രീക്വൻസി വന്നാൽ മാത്രമേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. സോ ന്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ന്യൂ നോട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ ത്രഷോൾഡ് വേവ് ലെങ്ത്തിനെക്കാട്ടിയും വേവ് ലെങ്ത്ത് കുറവായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കുക, ലാംഡയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ നോട്ട് ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഏത് ആൻസറാണ് മക്കളെ വരിക? ഓപ്ഷനിൽ വരിക? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് നോക്ക്. 2 identical photocathodes receives light of frequency f1 and f2. If the velocities of the photoelectrons are coming out are respectively v1 and v2 is. ഇത് നോക്കണേ. 2 identical photocathodes ആ. ഐഡന്റിക്കൽ ഫോട്ടോകാഥോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം വർക്ക് ഫംഗ്ഷൻ രണ്ടാളും സെയിം ആണ്. ഐഡന്റിക്കൽ ഫോട്ടോകാഥോഡ്സ് എന്ന് പറയുമ്പോൾ രണ്ടാളുടെയും വർക്ക് ഫംഗ്ഷൻ എന്താണ്? സെയിം ആണ്. ഇനി നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ട ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ എന്താ? ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. ആദ്യത്തെ ആളുടെ കൈനറ്റിക് എനർജി ½mv1² ഇസ് ഈക്വൽ ടു എനർജി എന്ന് പറയുമ്പോൾ h(f1) ഫ്രീക്വൻസിക്ക് f1 ആണ്, ന്യൂന് പകരം f1 ആണ്, മൈനസ് വർക്ക് ഫംഗ്ഷൻ. രണ്ടാമത്തെ ആളത് ½mv2² ഇസ് ഈക്വൽ ടു hf2 മൈനസ് വർക്ക് ഫംഗ്ഷൻ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറ. ഈ 2 ഇക്വേഷൻസ് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് പറ. ഈ 2 ഇക്വേഷൻസ് നിങ്ങൾ നോക്കിയിട്ട് ആൻസറിലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടത്? സാർ വർക്ക് ഫംഗ്ഷൻ പറയുമോ? എടാ, വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാരിയർ പൊട്ടൻഷ്യലാണ്. ഒരു മെറ്റാലിക് സർഫസ് ഉണ്ട്. ആ മെറ്റാലിക് സർഫസിന് ഇലക്ട്രോൺസിനെ ഇതിൻ്റെ സർഫസിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. ഈ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരാതിരിക്കണമെങ്കിൽ ഇലക്ട്രോൺസ് എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് വന്നോട്, വെറുതെ പുറത്തേക്ക് വന്നോട്, അങ്ങനെ പുറത്തേക്ക് വരുമോ? ഇല്ല. അപ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരാതെ നിൽക്കണമെങ്കിൽ ആ ഇലക്ട്രോൺസിനെ ജസ്റ്റ് ഇതിൽ നിന്ന് പൊട്ടിച്ച് പുറത്തെത്തിക്കണം. ഈ ബാരിയർ പൊട്ടൻഷ്യൽ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയെ വിളിക്കുന്നവരാണ് സിംപ്ലി വർക്ക് ഫംഗ്ഷൻ. അതെല്ലാ മെറ്റൽസിനും ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടുന്ന് ഒരു മെറ്റൽസിൻ്റെ വർക്ക് ഫംഗ്ഷൻ 2 ജൂളാണെന്ന് വിചാരിക്കും. ഞാൻ ഒരു 5 ജൂൾ ലൈറ്റ് ഇതിലേക്ക് കൊടുത്താൽ 2 ജൂൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഇലക്ട്രോൺ അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി ഉപയോഗിക്കും. ബാക്കി 3 ജൂളാണ് അത് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ചാടും ഓടും. ചാടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? 2 ജൂൾ.
പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് 2 ജൂൾ. അപ്പോൾ പുറത്തേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട ബാരിയർ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിംപ്ലി നിങ്ങൾ വേണ്ടത് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ച ബേസിക്സ് ആണല്ലേ, മറന്നുപോയോ? സോ ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കണം അല്ലേ, ഡിഫറൻസ് എടുക്കണം. സോ നിങ്ങൾ പറ, ഡിഫറൻസ് എടുക്കുമ്പോൾ ½ mv1² മൈനസ് ½ mv1² മൈനസ് ½ mv2² ഇസ് ഈക്വൽ ടു hf1 -5 മൈനസ് hf2 ബ്രാക്കറ്റ് കൊടുക്കണം -5 എന്ന് എഴുതണം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ എഴുതുകയാണെങ്കിൽ ഇവിടെ +5 എന്ന് വരും. ഈ 5 കട്ട് ചെയ്ത് പോകും. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് h കോമൺ ആക്കി എടുത്താൽ f1 മൈനസ് f2 എന്ന് കിട്ടും. ഇവിടെ ഞാൻ ½ m കോമൺ ആക്കി എടുത്താൽ v1² മൈനസ് v2² എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ v1² മൈനസ് v2² ഇസ് ഈക്വൽ ടു 2h/m ഇൻറ്റു f1 മൈനസ് f2. 2h/m ഇൻറ്റു f1 മൈനസ് f2. v1² മൈനസ് v2² ഇസ് ഈക്വൽ ടു 2h/m ഇൻറ്റു f1 മൈനസ് f2. ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇവിടെ ഇതിൻ്റെ മുകളിലൊരു പവർ (1/2) ഉണ്ട് കേട്ടോ. ഓപ്ഷൻ 1ൻ്റെ മുകളിൽ ഇവിടെ ഒരു (1/2) ഉണ്ട്. അതൊന്നും കാണാതിരിക്കല്ലേ. ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 2 ആണ് ആൻസർ. എനിക്ക് തോന്നുന്നതാ നിങ്ങളിത് സൂം ചെയ്താലേ കാണുള്ളൂ തോന്നുന്നുട്ടാ. ഇതിൻ്റെ പവർ ഇവിടെ ഒരു 1/2 ഉണ്ട് കേട്ടോ. ഇത് കാണാത്തവർ പറ്റില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ആ ഓപ്ഷൻ 1ൻ്റെ പവർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. മനസ്സിലായോ? ലിസൺ ഇത് നോക്ക്. ഓക്കെ, the stopping potential when a metal with work function 0.6 electron volt is illuminated when the light of energy 2 electron volt will be. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് ചോദ്യം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ. വാട്ട് ഈസ് കൈനറ്റിക് എനർജി? F1 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് അദ്വൈത്. F1 F2 എന്ന് പറയുന്നത്, F1 ഈസ് ഫ്രീക്വൻസി, F2 ഈസ് അനദർ ഫ്രീക്വൻസി. സോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് V0 ആണ്. കൈനറ്റിക് എനർജിയും അതേപോലെ തന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ ആണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു EV0. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു EV0. സോ സർ, വൈ ഡിഡ് യു ഡിനോട്ട് ഫോട്ടോ കാഥോഡ്സ് വിത്ത് 5? വൈ ഡിഡ് യു? ഞാൻ ഫോട്ടോ കാഥോഡിൻ്റെ വർക്ക് ഫംഗ്ഷൻ സെയിം ആണെന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഫോട്ടോ കാഥോഡിൻ്റെ ഈ 5 റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് വർക്ക് ഫംഗ്ഷനാണ്. ഫോട്ടോ കാഥോഡ്സ് ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് രണ്ടിൻ്റെയും വർക്ക് ഫംഗ്ഷൻ സെയിം ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സർ, വിൻ്റെ സ്ക്വയർ ഇല്ലല്ലോ. വിൻ്റെ സ്ക്വയർ ഇതാ v1² v2² ഇതാ v1² മൈനസ് v2² ഈക്വൽ ടു h/m ഇൻറ്റു f1 മൈനസ് f2. വാട്ട് ഹാപ്പൻഡ്? ഓ, നിങ്ങൾ a² മൈനസ് b² നിങ്ങൾ a മൈനസ് b² എന്ന് എഴുതിയിട്ട് റൂട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയതാലേ ഓപ്ഷൻ 1 തന്നെ. അങ്ങനെ ചെയ്തിട്ടാണ് ഓപ്ഷൻ 1 പറയുന്നത്. എണീറ്റ് നിന്നിട്ട് തലക്കൊന്ന് എണീറ്റ് നിന്നിട്ട് എന്താ ചെയ്യേണ്ട? എണീറ്റ് നിന്നിട്ട് നേരെ മതിൽ പോയി തലകൊണ്ട് ഒരു ഇടിയം കടിച്ചോട്ടോ. ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു കാഥോഡ് കൺസിഡർ ചെയ്യുന്നു. ഇവിടേക്ക് ഞാനൊരു ലൈറ്റിനെ കടത്തി വിടുന്നു. ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇതിലേക്ക് മൂവ് ചെയ്യുന്നു. സോ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആക്കുമ്പോൾ ഒരു ഇലക്ട്രോണും ഇങ്ങോട്ടേക്ക് വരാതെ നിൽക്കുന്ന ഫോട്ടോ കറണ്ട് 0 ആവുന്ന, ഓക്കെ, ഫോട്ടോ കറണ്ട് 0 ആവുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഫോട്ടോ കറണ്ട് 0 ആവുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ ഇവിടെ നോക്കുക, ഇവിടെ കൈനറ്റിക് എനർജി നിങ്ങൾക്ക് കണ്ടുപിടിക്കുക. എന്താ കൈനറ്റിക് എനർജി? എനർജി ഈസ് ഗിവൺ ദാറ്റ് 2 വർക്ക് ഫംഗ്ഷൻ ഈസ് ഗിവൺ ദാറ്റ് 0.6. 2 മൈനസ് 0.6 എന്ന് പറഞ്ഞാൽ 1.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ EV0 ആണ്. അപ്പുറത്തും E ഉണ്ട്, ഇപ്പുറത്തും E ഉണ്ട്. E മീൻസ് 1.6 × 10⁻⁹ ആണ്. സോ V0 is equal to 1.4 volt. V0 is equal to 1.4 volt. Answer is option A. Answer is option A. Answer is option A. Then പിന്നെ ഡി ബ്രോയ് വേവ് ലെങ്ത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ അല്ലേ, അതിന് മാഗ്നിറ്റ്യൂഡ് വെച്ചാൽ ഞാൻ പറയുന്നത്. സർ, വാട്ട് ഈസ് EV? നോ,
ഇ വി എന്നോ എന്താ സൂറ? കൈനറ്റിക് എനർജി, അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ടൈമിൽ നമ്മൾ കൈനറ്റിക് എനർജിക്ക് പഠിക്കുന്ന റിലേഷനാണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇ വി സീറോ. ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, വി സീറോ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ നിങ്ങൾക്ക് 1.4 ഇലക്ട്രോൺ വോൾട്ട് കിട്ടുമ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ ചാർജാണ്. ഈ ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ 1.6 × 10⁻⁻⁹ എന്നാണ് ഇത്. ഇപ്പുറത്തും 1.6 × 10⁻⁻⁹ എഴുതി, ഇപ്പുറത്തും 1.6 × 10⁻⁻⁹ എഴുതാനുള്ള മടി കൊണ്ട് ഞാൻ ഇപ്പുറം ഈ എന്നുള്ള ടൈമിനെ കട്ട് ചെയ്തതാണ്. എൻ്റെ ചോദ്യം, ഇലക്ട്രോൺ വോൾട്ട് എന്തിൻ്റെ യൂണിറ്റാ? ഇലക്ട്രോൺ വോൾട്ട് ആരുടെ യൂണിറ്റാ? ഇലക്ട്രോൺ വോൾട്ട് ആരുടെ യൂണിറ്റ് ആണ്? പറയടാ, ഇലക്ട്രോൺ വോൾട്ട് ആരുടെ യൂണിറ്റാ? ഇ വി, ഇലക്ട്രിക് വെഹിക്കിൾ. ഓൻ തന്നെ സ്മൈൽ ഇട്ടിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആ പറഞ്ഞ ആ ഒരു മോൻ ഹി 4986 പറഞ്ഞ ആ ഒരു കോമഡിക്ക് നിങ്ങളൊരു ചിരി കൊടുക്കും മക്കളെ, എല്ലാവരും ഒരു ചിരി കൊടുക്കൂ. ആ ചിരി കൊണ്ട് അവനൊന്ന് സന്തോഷിക്കട്ടെ. ഇലക്ട്രോൺ വോൾട്ടിന് അവൻ പറഞ്ഞ പേരാണ് ഇലക്ട്രിക് വെഹിക്കിൾ. ഫുൾ മാർക്ക്, പൊളി. ഓക്കെ, നീ വേറെ ലെവൽ. ഓക്കെ, ഇത് നോക്ക്, 2-3 ചോദ്യം കൂടി നമുക്ക് ഇനി കെമിസ്ട്രിക്കും കൂടി ഡിസ്കഷൻ ഉണ്ട്. സോ ദ റേഷ്യോ ഓഫ് ദ എനർജിയുടെ യൂണിറ്റ് ആട്ടോ ഇലക്ട്രോൺ വോൾട്ട്. അത് അറിയില്ല എന്ന് പറയരുത്. 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻⁹ ജൂൾ. 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻⁹ ജൂൾ. ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാനും ഇലക്ട്രോൺ വോൾട്ടിനെ ജൂൾ ആക്കാനുമുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി കെയർഫുൾ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, the ratio of respective de Broglie wavelength associated with the electrons accelerated from rest. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വേണം വേവ് ലെങ്ത് ലാംഡയുടെ ഇക്വേഷൻ. ഇലക്ട്രോൺ ആവുന്ന സമയത്ത് ലാംഡ is equal to 1.229 divided by √v ആങ്സ്ട്രോങ്. എന്താണ്? 1.227 അല്ലേ? 1.227 ആണ്, നോട്ട് 9. 1.227 divided by √v ആങ്സ്ട്രോങ്. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാമെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത്, ഡി ബ്രോയി വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ ആണ് ലാംഡ is equal to 1.227 divided by √v ആങ്സ്ട്രോങ്. ദെൻ ഇവിടെ എന്താ ചോദ്യം? The ratio of de Broglie wavelength associated with electron accelerated from rest with voltage 100, 200, 300. So lambda is inversely proportional to 1 by √v അല്ലേ? So lambda 1 is to lambda 2 is to lambda 3 എന്ന് പറഞ്ഞാൽ 1 by √v1 is to 1 by √v2 is to 1 by √v3 അല്ലേ വരിക? 1 by √100 is to 1 by √200 is to 1 by √300 വരും. എല്ലാത്തുനിന്നും 1 by √200 എടുക്കുക. യെസ്, എന്താ വരിക? 12.27 ആണെങ്കിൽ ആങ്സ്ട്രോങ് ആയിരിക്കും. 1.227 ആണെങ്കിൽ 1.227 ആണെങ്കിൽ നാനോമീറ്റർ ആട്ടോ. വെരി ഗുഡ് നോട്ടീസിങ് ഫോർ കാർത്തിക്. അത് പറഞ്ഞത് കറക്റ്റ് ആട്ടോ. കാർത്തിക് പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണേ. ഞാനവിടെ 1.227 divided by √v നാനോമീറ്റർ ആണ് വരിക. ആങ്സ്ട്രോങ് ആണെങ്കിൽ 12.27 ആയിട്ട് വരിക. വെരി ഗുഡ്. യെസ്, ഇത് നോക്കുക. ഇവിടെ നിൽക്കുന്ന സമയത്ത് √100 സാറ് എന്നെ മതി, ഓഫ് കോഴ്സ് നാനോമീറ്റർ ആണ്. അപ്പോൾ എല്ലാത്തിലും √100 ഉള്ളതുകൊണ്ട് അതെടുത്ത് ഒഴിവാക്കും. എല്ലാത്തിലും √100 എടുത്ത് ഒഴിവാക്കിയാൽ 1 is to 1 by √2 is to 1 by √3 എന്ന് വരും. ആൻസർ ഈസ് ഓപ്ഷൻ സി എന്ന് വരും. ഓപ്ഷൻ സി, 1 is to 1 by √2 is to 1 by √3 എന്ന് വരും. ക്ലിയർ? സോ മക്കളെ, ഞാനില്ലടാ ഒരു ചെറിയൊരു ഐഡിയയും കൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഇക്വേഷൻ കൂടി. ആ ഇക്വേഷൻ നമ്മളിന്ന് പഠിക്കാൻ പോവുക. ഇൻ കേസ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ. യെസ്, എന്താ വരിക? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. ഈ റിസൾട്ട് ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന പോലെ അത് പഠിക്കാം. റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ വിത്ത് സെയിം എനർജി. സെയിം എനർജി ആണെങ്കിൽ എന്താ മക്കളെ? സെയിം എനർജി ആണെങ്കിൽ ആർക്ക്? ഇലക്ട്രോണിനും അതേപോലെ തന്നെ ഫോട്ടോണിനും. ഇലക്ട്രോണിനും ഫോട്ടോണിനും സെയിം എനർജി ആണെങ്കിൽ അവരുടെ വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ, വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ ഡിവൈഡ് ബൈ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ C √2m divided by E ആണ്.
C into root of 2m divided by E ആണ്. C into root of 2m divided by E. C into root of 2m divided by E. എന്താ പറഞ്ഞേ ഇലക്ട്രോണിനും ഫോട്ടോണിനും സെയിം എനർജി ആണെങ്കിൽ അവരുടെ വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോവുമായി ബന്ധപ്പെട്ട ഒരു റിലേഷൻ നിങ്ങൾ പഠിക്കാനുണ്ട്. ലാംഡ ഫോട്ടോൺ ഡിവൈഡഡ് ബൈ ലാംഡ ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു C into root 2m divided by E. C into root 2m divided by E എന്നുള്ള കാര്യം മനസ്സിലാക്കിയോ. C into root 2m divided by E. റിസൾട്ട് പഠിച്ചോ മക്കളെ? റിസൾട്ട് പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. ഈ റിസൾട്ട് പഠിച്ചാൽ മതി. എന്താണത്? ആൻ ഇലക്ട്രോൺ ഓഫ് മാസ് m ആൻഡ് ഫോട്ടോൺ ഹാവ് ദ സെയിം എനർജി. Photon have the same energy E. The ratio of de Broglie wavelengths associated with them. Ratio of de Broglie wavelength associated with them എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇലക്ട്രോണും ഫോട്ടോണിൻ്റെയും എനർജി സെയിം ആണെങ്കിൽ de Broglie wavelength associated with them അല്ലേ? ഓക്കെ, സോ ലാംഡ ഫോട്ടോൺ ഡിവൈഡ് ബൈ ലാംഡ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ C into root of 2m divided by E ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ ടു പ്രോട്ടോൺ ആണ്. എന്താണ്? ഇലക്ട്രോൺ ടു പ്രോട്ടോൺ ആയതുകൊണ്ട് ലാംഡ ഇ ഡിവൈഡ് ബൈ ലാംഡ പി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ ടു ഫോട്ടോൺ ചോദിച്ചാൽ സീൻ്റെ റെസിപ്രോക്കൽ 1/c റൂട്ട് 2m ബൈ എഴുതുമ്പോൾ E by 2m എന്ന് വരും. സോ ആൻസർ വിൽ ബി 1/c into E by 2m all raised to 1/2. ഈ റിസൾട്ട് മക്കൾ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. രണ്ട് ആളുകൾ ഇലക്ട്രോണിൻ്റെയും ഫോട്ടോണിൻ്റെയും എനർജി ഈക്വൽ ആവുകയാണെങ്കിൽ, എന്താണ്? ഇലക്ട്രോണിൻ്റെയും ഫോട്ടോണിൻ്റെയും എനർജി ഈക്വൽ ആവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്താ? ഇലക്ട്രോണിൻ്റെയും ഫോട്ടോണിൻ്റെയും എനർജി ഈക്വൽ ആവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ലാംഡ ഫോട്ടോൺ ഡിവൈഡ് ബൈ ലാംഡ ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു C into root of 2m divided by E. C into root of 2m divided by E എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. C into root of 2m divided by E. സോ ചോദ്യം ശ്രദ്ധിക്കണം 1/E into, അതായത് ഫോട്ടോൺ ടു ഇലക്ട്രോൺ ആണോ ഇലക്ട്രോൺ ടു ഫോട്ടോൺ ആണോ നോക്കണേ. ചോദ്യം ശ്രദ്ധിക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. സോ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ പെട്ടെന്ന് പറയൂ. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറും കൂടി പറഞ്ഞാൽ നമുക്ക് കെമിസ്ട്രിയിലേക്ക് കൈമാറാം. സോ വാട്ട് ഈസ് ദ ആൻസർ? സുദർശൻ സാർ ഈസ് റെഡി ഫോർ യു. സുദർശൻ പറഞ്ഞോളൂ. ആൻസർ പെട്ടെന്ന് പറയൂ മക്കളെ. പെട്ടെന്ന് ആൻസർ പറഞ്ഞിട്ട് വേണം ഇനി കെമിസ്ട്രിയിൽ പെട്ടെന്ന് ആൻസർ പറയാം അല്ലേ? അല്ല, അവര് വേഗം പറയുന്നുണ്ട്. പഠിച്ചു വന്ന പിള്ളേരാണെങ്കിൽ നല്ലതാ. അവര് പഠിച്ചിട്ടില്ലേ? അടുത്ത ചോദ്യം എന്താ സാർ? അങ്ങനെ ചോദ്യം തീർന്നു ലാസ്റ്റിന്റെ അടുത്ത്. അടിപൊളി. സോ ലിസണിന്റെ ആൻസർ എടാ. ഇഫ് വി അസ്യൂം കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു എനർജി ഓഫ് ഫോട്ടോൺ. അതായത് ഇവിടെ ഇലക്ട്രോണിന് പകരം എന്താ കൊടുത്തത്? പ്രോട്ടോൺ കൊടുത്തു എന്നേ ഉള്ളൂ. സോ രണ്ടും ഈക്വൽ ആണെങ്കിൽ റേഷ്യോ ഓഫ് de Broglie വേവ് ഓഫ് പ്രോട്ടോൺ ടു ഫോട്ടോൺ ആണ്. നമ്മൾ പഠിച്ചത് ലാംഡ ഫോട്ടോൺ ഡിവൈഡ് ബൈ ലാംഡ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ C into root of 2m divided by E ആണ്. ഇവിടെ നേരെ തിരിച്ച് ലാംഡ ഇലക്ട്രോൺ ഡിവൈഡ് ബൈ ലാംഡ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ 1/c into root of 2m divided 1/c into root of E divided by 2m ആണ്. സോ ഇവിടെ ഇലക്ട്രോൺ ടു ഫോട്ടോൺ ആണ്. ഇവിടെ ഇലക്ട്രോണിൻ്റെ പകരം എന്ത് കൊടുത്തു? പ്രോട്ടോൺ എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. സോ റേഷ്യോ എടുക്കുമ്പോൾ എനർജി E is directly proportional to lambda E divided by lambda P. E is directly proportional to E raised to 1/2. So the answer is C. രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ C എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ മക്കളെ ഇതുവരെ എടുത്ത ഇക്വേഷൻസും പ്രോബ്ലംസ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ യു ഗൈസ് ആർ ഓസം. നന്നായിട്ട് പഠിക്കുക. ഇനി സുദർശൻ സാറെ ക്ലാസ് കൂടി കയറുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി ഓസം ആയിക്കോളും. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. ബൈ ബൈ. താങ്ക് യു ആദിൽ സാർ. മക്കളെ എല്ലാം റെഡി അല്ലേ? റെഡിയാണോ മക്കളെ? എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? മക്കളെ? എന്തായാലും കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടാവും അല്ലേ? എല്ലാവരും നോട്ട്സൊക്കെ നോക്കിയിട്ടാണോ വന്നത്? നോട്ട്സ് നോക്കിയിട്ടില്ലെങ്കിൽ നോട്ട്സ് നിങ്ങളുടെ സൈഡിൽ വെക്കുക കേട്ടോ. നിങ്ങളുടെ സൈഡിൽ വെക്കുക. കാര്യം റെഫർ ചെയ്ത് എൻ്റെ ഒപ്പം തന്നെ സാറ് സോൾവ് ചെയ്യാൻ നിൽക്കരുത്. സാറ് സ്പൂൺ ഫീഡ് ചെയ്യാനായിട്ട് കാത്ത് നിൽക്കരുത്. നിങ്ങൾ തന്നെ സ്വയം ചെയ്യാൻ നോക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ചാപ്റ്റർ ആയാലും ശരി.
ഓക്കെ, അപ്പോൾ നമുക്ക് കേക്കുണ്ട് സാറേ, കേക്കുണ്ടാ കാണുണ്ടോ? അപ്പം നമുക്ക് തുടങ്ങാം, നമുക്ക് സെറ്റാക്കാം, നമുക്ക് സെറ്റ് മസാലയാക്കാം. ആക്കണ്ടേ? റെഡി ആക്കണ്ടേ? ഒരു മിനിറ്റ് ഇടാ മക്കളെ, ഞാൻ ഈ സ്ലൈഡ് ഒന്ന് ലോഡ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഗുഡ് ഈവനിങ് എല്ലാ കുട്ടന്മാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് 3 ടോപ്പിക്സ് ഡീൽ ചെയ്തിരുന്നു. ഏതൊക്കെയാ? പ്യൂരിഫിക്കേഷൻ ഡീൽ ചെയ്തു, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, പ്യൂരിഫിക്കേഷൻ, അതേപോലെ തന്നെ ഐസോമെറിസം ഡീൽ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഡീൽ ചെയ്തത് എന്താണ്? നോമൻക്ലേച്ചർ ഡീൽ ചെയ്തു. അപ്പോൾ 3 ഭാഗത്തു നിന്നും റാൻഡം ആയിട്ട് ചറപറ ക്വസ്റ്റ്യൻസ്. കാര്യം നീറ്റ് പേപ്പർ അങ്ങനെയായിരിക്കുമല്ലോ, അല്ലാണ്ട് ഓർഡറിലല്ല ഞാൻ തരാൻ പോകുന്നത്, റാൻഡം ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെമ്മറിക്ക് കൂടുതലൊരു ടെസ്റ്റ് ആയിരിക്കും. റാൻഡം ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്, ഒരു ഓർഡറിലല്ല തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ചിലതൊക്കെ ഓർഡറിലായിരിക്കും, ചിലതൊക്കെ റാൻഡം ആയിരിക്കും. അപ്പോൾ എല്ലാവരും നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഹാസ് അസിമെട്രിക് കാർബൺ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് അസിമെട്രിക് കാർബൺ? അസിമെട്രിക് കാർബൺ ഉള്ള ആരാണ് എന്നാണ് ചോദ്യം. അസിമെട്രിക് കാർബൺ ഉള്ള ആരാണ് എന്നാണ് ചോദ്യം. അസിമെട്രിക് എന്താടാ കാണുന്നില്ലേ? അസിമെട്രിക് കാർബൺ ഉള്ള ആരാണെന്നാണ് ചോദ്യം. അസിമെട്രിക് കാർബൺ ഞാൻ വേണമെങ്കിൽ ഓപ്ഷൻ ഡി ഇവിടെ വരച്ച് കാണിച്ചു തരാം. മക്കളെ എല്ലാവരും നോക്കുക. ഓപ്ഷൻ സി വരെ കാണാമല്ലോ, അപ്പം സൂം ആക്കിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. ഓപ്ഷൻ ഡി വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ട്. അപ്പോൾ ഇതിലേതിലാണ് അസിമെട്രിക് കാർബൺ ഉള്ളത്? അസിമെട്രിക് കാർബൺ എന്ന് പറയുമ്പോൾ എന്താണ്? കൈറൽ കാർബൺ. അസിമെട്രിക് കാർബൺ മീൻസ് കൈറൽ കാർബൺ. അതായത് ഒരു കാർബണിൽ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. നമുക്ക് ആദ്യത്തെ കോമ്പൗണ്ട് നോക്കാം. ഈ കാർബൺ എടുത്തേ മക്കളെ. ഈ കാർബൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ പറയും സാർ ഈ കാർബൺ അസിമെട്രിക് കാർബൺ ഉണ്ടെന്ന് പറയും. പക്ഷെ അല്ല. ഹൈഡ്രജൻ, ബ്രോമിൻ, ഇവിടെ CH2 ഗ്രൂപ്പ്, ഇവിടെ CH2 ഗ്രൂപ്പ്. അപ്പോൾ എന്തായാലും ഇവിടെ അസിമെട്രിക് കാർബൺ ഇല്ല. ഇപ്പോൾ ഈ കാർബണിനെ ഒന്നും ചെക്ക് ചെയ്യാൻ തന്നെ നിൽക്കണ്ട മക്കളെ. ഡബിൾ ബോണ്ടഡ് കാർബണിലൊന്നും ചെക്ക് ചെയ്യാനേ നിൽക്കണ്ട കേട്ടോ. കാര്യം അസിമെട്രിക് കാർബൺ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അസിമെട്രിക് കാർബൺ എന്ന് പറയുമ്പോൾ sp3 ആയിരിക്കണം. sp3 കാർബൺ, അതായത് ടെട്രാഹൈഡ്രൽ കാർബൺ വിത്ത് 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. കൈറൽ കാർബൺ എന്ന് പറയുമ്പോൾ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, കൈറൽ കാർബൺ എന്ന് പറയുമ്പോൾ ടെട്രാഹൈഡ്രൽ കാർബൺ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച്. ടെട്രാഹൈഡ്രൽ കാർബൺ വിത്ത് 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അതായിരിക്കണം. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ പറയും സാർ ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഇവിടെ ഒരു കാർബൺ വരുന്നു, ഇവിടെ ഒരു ബ്രോമിൻ വരുന്നു, ഇവിടെ ഒരു അയഡിൻ വരുന്നു. സാർ ഇതെല്ലാം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പിടിച്ചിടിക്കും. ഓക്കെ, ടെട്രാഹൈഡ്രൽ കാർബൺ ആയിരിക്കണം. ഡബിൾ ബോണ്ടഡ് കാർബണോ ട്രിപ്പിൾ ബോണ്ടഡോ കാർബണോ ഒരിക്കലും കൈറൽ കാർബൺ ആവാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചേ മക്കളെ. ഓപ്ഷൻ ബി ശ്രദ്ധിച്ചേ മക്കളെ. നമ്മൾ റിങ്ങിൽ കൈറൽ കാർബൺ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കാർബൺ കൈറലാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ കാർബണിൽ ബ്രോമിൻ ഒരു ഗ്രൂപ്പ്, പിന്നെ അതേപോലെ തന്നെ ഹൈഡ്രജൻ രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ നാലാമത്തെയും ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ റിങ്ങിൽ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ നോക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുക. ഈ പോയിന്റിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നോക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ നോക്കിക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ CH2, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ CH2. സോ ബേസിക്കലി രണ്ടും സെയിമാണ്. അപ്പോൾ ബേസിക്കലി ഇത് കൈറൽ അല്ല. അപ്പോൾ ഈ കാർബൺ 2 ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ, എന്തായാലും കൈറൽ അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ സി നമുക്ക് നോക്കാം. ഈ കാർബൺ എടുക്കാം. ഇവിടെ ബ്രോമിൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഈ ഗ്രൂപ്പ് ക്ലോക്ക് വൈസ് പോവുകയാണെങ്കിൽ CH2, ആൻറ്റി ക്ലോക്ക് വൈസ് പോവുകയാണെങ്കിൽ CH2. മനസ്സിലായ മക്കളെ? ക്ലോക്ക് വൈസ് പോയപ്പോൾ CH, CH, CH2, ആൻറ്റി ക്ലോക്ക് വൈസ് പോയപ്പോൾ CH2. സോ ദാറ്റ് മീൻസ്
ആ രണ്ടെണ്ണവും ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ പോയപ്പോഴും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഹൈഡ്രജൻ ഒന്ന്, ബ്രോമിൻ ഒന്ന്. സോ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. സി ഈസ് ദി ആൻസർ. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓപ്ഷൻ ഡി ഒന്ന് വെറുതെ ഒന്ന് നോക്കാം. വെറുതെ ഇരിക്കുകയല്ല നമ്മൾ. ഇതെന്തായാലും കയറിലല്ല, ഡബിൾ ബോണ്ടഡ് കാർബൺ കയറിലല്ല. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഈ കാർബൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ബ്രോമിൻ. പക്ഷേ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നോക്കുമ്പോൾ സെയിം ഗ്രൂപ്പ്സ് ആണ്. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നോക്കുമ്പോൾ സെയിം ഗ്രൂപ്പാണ്. ഇസ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? സോ സി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒപ്റ്റിക്കൽ റൊട്ടേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് കോമ്പൗണ്ട് ഇസ് 36 ഡിഗ്രി. ഞാൻ പറഞ്ഞില്ല ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്താണ്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന, അതായത് ദ ആംഗിൾ ടു വിച്ച് ഇറ്റ് ഇസ് റൊട്ടേറ്റഡ്. ഇപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. അത് ഈ പറഞ്ഞ പോലെ ഒരു കണ്ടെയ്നർ കണ്ടെയ്നിങ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിൽ കൂടെ പോവുകയാണ്. ഇതേ ഇവിടെ നടുക്കൊരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ഉണ്ട്. ഇതിൽ കൂടെ പോവുകയാണെങ്കിൽ അത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിരുന്ന ലൈറ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അതായത് പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ മാറും. ഓക്കെ, ഒരു ആംഗിളിൽ അത് റൊട്ടേറ്റ് ആവും. സോ അത് 36 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ദെൻ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് പെർട്ടിക്കുലർ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ എന്തായിരിക്കും? എല്ലാവരും നോക്കിക്കേ മക്കളെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ കോമ്പൗണ്ട് ഇതൊരു മീസോ കോമ്പൗണ്ട് അല്ലേ? ഇതൊരു മീസോ കോമ്പൗണ്ട് അല്ലേ മക്കളെ? ഇതൊരു മീസോ കോമ്പൗണ്ട് അല്ലേ? സാറിന് എങ്ങനെ മനസ്സിലായത് മീസോ കോമ്പൗണ്ടാന്ന്? സാറ് രാവിലെ തന്നെ പറഞ്ഞിരുന്നു മക്കളെ, ഈ കാർബൺ കൈറലാണ്. 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്. 1, 2, 3, 4. നാലാമത്തെ ഗ്രൂപ്പ് നോക്കിയാൽ മൊത്തം 4ാമത്തെ ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ഈ കാർബണും കൈറലാണ്. 1, 2, 3, 4. അപ്പോൾ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ് അല്ലേ? അപ്പോൾ മോർ ദാൻ 1 കൈറൽ കാർബൺ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. മോർ ദാൻ 1 കൈറൽ കാർബൺ പ്രസന്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. അപ്പോൾ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അല്ലേ? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒപ്റ്റിക്കൽ റൊട്ടേഷൻ 0 ആണ് അല്ലേ? അതായത് ദിസ് ഇസ് നോട്ട് ആൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. ഇതൊരു മീസോ കോമ്പൗണ്ടാണ്. മീസോ കോമ്പൗണ്ട് എന്താണെന്ന് സാർ രാവിലെ പറഞ്ഞു തന്നിരുന്നു. ഒന്നിൽ കൂടുതൽ കൈറൽ കാർബൺസ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഡ്യൂ ടു പ്ലെയിൻ ഓഫ് സിമെട്രി. ഒന്നിൽ കൂടുതൽ കൈറൽ കാർബൺ ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഡ്യൂ ടു പ്ലെയിൻ ഓഫ് സിമെട്രി. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് വൺ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി? ഇതിൽ ആരാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാത്തത്? നമുക്ക് ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എയിൽ ഒരു കൈറൽ കാർബൺ ഉണ്ട്. ഇതൊരു കൈറൽ കാർബൺ അല്ലേ? C2H5, CH3, ഹൈഡ്രജൻ, പിന്നെ ഈ ഗ്രൂപ്പ്. അപ്പോൾ ഒരു കൈറൽ കാർബണേ ഉള്ളൂവെങ്കിൽ എന്തായാലും അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഒരു കൈറൽ കാർബണേ ഉള്ളൂവെങ്കിൽ 100% അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. രണ്ടാമത്തെ നോക്കാം. ഈ കാർബണിൽ ഹൈഡ്രജൻ, ഒരു സൈക്ലോപ്രൊപ്പൈൽ ഗ്രൂപ്പ്, ഒരു ഫീനൈൽ ഗ്രൂപ്പ്, ഒരു സൈക്ലോ ഹെക്സൈൽ ഗ്രൂപ്പ്. 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു കൈറൽ കാർബൺ ഉണ്ട്. ഇത് മാത്രമേ കൈറൽ കാർബൺ ആയിട്ടുള്ളൂ ഇവിടെ. സോ ഒരു കൈറൽ കാർബൺ ഉള്ളുവെങ്കിൽ അത് എന്തായാലും ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. അപ്പോൾ ഇതും ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ഇത് നോക്കാം മക്കളെ. CH3, CH2, CH2, CH2OH. ഇതിന് കൈറൽ കാർബണേ ഇല്ല മക്കളെ. ദിസ് ഇസ് നത്തിങ് ബട്ട് ബ്യൂട്ടൻ 1-ol. ബ്യൂട്ടൻ 1-ol കൈറൽ കാർബണേ ഇല്ല. സോ ബേസിക്കലി ദിസ് ഇസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. നമുക്ക് ഓപ്ഷൻ ഡിയും കൂടി വെറുതെ ഒന്ന് നോക്കാം. ഓപ്ഷൻ ഡിയിൽ ഒരു കൈറൽ കാർബൺ ഉണ്ട്. ഇത് ഹൈഡ്രജൻ ഉണ്ട്, OH ഉണ്ട്, മീഥൈൽ ഉണ്ട്, ഈഥൈൽ ഉണ്ട്. സോ ബേസിക്കലി ഒരു കൈറൽ കാർബൺ അവിടെ ഉണ്ട്. ഒരു കൈറൽ കാർബൺ ഉള്ളെങ്കിൽ 101% ദാറ്റ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. ഓപ്ഷൻ സിയിൽ കൈറൽ കാർബണേ ഇല്ല. സോ ഇറ്റ് ഇസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഇസ് ദാറ്റ് ക്ലിയർ മൈ ഡിയർ ചാമ്പ്യൻസ്? മനസ്സിലായോ മക്കളെ? സെറ്റാണോടാ? സെറ്റ് മസാലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. IUPAC നെയിം ഓഫ് ദിസ് പെർട്ടിക്കുലർ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്താണ്? എല്ലാവരും നോക്കിക്കേ. ഇതൊന്ന് നമുക്കൊന്ന് വ്യക്തമായിട്ട് ഇവിടെ വരയ്ക്കാം. C2H5 ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. C2H5 എന്ന് പറയുമ്പോൾ CH2, CH3 ഗ്രൂപ്പ്. ഇപ്പുറത്തേക്കൊരു കാർബൺ, ഇപ്പുറത്തേക്ക് CH2, 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 CH3 അല്ലേ? C4H9 അല്ലേ? C4H9 എന്ന് പറയുമ്പോൾ CH2, 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 CH3. ഇപ്പുറത്തൊരു CH3, ഇപ്പുറത്തൊരു CH3 അല്ലേ മക്കളെ? അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ എന്തായാലും ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പ്രശ്നമോ ഡബിൾ ബോണ്ടിൻ്റെയോ ട്രിപ്പിൾ ബോണ്ടിൻ്റെയോ പ്രശ്നമൊന്നുമില്ല.
നേരെ നിങ്ങൾ ലോങ്ങസ്റ്റ് ചെയിൻ നോക്കുക. ലോങ്ങസ്റ്റ് ചെയിൻ നോക്കുമ്പോൾ ഏതാണ്? ഇതല്ലേ ലോങ്ങസ്റ്റ് ചെയിൻ വരുന്നത്. ലോങ്ങസ്റ്റ് ചെയിൻ നോക്കുമ്പോൾ ഏതാ മക്കളെ? ഇതല്ലേ ലോങ്ങസ്റ്റ് ചെയിൻ വരുന്നത്. ഇതല്ലേ ലോങ്ങസ്റ്റ് ചെയിൻ വരുന്നത്. ഇനി നമ്പറിങ് നോക്കുക. നമ്പറിങ് നോക്കുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. 1 2 1 2 3 4 5 6 7 8. ഓക്കെ, മൂന്നാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ, നാലാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത എന്താ പ്രശ്നം? 1 2 3 4 5 ഫിഫ്ത്ത് പൊസിഷനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂവൻസ് ആദ്യം വരാൻ പോകുന്നത്. അതുകൊണ്ട് അതിനേലും എന്തുകൊണ്ടും നല്ലതല്ലേ, അതിനേലും എന്തുകൊണ്ടും നല്ലതല്ലേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തേർഡ് പൊസിഷനിൽ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വരും, ഫോർത്ത് പൊസിഷനിൽ വേറെ 2 മീഥൈൽ വരും. സോ 3,4,4 3,4,4 ട്രൈ മീഥൈൽ, 3 മീഥൈൽ ഉണ്ടല്ലോ, ട്രൈ മീഥൈൽ ഒക്ടെയിൻ 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. സെറ്റാണോ? സെറ്റ് മസാലയാണോ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? നെക്സ്റ്റ്, IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. ഇതിൻ്റെ IUPAC നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഒബ്വിയസ്ലി ഡബിൾ ബോണ്ട് ഉള്ള ചെയിനെ എടുക്കുക. അൺസാച്ചുറേഷൻ ഏറ്റവും കൂടുതൽ ചെയിനെ എടുക്കുക. കാര്യം ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ഒന്നുമില്ല, പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പോൾ ബേസിക്കലി ഡബിൾ ബോണ്ട് ഉള്ള ചെയിനെ എടുക്കുക, ഇവനെ എടുക്കുക. എന്നിട്ട് നമ്പറിങ് ചെയ്യുക. നമ്പറിങ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ടിന് ലീസ്റ്റ് കൊടുക്കാൻ നോക്കുക. ലീസ്റ്റ് നമ്പറിങ് 1 2, ലീസ്റ്റ് നമ്പറിങ് എന്ന് വെച്ചാൽ ലോവസ്റ്റ് പോസിബിൾ നമ്പർ കൊടുക്കാൻ നോക്കുക. 1 2 3 4 5 6. തേർഡ് പൊസിഷനിൽ ഈ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. തേർഡ് പൊസിഷനിൽ ഈ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? 3 ഈഥൈൽ ഹെക്സ് 2 ഈൻ. സെക്കൻഡ് പൊസിഷനിലല്ല ഡബിൾ ബോണ്ട് ഉള്ളത് അല്ലേ മക്കളെ? 3 ഈഥൈൽ ഹെക്സ് 3 ഈഥൈൽ ഹെക്സ് 2 ഈൻ. ആണോ? ആണോ മക്കളെ? 3 ഈഥൈൽ ഹെക്സ് 2 ഈൻ. ഇസ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? സെറ്റാണോടാ മക്കളെ? റെഡി ആണോ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? റെഡി ആണോടാ മക്കളെ? റെഡി ആണോടാ മക്കളെ? ഡൗട്ട് ഉണ്ടോടാ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following names does not fit a real name? അതായത് കള്ളപ്പേരിൽ ആരോ അറിയപ്പെടുന്നു, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പേരിൽ ആരോ കള്ളത്തരം കാണിക്കുന്നു. ഈ 4 ഓപ്ഷനിൽ ആരോ കള്ളത്തരം കാണിക്കുന്നുണ്ട്. ആരാണ് കള്ളത്തരം കാണിക്കുന്നത് നമുക്ക് നോക്കാം. 3 methyl 3 hexanon. 3 methyl 3 hexanon എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാവാൻ പറ്റുമോ? 3 methyl 3 hexanon നമുക്കൊന്ന് വരച്ചു നോക്കാം. CH3 CH2. തേർഡ് പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. തേർഡ് പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ്. അതേ തേർഡ് പൊസിഷനിൽ ഒരു മീഥൈലും ഉണ്ട്. ഇത് ഹെക്സനോണും ആവണം, ഇത് ഹെക്സനോണും ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാപ്പാ? ബിരിയാണിയും വേണം മന്തിയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂലല്ലോ. ഈ കാർബണിൽ ബേസിക്കലി 1 2 3 4 5 ബോണ്ട് വരില്ല. അങ്ങനെയാണ് 3 methyl 3 hexanon. ദാറ്റ് ഇസ് ഇമ്പോസിബിൾ അല്ലേ മക്കളെ? ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. നടക്കൂല. നടക്കണ കാര്യം പറ. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 4 methyl 3 hexanon പറ്റും. 4 methyl 3 hexanon പറ്റും. ഇപ്പോൾ 4 methyl 3 hexanon നോക്കാം. ദേ ഇവിടെ ഒരു കീറ്റോ ഗ്രൂപ്പ്, അതേപോലെ തന്നെ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്, അതേപോലെ തന്നെ CH2 CH3 1 2 3 4 4 methyl 3 hexanon. മക്കളെ 3 hexanon എന്നല്ല കേട്ടോ, 3 hexanon എന്നല്ല ശരിക്കും പേര് വരേണ്ടത്. നിങ്ങൾക്കറിയാം മക്കളെ, ഹെക്സൻ 3 എന്നാണ് ആക്ച്വൽ IUPAC കൺവെൻഷൻ. പക്ഷെ ഇതൊരു നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കൺവെൻഷനാണ്. 3 hexanon എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ സെൻസ് യൂസ് ചെയ്യാം. തേർഡ് പൊസിഷനിലെ കീറ്റോ ഗ്രൂപ്പ്. ഫൈൻ. ജീസസ് കിഡ് ചോദിക്കുന്നുണ്ട്, സർ ഇതെല്ലാം എഴുതി നോക്കാതെ ഒറ്റയടിക്ക് കണ്ടുപിടിക്കുന്ന വല്ല ട്രിക്ക് ഉണ്ടോ? ഒരു ട്രിക്ക് ഉണ്ട്. ജമ്പലക്കടി പമ്പ എന്ന് പറഞ്ഞൊരു മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. നീ തുടങ്ങിക്കോ, ഇപ്പം തുടങ്ങും. രാവിലെ ആവുമ്പോൾ ഒരു 10,000 പ്രാവശ്യം ചൊല്ലി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ട്രിക്കും കിട്ടും. എടാ ഇതിനൊക്കെ ഇത് വരച്ചു നോക്കാതെ എന്ത് ട്രിക്കാണ് നീ ഉദ്ദേശിച്ചത്? പൊന്നു കൂട്ടാ, എല്ലാത്തിനും ട്രിക്ക് ഉണ്ടെങ്കിൽ സാറുമാർ തരും മക്കളെ. പല രീതിയിൽ പല 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 ക്വസ്റ്റ്യൻസിലൊക്കെ ട്രിക്ക് ഉണ്ട്. എല്ലാത്തിനും ട്രിക്ക് വന്നു. അപ്പോൾ പിന്നെ കോൺസെപ്റ്റും ഇതൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾ പഠിക്കുക മക്കളെ? ട്രിക്ക് ഉള്ളിടത്തൊക്കെ നമ്മൾ എന്തായാലും പറഞ്ഞു തരും. ട്രിക്ക് പറയാതെ ഞങ്ങൾ എന്തായാലും വിടൂല നിങ്ങളെ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഇസ് ദി IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്? വാട്ട് ഇസ് ദി IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തലതൊട്ടപ്പൻ ആരാ മക്കളെ? കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും തല കുനിച്ചേ നിൽക്കുള്ളൂ. കാർബോക്സിലിക് ആസിഡ് ആണ് തലതൊട്ടപ്പൻ. സോ ബേസിക്കലി 1 2 3 4 5 6. 5th പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. കീറ്റോ എന്നും വിളിക്കാം, ഓക്സോ എന്നും വിളിക്കാം. കീറ്റോ എന്നും വിളിക്കാം, ഓക്സോ എന്നും വിളിക്കാം. സോ ബേസിക്കലി 5th പൊസിഷനിൽ കീറ്റോ. സോ 5 കീറ്റോ ഹെക്സനോയിക് ആസിഡ് എന്നല്ലേ വരുള്ളൂ. 5 കീറ്റോ ഹെക്സനോയിക് ആസിഡ് അതോ 5 ഓക്സോ ഹെക്സനോയിക് ആസിഡ്? ഇതിൽ ഏതാ ബെറ്റർ മക്കളെ? ഇവിടെ 2 ഓപ്ഷനും തന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് ഓപ്ഷനും തന്നിട്ടുണ്ട്. ഏതാ മക്കളെ ബെറ്റർ? 5 കീറ്റോ ഹെക്സനോയിക് ആസിഡ് ആണോ 5 ഓക്സോ ഹെക്സനോയിക് ആസിഡ് ആണോ ബെറ്റർ? 5 കീറ്റോ ഹെക്സനോയിക് എന്ന് തന്നിട്ടുണ്ട്, 5 ഓക്സോ എന്നും തന്നിട്ടില്ലേ? 5 keto or 5 oxo? Which is better, my dear students? Write the IUPAC name of the following compound. ഏതാ മക്കളെ ബെറ്റർ? ഓക്സോ ആണോ കീറ്റോ ആണോ? ഓക്സോ ആണോ കീറ്റോ ആണോ? ഓക്സോ ആണ് കുറച്ചും കൂടെ നമ്മൾ ബെറ്റർ ആയിട്ട് പറയുന്നത്. കീറ്റോ ഓക്സോ വരികയാണെങ്കിൽ ഗോ ഫോർ ഓക്സോ കേട്ടാ. കീറ്റോ ഓക്സോ വരികയാണെങ്കിൽ ഗോ ഫോർ ഓക്സോ. 5 ഓക്സോ ഹെക്സനോയിക് ആസിഡ്. ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഓക്സോ ആണ് കുറച്ചും കൂടെ ബെറ്റർ കീറ്റോനേലും. ആസ് ഇൻ കീറ്റോ യൂസ് ചെയ്യാറുണ്ട്, ബട്ട് ഓക്സോ ഇസ് ഫാർ ബെറ്റർ. ഓക്കെ ഫൈൻ. ഓ ഇവിടെ വേറൊരു കാര്യം, ഇവിടെ വേറൊരു കാര്യം അവന്മാരിട്ടിട്ടുണ്ട്. 5 കീറ്റോ ഹെക്സനോയിക് എന്നായിട്ടിരിക്കുന്നത്. ഇവിടെ ഹെക്സനോയിക് എന്നും. സ്പെല്ലിംഗ് നോക്കുക. അപ്പം അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ടോ. 5 കീറ്റോ ഹെക്സൻ ഓയിക്കും ഹെക്സൻ ഓയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ സാച്ചുറേഷൻ ആണ്, എല്ലായിടത്തും സാച്ചുറേറ്റഡ് ആണ്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഇല്ല. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി 5 കീറ്റോ ഹെക്സൻ ഓയിക്ക് തന്നെ എടുക്കുക. 5 ഓക്സോ ഹെക്സൻ നോയിക്ക് തന്നെ എടുക്കുക. ഓക്കെ, അപ്പം എന്തായാലും എനിവേ ദിസ് ഇസ് ദ ബെറ്റർ വൺ. ഓക്കെ, ഇവിടെ ഹെക്സൻ എന്നാണ്, ഇവിടെ ഹെക്സൻ. ഹെക്സ് ഇസ് ദ റൂട്ട് വേർഡ്. ഹെക്സ് ആണ് റൂട്ട് വേർഡ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാച്ചുറേഷൻ, ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട്, എ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ്, ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട്, വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്. സോ ഇവിടെ കാർബൺ കാർബൺ സാച്ചുറേറ്റഡ് ആണ്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നുമില്ല മക്കളെ. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നുമില്ല. സോ ബേസിക്കലി ഹെക്സൻ തന്നെ എടുക്കുക. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ല. ഞാനും വിചാരിച്ചമാരെ രണ്ടും തരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് ആദ്യമായിട്ടാണ്. സാർ അത് ശ്രദ്ധിച്ചിരുന്നില്ല. രണ്ടും തരുന്ന ക്വസ്റ്റ്യൻ, കീറ്റോവും ഓക്സോവും. ആക്ച്വലി ഓക്സോ ആണ് കുറച്ച് പ്രയോറിറ്റി നമ്മൾ കൊടുക്കാറ്, പക്ഷേ ഇത് ആക്ച്വലി ഭയങ്കര കൺഫ്യൂസിങ് ആണ്. 5 കീറ്റോ ഹെക്സനോയിക് ആസിഡും 5 ഓക്സോ ഹെക്സനോയിക് ആസിഡും വരികയാണെങ്കിൽ നമ്മൾ ഓക്സോ പ്രിഫർ ചെയ്യണം. പക്ഷേ ഇവിടെ ആക്ച്വലി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എ എന്ന് കൊടുത്തിട്ടുണ്ട്, ഹെക്സൻ ഓയിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്സോ കീറ്റോ വന്നു കഴിഞ്ഞാൽ ഓക്സോ ആണ് പ്രിഫർ ചെയ്യുക. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഭയങ്കര കോമൺലി യൂസ്ഡ് ആണ്. ഓക്സോവും കീറ്റോവും രണ്ടും യൂസ് ചെയ്യാം. ഇവിടെ ഓക്സോനാണ് നമ്മൾ കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കാറ്. ഓക്കെ, കീറ്റോ ഗ്രൂപ്പ് വരുമ്പോൾ. പക്ഷെ ഇവിടെ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഞാൻ ആദ്യം ഇത് കണ്ടിരുന്നില്ല, ഇവിടെ ഇ എനും ഇവിടെ എ എനും എന്നുള്ള ഡിഫറൻസ് കണ്ടിരുന്നില്ല. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എന്താണ്? ആദ്യം പ്രിൻസിപ്പൽ ചെയിനെ കണ്ടുപിടിക്കുക. ആദ്യത്തെ പണി പ്രിൻസിപ്പൽ ചെയിനെ കണ്ടുപിടിക്കുക. പ്രിൻസിപ്പൽ ചെയിൻ എന്ന് പറയുന്നത് ഇതാണ് പ്രിൻസിപ്പൽ ചെയിൻ. ഇനി പ്രിൻസിപ്പൽ ചെയിൻ്റെ നമ്പറിങ് നമുക്ക് 2 രീതിയിൽ നോക്കാം. നമുക്ക് 2 രീതിയിൽ നമ്പർ ചെയ്ത് നോക്കാം. എല്ലാവരും നോക്കുക മക്കളെ. 1 2 3 4 ഇങ്ങനെ നമ്പർ ചെയ്യണോ അതോ ഇങ്ങനെ നമ്പർ ചെയ്യണോ? 1 2 3 4 എങ്ങനെ നമ്പർ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞേ മക്കളെ. റെഡ് വേണോ ബ്ലൂ വേണോ? പ്രയോറിറ്റി ഓർഡർ ഞാൻ ക്ലാസ്സിൽ തന്നിരുന്നല്ലോ കുട്ടാ. തന്നിരുന്നല്ലോ മക്കളെ. ഞാനിപ്പോൾ മോൻ ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ മക്കളെ? പ്രയോറിറ്റി ഓർഡർ ഞാൻ ക്ലാസ്സിൽ തന്നിരുന്നല്ലോ. ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നില്ലേ മക്കളെ?
ഇപ്പോൾ പറഞ്ഞേടാ മക്കളെ, ഇതിൻ്റെ ആൻസർ പറഞ്ഞേടാ, ഇതിൻ്റെ ആൻസർ പറഞ്ഞേടാ മക്കളെ, ഇതിൻ്റെ ആൻസർ പറഞ്ഞേടാ മക്കളെ. ഒരു മിനിറ്റ് മക്കളെ, പ്രയോറിറ്റി ഓർഡറിൻ്റെ ലിസ്റ്റ് സാർ ഇവിടെ തന്നെ തരാം. ഞാൻ എഴുതിക്കൊണ്ടുവന്ന ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് തരാം. അതെന്തായാലും കാര്യം അതീനേ ചോദ്യം വരുള്ളൂ. അപ്പോൾ ബേസിക്കലി ഞാൻ അതേ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് തരാം. എന്തായാലും ചോദിച്ചതല്ലേ മോൻ. ഒരു മിനിറ്റ്. പ്രയോറിറ്റി ഓർഡറിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബേസിക്കലി നിങ്ങൾക്ക് NCERT ചോദ്യം വരുള്ളൂ. ആ NCERT ലിസ്റ്റാണിത്. കാർബോക്സിലിക് ആസിഡ്, അത് കഴിഞ്ഞ് സൾഫോണിക് ആസിഡ്, എസ്റ്റർ, ആസിഡ് ഹാലൈഡ്, അമൈഡ്, നൈട്രൈൽ, ആൽഡിഹൈഡ്, കീട്ടോൺ, ആൽക്കഹോൾ, തയോൾ, NH2, പിന്നെ ഈ പറഞ്ഞ ഐറ്റങ്ങളൊക്കെ അവസാനമുള്ള ഐറ്റങ്ങളെ നോക്കിക്കേ. ഹാലജൻ, നൈട്രോ, ആൽക്കൈൽ, ഈത്തർ, ഇവന്മാരൊക്കെ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. ഇത് ബേസിക്കലി ഈ ലിസ്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരുള്ളൂ. കാര്യം ഇതാണ് ബേസിക്കലി ഫോളോ ചെയ്യാറ്. ഓക്കെയാണ് മക്കളെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ മക്കളെ? ഇതിൻ്റെ ആൻസർ എന്താ? റെഡ് ആണോ ബ്ലൂ ആണോ? ഇവിടെ റെഡ് നമ്പറിംഗ് ആണോ ബ്ലൂ നമ്പറിംഗ് ആണോ കൊടുക്കുക? പറഞ്ഞടാ, റെഡ് നമ്പറിംഗ് ആണോ ബ്ലൂ നമ്പറിംഗ് ആണോ? ഇവിടെ ബ്ലൂ നമ്പറിംഗ് അല്ലേ കൊടുക്കുക. കാര്യം ബ്ലൂ നമ്പറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൽക്കീന് സെക്കൻഡ് പൊസിഷനും കൊടുക്കാൻ പറ്റും, ആൽക്കീന് സെക്കൻഡ് പൊസിഷൻ കൊടുക്കാൻ പറ്റും, അതേപോലെ തന്നെ ആൽക്കീന് സെക്കൻഡ് പൊസിഷൻ കൊടുക്കാൻ പറ്റും, അതേപോലെ തന്നെ ബ്രോമിന് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാൻ പറ്റും, ബ്രോമിന് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാൻ പറ്റും, ആൽക്കീന് സെക്കൻഡ് പൊസിഷൻ കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഇങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കീന് സെക്കൻഡ് പൊസിഷൻ കിട്ടും, പക്ഷെ ബ്രോമിന് ഈ പറഞ്ഞ പോലെ ഫോർത്ത് പൊസിഷനേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ലോവസ്റ്റ് നമ്പറിങ് ഓർ ലോവസ്റ്റ് ലോക്കൻ റൂൾ അറിയില്ല. ലോവസ്റ്റ് നമ്പറിങ് ഷുഡ് ബി ഗിവൺ ഫോർ സബ്സ്റ്റിറ്റ്യൂവൻസ് ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ഇവിടെ നിന്ന് നമ്പർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ പേരെന്താ വരിക മക്കളെ? 1 ബ്രോമോ ബ്യൂട്ട് 2 1 ബ്രോമോ ബ്യൂട്ട് 2 1 ആണ്. ഓക്കെ, ലോവർ സം അല്ല നോക്കേണ്ടത്, സം റൂൾ അല്ല കേട്ടോ. ലോവസ്റ്റ് ലോക്കൻ റൂളിൽ സം അല്ല നോക്കേണ്ടത്, ലോവസ്റ്റ് നമ്പറിംഗ് ആണ് നോക്കേണ്ടത്. ലോവസ്റ്റ് നമ്പറിംഗ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ 1,2,5 പൊസിഷനിൽ 1,2,5 പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നു. 1,2,5 പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നു. അതേപോലെ തന്നെ let us say 2,3,4 വേറെ സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നു. അതായത് നമ്പറിംഗ് നടത്തുമ്പോൾ. അങ്ങനെ നമ്പറിംഗ് നടത്തുമ്പോൾ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഇതാണ് എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്. നിങ്ങൾ സമ്മൊന്നും നോക്കാൻ നിൽക്കുക വേണ്ട. മക്കളെ, സമ്മൊന്നും നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ആദ്യത്തേൽ തന്നെ എവിടെയാണോ ഡിഫറൻസ് കാണുന്നത് അവിടെ തന്നെ പിടിക്കുക. ഇപ്പോൾ 1, 2 അവിടെ തന്നെ മനസ്സിലായി ഇതാണ് ലോവർന്ന്. വേറെ ഒന്നും നോക്കാൻ നിൽക്കണ്ട, സമ്മൊന്നും നോക്കാൻ നിൽക്കല്ലേ കേട്ടോ മക്കളെ. 1, 2 അവിടെ തന്നെ ഡിഫറൻസ് ഉണ്ട് 1. അപ്പോൾ ഈ ബേസിക്കലി ഈ നമ്പറിംഗ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ റാൻഡമായിട്ടൊരു എക്സാമ്പിൾ തന്നു എന്നേ ഉള്ളൂ. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, സം അല്ല നോക്കേണ്ടത്. എവിടെയാണ് പോയിന്റ് ഓഫ് ഡിഫറൻസ് വരുന്നത് അവിടെ തന്നെ കുറവുള്ള ആളെ പിടിക്കുക. ആ നമ്പറിംഗ് ആണ് എടുക്കേണ്ടത്. മനസ്സിലായ മക്കളെ? സെറ്റാണോ? നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദി IUPAC നോമൻക്ലേച്ചർ. ആഹാ മോൻ ഇപ്പോൾ ചോദിച്ചല്ലേ ഉള്ളൂ പ്രയോറിറ്റി ഓർഡറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ആൽക്കഹോള്, അമീൻ, കീട്ടോൺ, ആൽഡിഹൈഡ്. ഇവിടെ ആരാ മക്കളെ ആദ്യം വരുന്നത്? ആൽഡിഹൈഡാണ് ആദ്യം വരുന്നത്. എല്ലാവരും നോക്കിക്കേ മക്കളെ, ആൽഡിഹൈഡ് ആദ്യം വരുന്നു, അത് കഴിഞ്ഞ് കീട്ടോൺ വരുന്നു, അത് കഴിഞ്ഞ് ആൽക്കഹോൾ വരുന്നു, അത് കഴിഞ്ഞാണ് അമീൻ വരുന്നത്. സോ ബേസിക്കലി D greater than B greater than A greater than C, ഇതാണ് വരിക. ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇവൻ ജയിലി അടുത്തിടയ്ക്ക് ചോദിച്ചിരുന്നു പ്രയോറിറ്റി ഓർഡറിനെ കുറിച്ച്, IUPACൻ്റെ. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റി ഓർഡർ ഓർത്ത് വെക്കുക കേട്ടോ. 1, 2, 4, 1, 3, 3 ആണെങ്കിൽ 1, 2, 4 എടുക്കണം. 1, 2, 4 എടുക്കണം. 1, 2, 4, 1, 3, 3 ആണെങ്കിൽ 1, 2, 4 എടുക്കണം. ഞാൻ ഇപ്പോൾ റാൻഡം ആയിട്ടൊരു എക്സാമ്പിൾ തന്നുകൊണ്ട് ഞാൻ പറയാം, ആ പോയിന്റ് ഓഫ് ഡിഫറൻസ് എവിടെയാണോ അതാണ് എടുക്കേണ്ടത്. സെറ്റാണോ മക്കളെ? റെഡിയാണോടാ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊസസ് an sp carbon in its structure?
ഇത് ബേസിക്കലി ഞാൻ രാവിലെ പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിമ്മിഷ്ടം പോലെ, അതുകൊണ്ടാണ് ഞാനിവിടെ കൊണ്ടുവന്നത് മക്കളെ. എല്ലാവരും നോക്കിക്കേ, വെൻ കാർബൺ is attached to 4 sigma bonds. Carbon is attached to 4 sigma bonds. അതിൻ്റെ hybridization വരുന്നത് sp3 ആണ്. When carbon is attached to 3 sigma bonds plus 1 pi bond, അതിൻ്റെ hybridization വരുന്നത് sp2 ആണ്. When carbon is attached to 1 sigma bond and 2 pi bond, when carbon is attached to when carbon is attached to 2 sigma bonds and 2 pi bonds, it is sp hybridization. It is sp hybridization. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡബിൾ ബോണ്ടഡ് കാർബണിൽ sp2 ആയിരിക്കും, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ sp ആയിരിക്കും. അപ്പോൾ ബേസിക്കലി ഇവിടെ sp ഏതാ ഉള്ളതെന്ന് നോക്കാം. എന്തായാലും ഇതിലൊന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ പറയും സാർ ഇതിലൊന്നുമില്ല എന്ന് പറയും. പക്ഷേ എല്ലാവരും നോക്കിക്കേ മക്കളെ, CH2 ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് CH2, ഇത് sp2 ആണ്, ഇത് sp2 ആണ്. പക്ഷെ ഇവൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഈ കാർബണിൽ ഇതൊരു സിഗ്മ ബോണ്ട്, ഇതൊരു സിഗ്മ ബോണ്ട്. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ബിറ്റ്വീൻ ടു എലമെൻറ്റ്സ് ആദ്യത്തെ ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും, പിന്നെ വരുന്ന ബോണ്ടുകളെല്ലാം പൈ ബോണ്ട് ആയിരിക്കും. ആദ്യത്തെ ബോണ്ട് എപ്പോഴും സിഗ്മ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാർബണിലും ഈ ബോണ്ട് സിഗ്മ, പിന്നെ വരുന്നത് പൈ ബോണ്ട്. ഈ രണ്ട് കാർബണിലും ആദ്യത്തെ സിഗ്മ, പിന്നെ വരുന്ന പൈ ബോണ്ട്. സോ ബേസിക്കലി ഈ കാർബണിന് 2 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് SP. കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് SP ആയിരിക്കും ആൻസർ. സോ ബേസിക്കലി 3 ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ഇസ് എ ക്ലിയർ മൈ ഡിയർ ചാമ്പ്യൻസ്? സെറ്റാണോടാ മക്കളെ? നെക്സ്റ്റ് വൺ നോക്കാം. ഇൻ ജെൽദാൽസ് മെത്തേഡ്, ammonia from 5 grams of food neutralizes 30 centimeter cube of 0.1 normal acid. The percentage of nitrogen in the food. അതായത് നമുക്കൊരു സാമ്പിൾ ഉണ്ട്, ആ സാമ്പിളിൻ്റെ വെയിറ്റ് 5 ഗ്രാം. ആ സാമ്പിൾ ബേസിക്കലി ജെൽദാൽസ് മെത്തേഡിൽ കൂടെ ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 30 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് 0.1 നോർമൽ ആസിഡ് വേണമായിരുന്നു. ഓർമ്മയില്ല മക്കളെ? ജെൽദാൽസ് മെത്തേഡ് ഓർഗാനിക് കോമ്പൗണ്ട് plus H2SO4, organic compound plus H2SO4 giving you ammonium sulfate. ഈ ammonium sulfate when it is treated with NaOH gives you NH3. അത് കഴിഞ്ഞിട്ട് ഈ NH3നെ നമ്മൾ ആസിഡ് വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യും. ടൈട്രേറ്റ് വിത്ത് an acid. ടൈട്രേറ്റ് ആസിഡ് ടൈട്രേഷൻ. ഓക്കെ, ആസിഡ് ടൈട്രേഷൻ നടത്തും. ഓക്കെ, എന്നിട്ട് നമുക്കതിൽ നിന്ന് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ H2SO4 ആണ് യൂസ് ചെയ്യണമെങ്കിൽ അമോണിയം സൾഫേറ്റ് കിട്ടും. ഇപ്പോൾ ആസിഡ് H2SO4 ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് കിട്ടാൻ പോകുന്നത് അമോണിയം സൾഫേറ്റ് ആയിരിക്കും. ഗോട്ട് ഇറ്റ്? എന്നിട്ട് ഫോർമുല എന്താ മക്കളെ? പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇസ് 1.4 ഇൻറ്റു നോർമാലിറ്റി ഓഫ് ദി ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് ദി ആസിഡ് റിയാക്റ്റഡ്. യൂസ്ഡിനേൽ നല്ല വേർഡ് റിയാക്റ്റഡ്. അതായത് ഈ സ്റ്റെപ്പിൽ എത്ര വോളിയം ഓഫ് ആസിഡ് റിയാക്ട് ചെയ്തു, ദാറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ കോമ്പൗണ്ട്. സോ ബേസിക്കലി ഇവിടെ വരാൻ പോകുന്നത് 1.4 ഇൻറ്റു നോർമാലിറ്റി, ദാറ്റ് ഇസ് 0.1 ഇൻറ്റു വോളിയം ഓഫ് ആസിഡ് എത്രയാണ് മക്കളെ? വോളിയം ഓഫ് ആസിഡ് എത്ര? 30 ഡിവൈഡഡ് ബൈ വെയിറ്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.84 അല്ലേ മക്കളെ? ഒരു കാര്യം മനസ്സിലാക്കണം, പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാർ ഇവിടെ വോളിയം ഏത് യൂണിറ്റിലാണ്? ദിസ് വോളിയം ഓഫ് ആസിഡ്, ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഈ വോളിയം ഓഫ് ആസിഡിൻ്റെ യൂണിറ്റ് ഷുഡ് ബി മില്ലിലിറ്റർ. മറക്കരുത് മക്കളെ, എന്നാലേ ആ ഫോർമുല വാലിഡ് ആവുള്ളൂ. ലിറ്ററിലാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വോളിയം ലിറ്ററിലാണെങ്കിൽ മില്ലി ലിറ്ററിലേക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇത് സെൻറ്റിമീറ്റർ ക്യൂബിലല്ലേ? 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1 മില്ലി ലിറ്റർ ആണല്ലോ. അപ്പോൾ 30 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മില്ലി ലിറ്റർ. അതിൽ വലിയ സംശയമൊന്നുമില്ല. സെറ്റാണോ മക്കളെ? സെറ്റ് മസാലയാണോ? സോ ബേസിക്കലി ഇവിടെ ആൻസർ കിട്ടാൻ പോകുന്നത് 1 ആണ്. ആൻസർ കിട്ടുക. നെക്സ്റ്റ്, ഇൻ ജെൽദാൽസ് മെത്തേഡ് നൈട്രജൻ പ്രസൻറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ആസ്. ജെൽദാൽസ് മെത്തേഡിൽ നൈട്രജൻ പ്രസൻറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ആസ്. എന്തായിട്ടാണ് നൈട്രജൻ കൺവേർട്ട് ആവുന്നത്? അമോണിയ ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് അമോണിയ. ആ അമോണിയ അല്ലേ പിന്നെ ടൈട്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നല്ല ഫോർമുല വരുന്നത്. സോ നൈട്രജൻ ഇസ് കൺവേർട്ടഡ് ടു അമോണിയ. എന്നിട്ട് അതാണ് പിന്നീട്
ഓക്കെ, നൈട്രജൻ കൺവേർട്ടഡ് ആസ് NH3 ഓർ അമോണിയം സൾഫേറ്റ്. ശരിക്കും പറഞ്ഞാൽ അമോണിയയാണ്, അമോണിയയിലൊക്കെയാണ് മാറ്റുന്നത്. എന്നിട്ട് ഫൈനലി ഇത് ടൈട്രേറ്റ് ചെയ്ത് ഇവിടെ അമോണിയം സൾഫേറ്റ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ അമോണിയം സൾഫേറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അത് ബേസിക്കലി ഡിപ്പെൻസ് ഓൺ ദ ഫൈനൽ ആസിഡ് ദാറ്റ് യു യൂസ്. ഇൻസ്റ്റെഡ് ഓഫ് H2SO4 നിങ്ങൾ വേറെ ഏതെങ്കിലും ആസിഡ് ആണെങ്കിൽ ഈ അമോണിയ ഇപ്പോൾ HCl ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ അമോണിയ വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു അമോണിയം ക്ലോറൈഡ്. അപ്പോൾ ബേസിക്കലി ജൽദാൽസ് മെത്തേഡിൽ നൈട്രജൻ ഇസ് കൺവേർട്ടഡ് ടു അമോണിയ, അത് മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ ടൈട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ അമോണിയ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, Jaldal's method is not applicable to. Jaldal's method is not applicable to. മക്കളെ Jaldal's method is not applicable to. ഓർമ്മയുണ്ടോ മക്കളെ? It is not applicable to nitro compounds. It is not applicable to azo compounds. And it is not applicable to heterocyclic nitrogen containing compound. Heterocyclic nitrogen containing compounds. Heterocyclic nitrogen containing compounds. Heterocyclic nitrogen containing compounds. അതായത് ഫോർ എക്സാമ്പിൾ പിരിഡീൻ എന്ന് പറഞ്ഞ ഈ ആശാൻ ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റിംഗ് ആണ്. ഇറ്റ് ഈസ് എ റിംഗ് ഇൻ വിച്ച് നോട്ട് ഓൾ ദി ആറ്റംസ് ആർ സെയിം. ഹോമോസൈക്ലിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബെൻസീൻ, സൈക്ലോപ്രൊപ്പൈൻ, സൈക്ലോബ്യൂട്ടൈൻ ഒക്കെ ഹോമോസൈക്ലിക്. ആ റിങ്ങിലെ എല്ലാം സെയിം ആറ്റമാണ്. പക്ഷേ ഈ റിങ്ങിലെ ഇത് കാർബൺ, ഇത് കാർബൺ, ഇത് കാർബൺ, ഇത് കാർബൺ, ഇത് കാർബൺ, പക്ഷേ ഇയാൾ ഡിഫറെൻ്റ്. ആ റിങ്ങിലെ ഒരാളെങ്കിലും ഡിഫറെൻ്റ് ആണെങ്കിൽ ദാറ്റ്സ് ഹെട്രോസൈക്ലിക്. അപ്പോൾ ഇഫ് ഹെട്രോസൈക്ലിക് നൈട്രജൻ ഇസ് പ്രസൻറ്റ്, അത് ജൽദാൽസിൽ വർക്ക് ചെയ്യില്ല. സോ ബേസിക്കലി 1 ആണ് ആൻസർ. സെറ്റാണോ, സെറ്റ് മസാലയാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.395 grams of an organic compound by Carrier's method for the estimation of sulfur gave 0.582 of BaSO4. The percentage of sulfur in the compound is. മക്കളെ നിങ്ങൾക്ക് ഫോർമുല ഓർമ്മയുണ്ടല്ലോ സാർ, ഈ ലിസ്റ്റ് തയ്യാറാക്കി തന്നിരുന്നു. കാരിയസ് മെത്തേഡിൽ സൾഫറിൻ്റെ എസ്റ്റിമേഷനിൽ സൾഫർ ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് കംപ്ലീറ്റ്ലി ഇൻ ടു BaSO4. മൊത്തം സൾഫറിനെ BaSO4 ആക്കും. ഫോർമുല എന്താ? 32/233 ഇൻറ്റു മാസ് ഓഫ് BaSO4 ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. മാസ് ഓഫ് BaSO4 32/233 ഇൻറ്റു മാസ് ഓഫ് BaSO4. മാസ് ഓഫ് BaSO4 എത്രയാണ്? 0.582 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് എത്രയാണ്? 0.395 ഇൻറ്റു 100. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. അസോ എങ്ങനെയാണ്? അസോ അറിയില്ലേ കൂട്ടാ? അസോ എന്താ? അസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവൻ അല്ലെങ്കിൽ നൈട്രജൻ ഇപ്പോൾ ഡയസോണിയം ഗ്രൂപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഫോർ എക്സാമ്പിൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇവൻ എന്തായാലും തരില്ല. ഇവൻ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇവനെ തരില്ല. അതേപോലെ തന്നെ ലെറ്റസ് വേറൊരു എക്സാമ്പിൾ തരാം. ഇപ്പോൾ അത് ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റസ് H. ഇവന്മാരൊന്നും ജൽദാൽസ് തരില്ല. നൈട്രജൻ ഡബിൾ ബോണ്ട് ഓർ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട്. അതാണ് അസോ എന്ന് പറയുന്നത്. അതാണ് അസോ. ഓക്കെ, ഫൈൻ. സോ ബേസിക്കലി ഇവിടെ ആൻസർ എത്രയാണ് കിട്ടുക? 32/233 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1/8. 1/8 0.6 0.4 3/2. ഇത് 0.6 ആയിട്ട് എടുക്കാം. 0.6 ഇത് 0.4 ആയിട്ട് എടുക്കാം. ഇത് 1/8 ആയിട്ട് എടുക്കാം. അപ്പോൾ 6/4 3/2 3/16 300/16 16 40 20ക്ക് അടുത്താണ് വരിക. 20ക്ക് അടുത്തല്ലേ വരിക? എ അല്ലേ വരിക? 1 അല്ലേ വരിക മക്കളെ? 1 ആണോ വരിക? ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ മക്കളെ. ഞാൻ ഒന്ന് ആൻസർ കീ ചെക്ക് ചെയ്യട്ടെ. 1 ആണ് ആൻസർ കീ. കറക്റ്റാണ്. കാൽക്കുലേഷൻ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ ഈ 0.58നെ 0.6 ആക്കി, 0.395നെ 0.4 ആക്കി, 32/233നെ ജസ്റ്റ് 1/8 നിട്ടു. ഓക്കെ, എന്നിട്ട് അപ്രോക്സിമേറ്റ്ലി ഇതെന്തായാലും 20, പക്ഷേ ഏകദേശം മനസ്സിലാവും 20ക്ക് അടുത്താണ് ക്ലോസർ ആയിട്ട് വരിക എന്ന്. 20.24. സെറ്റാണോ, സെറ്റ് മസാലയാണോ? നെക്സ്റ്റ് 0.903 ഓഫ് എ കോമ്പൗണ്ട് ബൈ കാരിയസ് മെത്തേഡ് yielded 0.3092 ഓഫ് AgBr. പെർസെൻറ്റേജ് എല്ലാവരും നോക്കിയേ. പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ എത്രയാണ് വരിക മക്കളെ?
80 divided by, ഓർമ്മയുണ്ടോ 80 divided by 188, എല്ലാവരും നോക്കുക, bromine gets converted to AgBr, 80 divided by 188 into MAgBr by M into 100. Mass of AgBr 188 into mass of AgBr എത്രയാ? Mass of AgBr is 0.3092 divided by mass of compound എത്ര? 0.2903 into 100. അപ്പോൾ ഇത് ബേസിക്കലി 0.3 by 0.2 എന്ന് എടുക്കാൻ വേണമെങ്കിൽ 80 by 188നെ 1/2 എന്ന് എടുക്കാം, 3/4 0.7, 1/2 3/4. ഇത് എത്ര മക്കളെ വരിക? 0.35 compound by yielded 0.30. 1/60, 1/2, 50. 45ൻ്റെ അടുത്തായിരിക്കും പറഞ്ഞത്. 45 വല്ലതും ആണോ ആൻസർ? 45 ആണോ ആൻസർ മക്കളെ? ഇതെന്താ ഞാനിപ്പോൾ ചെയ്തത്? 0.3092 0.2903 ഇത് ഓൾമോസ്റ്റ് കട്ടാക്കിയിട്ട് 1 ആക്കാം. 0.3 by 0.3, 0.3 by 0.3, മേളിൽ 0.3, താഴത്ത് 0.3. 80 by 188 is close to 1/2. ഞാൻ ഇപ്പോൾ റാൻഡം ആയിട്ട് എടുത്താണ്. 1/2 into 100 50. അപ്പോൾ 50ക്ക് അടുത്ത് വരുന്ന വാല്യൂ ഞാൻ ഇപ്പോൾ റാൻഡം ക്യാൽക്കുലേഷനാണ് ചെയ്തത്. 0.3092 divided by 0.2903 ഇതെന്തായാലും 1 ആവും. പിന്നെ 80 by 188 into 100 ചെയ്താൽ മതി. അതും 80 by 188 ഞാൻ വെറുതെ 1/2 എന്ന് ഇട്ടു. 1/2 അല്ല കേട്ടോ, 1/2 എന്ന് സാർ വെറുതെ ഇട്ടതാ. 80 into 2 is 160. അപ്പോൾ അതിൻ്റെ അടുത്ത് വരും. അപ്പോൾ 80 by 188 is 1/2 താഴ്ത്താ വരിക. ബട്ട് സ്റ്റിൽ ക്ലോസ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്തത്. 1 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, 4 grams of an organophosphorus compound gave 20 grams of ammonium phosphomolybdate. What is the percentage mass of phosphorus? What is the percentage mass of phosphorus? എല്ലാവരും നോക്കിയേ മക്കളെ. 31 by percentage of phosphorus ഫോർമുല എന്താ? 31 by 1877 into mass of ammonium phosphomolybdate, that is 20, divided by mass of compound, that is 4 into 100. അല്ലേ മക്കളെ? എല്ലാവരും നോക്കിക്കേ മക്കളെ, എല്ലാവരും നോക്കിക്കേടാ മക്കളെ. 31 by 1877 അമോണിയം എല്ലാ ഫോസ്ഫറസും അമോണിയം ഫോസ്ഫോമോളിബ്ഡേറ്റ് ആകുമ്പോൾ 31 by 1877 into mass of ammonium phosphomolybdate divided by mass of compound into 100 അല്ലേ? സോ ബേസിക്കലി അത് എത്ര വരും ഇവിടെ? 20 by 4 is 5. 31 into 5 എന്ന് പറയുമ്പോൾ 155 വരും. ഡിവൈഡ് ബൈ 1877 into 100. അപ്പോൾ ഇതെത്ര വരും ഇവിടെ? ക്ലോസ് ടു 10 താഴ്ത്ത് വരും. 10 താഴ്ത്ത് വരും. 8.26 ക്ലോസ് വരും. കാര്യം ഇത് is definitely greater than close to, this is 1/13 1/14 അടുത്ത് വരുമല്ലേ? 1/14 ഒക്കെ അടുത്ത് വരും. സോ 100/14 ഒക്കെ വരും. 100/14 അല്ല, 100/13 വരുമല്ലേ? ക്ലോസ് ടു. എനിവേ ആൻസർ വിൽ ബി 8.26. ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് എൻ്റെ മനസ്സിൽ അപ്രോക്സിമേറ്റ് ചെയ്തു എന്നുള്ളൂ. നിങ്ങൾ ആക്ച്വലി തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോട്ടെ. ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യാൻ 155 by 1877 into 100. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ്, hydrazine does not answer the test for nitrogen using sodium fusion extract because hydrazine ലസൈൻസ് ടെസ്റ്റിൽ പരാജയപ്പെടും. എന്തുകൊണ്ടാണ്? ഹൈഡ്രസീനെ കാണാൻ കൊള്ളില്ലാഞ്ഞിട്ടാണോ? അല്ല. ഹൈഡ്രസീനിൽ മക്കളെ ലസൈൻസ് ടെസ്റ്റിൽ നിങ്ങൾക്കറിയാം, ലസൈൻസ് ടെസ്റ്റിൽ ഇപ്പം നൈട്രജൻ ഉണ്ടെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്, സോഡിയം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? NaCN കിട്ടും. അതായത് CN- കിട്ടും. ബേസിക്കലി ലസൈൻസ് ടെസ്റ്റ് നൈട്രജനിൽ വർക്ക് ചെയ്യണമെങ്കിൽ, നൈട്രജൻ്റെ ലസൈൻസ് ടെസ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ കാർബണും അതിൻ്റെ ഒപ്പം വേണം. കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടും ആയിരിക്കണം. നൈട്രജൻ വേണം, ബട്ട് ഇറ്റ് ഷുഡ് ബി എ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്. ഓൺലി ദെൻ CN- will be formed. So hydrazine does not have carbon to form cyanide ions. ഓക്കെ മക്കളെ, സെറ്റാണോ മക്കളെ? നെക്സ്റ്റ്, in the test for nitrogen it is detected as Prussian blue, which is chemically, Prussian blueയുടെ പേരെന്താണ്? Prussian blue എന്ന് വെച്ച് കഴിഞ്ഞാൽ Fe4 FeCN6 thrice അല്ലേ? ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് Fe3+, this is in +3 oxidation state. So ferric and this is +2 oxidation state. Ferric ferrocyanate.
Ferric ferrocyanide, because this is in +2 oxidation state. Okay, ferricyanide അല്ല, ferricyanide എപ്പോഴാണ് വരിക എന്നറിയോ? ഈ കോംപ്ലക്സിൽ ഈ സെൻട്രൽ മെറ്റൽ ആറ്റം, ഈ സെൻട്രൽ മെറ്റൽ അയൺ +3 ആണെങ്കിൽ, അതായത് ഈ കോംപ്ലക്സിൽ അയൺ +3 ആണെങ്കിലാണ് ഫെറിസൈനൈഡ് എന്ന് പറയാം. ഫെറോസൈനൈഡ് എന്ന് പറയുമ്പോൾ ഈ അയൺ +2ലാണ്, അതായത് ഈ അയൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കുന്നത്. സോ ഫെറിക് ഫെറോസൈനൈഡ്, 4 ആണ് ആൻസർ വരിക. മനസ്സിലായോ മക്കളെ? സെറ്റാണ്. നെക്സ്റ്റ്, ഇഫ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഗിവ്സ് ബ്ലഡ് റെഡ് കളർ വിത്ത് ഫ്രഷ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ദാറ്റ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ്. ബ്ലഡ് റെഡ് കളർ എന്ന് കേൾക്കുമ്പോൾ തന്നെ, സർ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറഞ്ഞിരുന്നു. ബ്ലഡ് റെഡ് കളർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? സൾഫറും നൈട്രജനും പ്രസൻ്റ് ആയിരിക്കണം. ടെസ്റ്റ് ഓർമ്മയുണ്ടല്ലോ മക്കളെ? ടെസ്റ്റ് ഓർമ്മയുണ്ടല്ലോ? NaSCN, അതായത് ഓർഗാനിക് കോമ്പൗണ്ടിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ സൾഫറും നൈട്രജനും ഉണ്ടെങ്കിൽ നമുക്ക് തയോസൈനേറ്റ് അയോൺ കിട്ടും, അതായത് NaSCN കിട്ടും. NaSCN എന്ന് പറയുമ്പോൾ SCN-. ദാറ്റ് വൺ ട്രീറ്റഡ് വിത്ത് Fe3+. സാറ് പറഞ്ഞ ഓർമ്മയുണ്ടോ? Fe3+ എന്ന് പറയുമ്പോൾ ആ Fe3+ എവിടെ നിന്ന് വേണമെങ്കിലും വരാം. Fe3+ കയറുന്ന ഏത് സോൾട്ടും, ഫോർ എക്സാമ്പിൾ FeCl3 യൂസ് ചെയ്യാം. FeCl3 വെള്ളത്തിലിട്ടാൽ Fe3+ വരും. Fe3+ കയറുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം, നമുക്ക് ബ്ലഡ് റെഡ് കളർ കിട്ടും. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ presence of sulfur and nitrogen. Is that clear, my dear champions? Okay, next, which of the following compounds will exhibit cis-trans isomerism? Cis-trans isomerism എന്ന് പറയുമ്പോൾ geometrical isomerism. Geometrical isomerism കാണിക്കണമെങ്കിൽ സാറ് പറഞ്ഞിരുന്നു, കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ? ഇതാണ് ആൽക്കീൻ എങ്കിൽ A should not be equal to B and P should not be equal to Q. ഈ രണ്ടും സാറ്റിസ്ഫൈ ആയിരിക്കണം. എയും ബിയും സെയിം ആവാൻ പാടില്ല, പിയും ക്യൂവും സെയിം ആവാൻ പാടില്ല. സോ ബേസിക്കലി ഇവിടെ ആൻസർ വരാൻ പോകുന്ന ഏതാ? വിൽ എക്സിബിറ്റ് അല്ലേ? 1 ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ക്യാൻ എക്സിബിറ്റ്, എല്ലാവരും നോക്കിക്കാൻ മക്കളെ, CH3 CH ഡബിൾ ബോണ്ട് CH3 BU2E എന്ന് പറഞ്ഞാൽ ഇതാണ്. ബാക്കി ആർക്കും പറ്റില്ല. 2 ബ്യൂട്ടനോളിൽ ഡബിൾ ബോണ്ടേ ഇല്ല, 2 ബ്യൂട്ടൈനിൽ ട്രിപ്പിൾ ബോണ്ടാണ്, ബ്യൂട്ടനോളിൽ കീറ്റോ ഗ്രൂപ്പാണ്, കാർബൺ ഡബിൾ ബോണ്ട് അല്ല. സോ ബേസിക്കലി 1 വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ്, ദ സിംപ്ലസ്റ്റ് ഹൈഡ്രോകാർബൺ വിച്ച് വിൽ എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമെറിസം. സിംപ്ലസ്റ്റ് ഹൈഡ്രോകാർബൺ വിച്ച് വിൽ എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമെറിസം. മീത്തൈന് പറ്റുമോ? ഇല്ല. ഈത്തൈന് പറ്റുമോ? ഇല്ല. ഈത്തീന് പറ്റുമോ? ഇല്ല. ഈത്തീനും പറ്റില്ല. ഈത്തീന് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ വരച്ചാൽ പ്രൊപ്പീന് പറ്റുമോ? പ്രൊപ്പീന് പറ്റുമോ? പ്രൊപ്പീന് നോക്കാം. പ്രൊപ്പീനും പറ്റില്ല, കാര്യം ഇവിടെ രണ്ടും സെയിം ഹൈഡ്രജനാണ്. 5 മിനിറ്റ്, ഇവിടെ രണ്ടും സെയിം ഹൈഡ്രജനാണ്. പ്രൊപ്പീനും പറ്റില്ല. ബ്യൂട്ടീന് പറ്റുമോ? നമ്മളിപ്പോൾ കണ്ടുള്ളൂ. BUT1E പറ്റില്ല, BU2E പറ്റും. BU2E പറ്റും. ഡെയിലി എക്സാം എത്തേക്ക് കൂടെ. നാളത്തെ എക്സാമാണ്. നാളെ എക്സാം ഉണ്ട് നമുക്ക്. നാളെ എക്സാം ഇല്ലല്ലോ. ടൈമിംഗ് ഓൾറെഡി ഫിക്സ്ഡ് ഔട്ടാണ്. അതെല്ലാവരുടെയും ഷെഡ്യൂളിനെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ടൈമിംഗ്. എന്തെങ്കിലും ടൈമിംഗ് മാറ്റണമെങ്കിൽ കുറേ പേരുടെ ടൈമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എല്ലാവരുടെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷെഡ്യൂൾ. അപ്പോൾ അത് ഫോളോ ചെയ്യണം കേട്ടോ. ജീവിതകാലം മൊത്തം ഒന്നും ഫോളോ ചെയ്യണ്ടല്ലോ. ജീവിതകാലം മൊത്തം നിങ്ങൾ ഞങ്ങളെ കണ്ടിരിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ടൈം ഫ്രെയിമിൽ മാത്രം ഈ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഞങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇടുന്നത്. അതായത് നമ്മളൊരു ഷെഡ്യൂൾ ഇടുമ്പോൾ, നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ മുഖങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിൽ കാണുക. സ്റ്റുഡൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ടേ നമ്മളിത് ചെയ്യുള്ളൂ. ഒരിക്കലും ടീച്ചേഴ്സിൻ്റെ ഫെസിലിറ്റി, ടീച്ചേഴ്സിൻ്റെ കംഫേർട്ട് നോക്കിയിട്ടൊന്നുമല്ല. അതൊക്കെ അവസാനമേ വരുള്ളൂ. എന്ത് ഷെഡ്യൂളും എല്ലാം ഇടുന്നത് നിങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ, അതൊരു സത്യമാണ്. ഓക്കെ, അപ്പോൾ അത് ഫോളോ ചെയ്യണം കൂട്ടാ. ഗോട്ട് ഇറ്റ്? അതല്ല സാർ, പിന്നെ ഏതാണ് സാർ എന്താ ഉദ്ദേശിച്ചത്? നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ഷോ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ മക്കളെ? C4H8 ആയിരിക്കും. കാര്യം C4H8 BU2E കാണിക്കാൻ പറ്റും, പ്രൊപ്പീന് കാണിക്കാൻ പറ്റില്ല. C4H8 തൊട്ട് ബ്യൂട്ടീൻ തൊട്ട് കാണിക്കാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഷോ ജോമെട്രിക്കൽ ഐസോമെറിസം. ഇത് പറ്റില്ല, ഇത് പറ്റില്ല, ഇത് പറ്റില്ല. ഇവന് കാണിക്കാം. കാര്യം ഈ കാർബണിൽ 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, ഈ കാർബണിൽ 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. നാലാമത്തേന് കാണിക്കാൻ പറ്റും. നെക്സ്റ്റ്, geometrical isomers differ in spatial arrangement of atoms. Position of functional groups അല്ല, position of atoms അല്ല, length of carbon chain അല്ല.
സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ വന്നു. IUPAC name of geometrical isomers അല്ലെങ്കിൽ IUPAC names of stereoisomers are the same. IUPAC name of stereoisomers സെയിം ആണോ? IUPAC name of stereoisomers സെയിം ആണോ? അതെ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. IUPAC name of stereoisomers are same. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ട്രാൻസും ഒരു സിസ്സും എടുക്കുകയെന്ന് വിചാരിക്കുക. ഒരു ട്രാൻസും ഒരു സിസ്സും എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവർ IUPAC നെയിം സെയിം ആയിരിക്കും. കാര്യം കണക്ഷൻസ് ഒക്കെ സെയിമാണ്. ഇവരുടെ സ്പേസിലുള്ള അവരുടെ അറേഞ്ച്മെൻറ്റ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. IUPAC നെയിം ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ആർ സെയിം. ഫോർ എക്സാമ്പിൾ രണ്ട് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എടുത്തു, അവരുടെ IUPAC നെയിം സെയിം ആയിരിക്കും. രണ്ട് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എടുത്തു, അവരുടെ IUPAC നെയിം സെയിം ആയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ സ്പേസിൽ അറേഞ്ച്മെൻറ്റ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. IUPAC നെയിം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ ചെയ്തുകൊണ്ട് വരുന്ന IUPAC നെയിം, നമ്മളെ പ്രോപ്പർ റൂൾസ് ഒക്കെ വെച്ചിട്ട് കൊടുക്കുന്ന IUPAC നെയിം ഈ രണ്ടെണ്ണത്തിനും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവൻ്റെ പേരെന്തായിരിക്കും? 1,2 ഡൈക്ലോറോ ഈത്തീൻ. ഇവനും 1,2 ഡൈക്ലോറോ ഈത്തീൻ ആയിരിക്കും. പക്ഷെ ഒരാൾ സിസ് ആണ്, മറ്റാൾ ട്രാൻസ് ആണ്. മനസ്സിലായോ? നെക്സ്റ്റ്, ഫോളോയിങ് ക്രൊമാറ്റോഗ്രാം was developed by adsorption of compound A on 6 cm thin layer chromatography glass plate. Retardation factor of the compound is. മക്കളെ, ഇതാണ് മൊത്തം ഗ്ലാസ് പ്ലേറ്റ്. ശ്രദ്ധിച്ച് നോക്കുക, ചാടി കയറരുത്. ഈ ഹൈറ്റ് 0.5 ആണെന്ന് തന്നിട്ടുണ്ട്, ഈ ഹൈറ്റ് 0.5 ആണെന്ന് തന്നിട്ടുണ്ട്. സോൾവെൻറ്റ് ഫ്രണ്ട് ഇതാണ്. സോൾവെൻറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ഓർമ്മയില്ലേ? തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എങ്ങനെയാണ്? ഇവിടെ ഒരു ബേസ് ലൈൻ വെക്കും, ഇവിടെ ബേസിക്കലി നമ്മൾ സ്പോട്ട് ഇടും, സോൾവെൻറ്റ് ഇവിടെ നിന്ന് കയറി തുടങ്ങും, സോൾവെൻറ്റ് ചിലപ്പോൾ ഇവിടെ എത്തും. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കോമ്പണൻസ് ഈ പറഞ്ഞ പോലെ കുറച്ച് ദൂരേ പോവുള്ളൂ. അപ്പോൾ RF ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ RF ഫാക്ടർ എന്താ മക്കളെ? ഇപ്പോൾ ഈ റെഡ് സ്പോട്ടിൻ്റെ RF ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് X divided by the distance traveled by solvent. Distance traveled by the substance divided by distance traveled by the solvent. So basically ഇവിടെ compound A travel ചെയ്ത ഡിസ്റ്റൻസ് എന്താ? compound A travel ചെയ്ത ഡിസ്റ്റൻസ് 3.5 അല്ല, 3.5 മൈനസ് 0.5 ആണ്. കാര്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ബേസ് സ്പോട്ടിൽ നിന്നാണ് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ല ഈ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ ഈ ഹൈറ്റ് 0.5 ആണ്. ഓക്കെ, ഈ മൊത്തം ഹൈറ്റ് 3.5 ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ ഇസ് 3. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി എ ഇസ് 3. 3.5 മൈനസ് 0.5. അതേപോലെ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സോൾവെൻറ്റ് ഫ്രണ്ട് എത്രയാ? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സോൾവെൻറ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ്, എല്ലാവരും നോക്കിക്കേ മക്കളെ, ഈ ഹൈറ്റ്, ഈ മൊത്തം പ്ലേറ്റിൻ്റെ ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മൊത്തം പ്ലേറ്റ് 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 6 സെൻറ്റിമീറ്ററിൽ നിന്ന് മേളിൽ നിന്നൊരു 0.5ഉം താഴെ നിന്നൊരു 0.5ഉം കുറച്ചാൽ ഈ ഹൈറ്റ് കിട്ടില്ലേ? നോക്കിക്കേ, ഇത് മൊത്തം 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നോക്കുക, ഇത് മൊത്തം 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 0.5 ഇവിടെ നിന്ന് ഒരു 0.5ഉം കുറച്ച് കഴിഞ്ഞാൽ സോൾവെൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടും. സോ എല്ലാവരും നോക്കിക്കേ, സോൾവെൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സോൾവെൻറ്റ്. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സോൾവെൻറ്റ് ഇസ് 6 മൈനസ് 0.5 പ്ലസ് 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. കാര്യം എന്താ? മൊത്തം ഹൈറ്റ് 6, ഇവിടെ 0.5, ഇവിടെ 0.5. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ ഇസ് 3.5 മൈനസ് 0.5. 3.5 മൈനസ് 0.5. കാര്യം എന്താ? ഈ മൊത്തം ഹൈറ്റ് 3.5 ആണ്. ഈ മൊത്തം ഹൈറ്റ് 3.5 മൈനസ് ഈ 0.5. കാര്യം ഈ ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചതാണ്. സോ RF ഫാക്ടർ എത്ര? RF ഫാക്ടർ ഇസ് 3/5. 3/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6. അതായത് 6 × 10⁻⁻1. മനസ്സിലായ മക്കളെ? ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ്, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ഓഫ് എ മിക്സ്ചർ ഷോസ് ദ ഫോളോയിങ് ഒബ്സർവേഷൻസ്. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ നിങ്ങൾ മനസ്സിലാക്കണം, അടിയിൽ നിന്ന് മേപ്പോട്ടാണ് പോവുക. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തേക്കണ ആരാ? എ, രണ്ടാമത് സി, മൂന്നാമത് ബി.
അപ്പോൾ കോളം ക്രൊമാറ്റോഗ്രഫിയിൽ വാട്ട് ഇസ് ദി ഓർഡർ ഓഫ് എല്യൂഷൻ? കോളം ക്രൊമാറ്റോഗ്രഫിയിൽ നിങ്ങൾക്കറിയാം മേളിൽ നിന്ന് അടിയിലോട്ടാണ്. ഓർഡർ ഓഫ് എല്യൂഷൻ എന്ന് പറയുമ്പോൾ ആരാണ് ആദ്യം വരുന്നത്? കോളം ക്രൊമാറ്റോഗ്രഫിയിൽ ആരായിരിക്കും ആദ്യം പുറത്തേക്ക് വരാൻ പോകുന്നത്? ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത ആൾ. അപ്പോൾ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത ആളായിരിക്കും കോളം ക്രൊമാറ്റോഗ്രഫിയിൽ ആദ്യം പുറത്തേക്ക് വരാൻ പോകുന്നത്. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത ആൾ തന്നെയായിരിക്കും കോളം ക്രൊമാറ്റോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ എ ആണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾ നോക്കി ഈ ഡിസ്റ്റൻസ്, ഈ ഹൈറ്റ് നോക്കുക. ഈ ഹൈറ്റല്ല ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് സി, അത് കഴിഞ്ഞ് ബി. അപ്പോൾ എ ആയിരിക്കും കോളം ക്രൊമാറ്റോഗ്രഫിയിൽ ആദ്യം വരാൻ പോകുന്നത്, പിന്നെ സി, പിന്നെ ബി. അപ്പോൾ എ സി ബി ആയിരിക്കും. ഫൈൻ, സെറ്റാണ് മക്കളെ. ഓർഡർ ഓഫ് എല്യൂഷൻ, ഓർഡർ ഓഫ് എല്യൂഷനിൽ ആദ്യം പുറത്ത് വരാൻ പോകുന്നത് എ. 2 അല്ല മക്കളെ, 3 അല്ലേ ആൻസർ വരിക. എ ആദ്യം വരും, പിന്നെ സി വരും, പിന്നെ ബി വരും. എടാ ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തേക്കണത് ആരാ? എ ആണ്. അപ്പോൾ കോളം ക്രൊമാറ്റോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ പോകുന്ന ആരാ? എ തന്നെയായിരിക്കും. എ ആയിരിക്കും ആദ്യം പുറത്തേക്ക് വരാൻ പോകുന്നത്. ഇവിടെ ഏറ്റവും കുറവ് ട്രാവൽ ചെയ്തേക്കണത്, ഈ പോയിന്റിൽ നിന്ന് ഏറ്റവും കുറവ് ട്രാവൽ ചെയ്തേക്കണത് ബി ആണ്. അപ്പോൾ കോളം ക്രൊമാറ്റോഗ്രഫിയിൽ ഏറ്റവും കുറവ് ട്രാവൽ ചെയ്യാൻ പോകുന്നത് ബി ആയിരിക്കും. നടുക്ക് സി വരും. ഏറ്റവും ആദ്യം എത്താൻ പോകുന്നത് എ ആയിരിക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്? മനസ്സിലായോ മക്കളെ? സെറ്റാണോടാ? റെഡിയാണോ? റെഡിയാണോടാ മക്കളെ? റെഡിയാണോടാ മക്കളെ? സെറ്റാണോ? 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 നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് കോളം ക്രൊമാറ്റോഗ്രഫി മിക്സ്ചർ ഓഫ് 2 compounds A and B was separated. A eluted first. Eluted എന്ന് പറയുമ്പോൾ A ആദ്യം പുറത്തേക്ക് വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? This indicates that B has A eluted first. ഫീൽ A ആണ് ആദ്യം പുറത്തേക്ക് വന്നത്, B തൊട്ട് പിന്നാലെ ഉണ്ട്. ഓക്കെ, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. A ആണ് ആദ്യം പുറത്തേക്ക്, അതാണ് A ആണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തത്. കോളം ക്രൊമാറ്റോഗ്രഫി അറിയാലോ മക്കളെ? കോളം ക്രൊമാറ്റോഗ്രഫി അറിയാലോ? കോളം ക്രൊമാറ്റോഗ്രഫിയിൽ ഇതേപോലൊരു കോളമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മേളീന്ന് തുടങ്ങും. A + B മേളീന്ന് റണ്ണിങ് റേസ് തുടങ്ങും. A ആണ് ആദ്യം ഓടി ഇവിടെ എത്തിയത്, B ഇവിടെയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? B ഹാസ് ലോവർ RF ഫാക്ടർ. RF ഫാക്ടർ ബിയുടെ ലോ ആയിരിക്കും. ആൻഡ് സ്ട്രോങ്ങർ അഡ്സോർപ്ഷൻ. RF ഫാക്ടർ ലോ, അതായത് ബി ആയിരിക്കും കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. അതിൻ്റെ റീസൺ എന്താ? ബീനെ സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്ത് കാണും. സോ ഇറ്റ് ഹാസ് ലോ RF ഫാക്ടർ ആൻഡ് സ്ട്രോങ് അഡ്സോർപ്ഷൻ. ഇസ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? മനസ്സിലായടാ കുട്ടാ? ഫൈൻ, സോ ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ മക്കളെ. ഡണ്ടനാടൻ കഴിഞ്ഞു, പൊളിച്ചു, റെഡിയായോ? സെറ്റായോ? ഓക്കെ ആണോടാ മക്കളെ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? റെഡിയാണോ? കൂൾ. ഒരു മിനിറ്റടാ മക്കളെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. സോറി, ഇപ്പോൾ വരാം, അടുത്ത വിളിച്ചിട്ട് വരാം കേട്ടോ. ഉണ്ടായിരുന്നു അവിടെ. ഹായ്ഡാ കുട്ടീസ്. അപ്പം നമുക്ക് ലാസ്റ്റ് റൗണ്ട് നമ്മുടെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒത്തിരി ലേറ്റ് ആയില്ലേ? നമുക്ക് ഒരുപാട് സമയം കളയാതെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹായ്, ഹായ് ലിയോ.
ഓക്കേടാ, അപ്പൊ നമുക്ക് ചെടപ്പെട സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രാൻസ്ലേഷൻ തൊട്ട് DNA ഫിംഗർ പ്രിന്റിംഗ് വരെയുള്ള ലാസ്റ്റ് പാർട്ട് ഓഫ് മോളിക്കുലർ ബേസിസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കില്ലർ എ ഡി സാറിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ, സാർ ഒത്തിരി നേരം കില്ല് ചെയ്തു നിങ്ങളെ. അപ്പൊ നമുക്കിനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് സമയം എടുക്കുന്നില്ല. വോയിസ് ഇഷ്യൂ ഉണ്ട്, എല്ലാവർക്കും വോയിസ് ഇഷ്യൂ ഉണ്ടോ? ഇസ് ഇറ്റ് ഫൈൻ? ഓക്കേടാ, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Against the codon 5' to 3' അവർ തന്നിരിക്കുന്നത് UAC ആണ് എങ്കിൽ what would be the sequence of anti-codon on tRNA ആണ്? ഹായ് വിസ്മയ. അപ്പൊ നമുക്കിനി സമയം കളയണ്ട. ആന്റികോഡോൺ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് കോംപ്ലിമെന്റാരിറ്റി. സോ ഇറ്റ് ഷുഡ് ബി AUG1. ക്വസ്റ്റ്യൻ നമ്പർ 2. The process of translation. ട്രാൻസ്ലേഷനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ട്രാൻസ്ലേഷന്റെ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലേടാ ഇന്ന്. നമ്മൾ ആദ്യം പറഞ്ഞു ചാർജിങ് ഓഫ് tRNA ഉണ്ട്, അത് കഴിഞ്ഞ് ഇനിഷിയേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ പ്രോസസ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The process of translation of mRNA to protein begins as soon as. എപ്പോഴാണ് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ റെസ്പെക്ട് ടു mRNA ടു പ്രോട്ടീൻ ഫോർമേഷൻ? mRNA പ്രോട്ടീൻ ഫോർമേഷനിലേക്ക് മൂവ് ചെയ്യുന്നത് ഏത് സ്റ്റെപ്പിൽ തുടങ്ങിയാണ്? വെരി ഗുഡ് ഗൈസ്. ദ സ്മോൾ സബ് യൂണിറ്റ് റൈബോസോം എൻകൗണ്ടേഴ്സ്. നമുക്കറിയാം സ്മോൾ സബ് യൂണിറ്റ് ആണ് ഫസ്റ്റ് mRNA-യുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നത്. Then only the charged tRNA will come and sit on to the site. Later on the large subunit will come and bind. അങ്ങനെ നമുക്ക് ആ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. Then it starts with the elongation process. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. If a geneticist uses the blind approach for sequencing the whole genome of an organism followed by assignment function to different segment, the methodology adopted is called as. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് യെസ് ഫ്രം യുവർ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നമ്മൾ ഫുൾ സീക്വൻസും മനസ്സിലാക്കിയിട്ട് മാത്രം അതിൽ നിന്ന് ജീനിനെ, എക്സ്പ്രസ്ഡ് സീക്വൻസിനെ നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് സീക്വൻസ് അനോട്ടേഷൻ. സോ ദ ആൻസർ ഇസ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. വേറസ് എക്സ്പ്രസ് സീക്വൻഷ്യൽ ടാഗ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ അവിടെ നമ്മൾ ഏത് സെഗ്മെന്റ് ആണോ പ്രോട്ടീൻ ആവുന്നത് അതിനെക്കുറിച്ച് സംസാരിച്ച ശേഷം മാത്രമാണ് അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്യുക. സോ നൗ ദ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. കോളം 1 and 2 ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാനാണ് മക്കളെ. നമുക്ക് കിട്ടില്ലമായിട്ട് അറിയാവുന്നതാണ്. ഒരൊറ്റ ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് പോവാം. ദേ ക്ലോവർ ലീഫ് മോഡൽ വരുന്നത് tRNA ആണ്. C1 വരുന്ന ഒറ്റ ഓപ്ഷനെ ഞാൻ കാണുന്നുള്ളൂ. ദാറ്റ് ഈസ് 2. യൂകാരിയോട്സ് മോണോസിസ്റ്റോണിക്, പ്രോകാരിയോട്സ് പോളിസിസ്റ്റോണിക് ആണ്. ട്രാൻസ്ലേഷൻ ഹാപ്പൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് റൈബോസോംസ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇവിടെ ചോദിച്ചിരിക്കുന്നത് which of the following step cannot be considered as a process of regulation of gene expression in eukaryotes? നമ്മൾ ഇന്ന് യൂകാരിയോട്സിന്റെ ജീൻ എക്സ്പ്രഷൻ റെഗുലേഷനിൽ നമ്മൾ പറഞ്ഞു ട്രാൻസ്ക്രിപ്ഷനെ സ്റ്റോപ്പ് ചെയ്യാം, HNRNA mRNA ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, അതിന്റെ ട്രാൻസ്പോർട്ട് ടു സൈറ്റോപ്ലാസം സ്റ്റോപ്പ് ചെയ്യാം, വേണമെങ്കിൽ ട്രാൻസ്ലേഷനും സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഏത് പ്രോസസ് മാത്രം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല? ഈ പറഞ്ഞില്ലേ ഏതവിടെ ഇല്ല? replication. So answer is 3. Question number 6. The first phase of translation is. Translationil ഏറ്റവും ആദ്യം നടക്കുന്ന പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചത്. Again a simple question. എന്താണ് ആദ്യം നടക്കുന്നത്? Yes, it starts with the charging of tRNA followed by initiation, elongation, termination. അപ്പോൾ നമുക്ക് പറയാം it is amino acylation of tRNA. Answer is 4. Question number 7. Express sequential tags. നേരത്തെ നമ്മൾ സീക്വൻസ് അനോട്ടേഷൻ എന്താണെന്ന് നോക്കി. അപ്പോൾ എക്സ്പ്രസ് സീക്വൻഷ്യൽ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗെയിൻ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലെ 2 മെത്തേഡ്സിൽ ഒന്നാണ് എക്സ്പ്രസ് സീക്വൻഷ്യൽ ടാഗ്, മറ്റൊന്നാണ് സീക്വൻസ് അനോട്ടേഷൻ. നമ്മൾ യൂസ് ചെയ്തത് സീക്വൻസ് അനോട്ടേഷൻ ആണ് എങ്കിൽ എക്സ്പ്രസ് സീക്വൻഷ്യൽ ടാഗ് എന്താണ്? നമ്മളിവിടെ എന്തിനെയാണ് എടുക്കുക? The genes which are expressed as RNA ആണോ
പോളിപെപ്റ്റൈഡ് എക്സ്പ്രഷൻ ആണോ, DNA പോളിമോർഫിസം ആണോ, നോവൽ DNA സീക്വൻസ് ആണോ? യെസ്, നമ്മൾ ഇവിടെ എടുക്കുന്നത് എക്സ്പ്രസ്ഡ് സീക്വൻഷ്യൽ ടാഗ്സ് ആണ് മക്കളെ. ഇവിടെ എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പോളിപെപ്റ്റൈഡ് എക്സ്പ്രഷൻസ് നൽകുന്ന, പ്രോട്ടീൻ ഫോർമേഷൻ നൽകുന്ന ജീനുകളെ മാത്രമാണ്, അല്ലെങ്കിൽ ജീൻസിനെയാണ് നമ്മൾ എടുക്കുക. ജീൻ എക്സ്പ്രസ്ഡ് ആസ് RNA അല്ല, പോളിപെപ്റ്റൈഡ് എക്സ്പ്രഷൻ ആണ് വരിക. ആൻസർ ഇസ് 2. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയത്. ബിക്കോസ് ജീൻസ് എക്സ്പ്രസ്ഡ് ആസ് RNA എന്ന് പറയുമ്പോൾ tRNA ആവാം, mRNA ആവാം, rRNA ആവാം. നമുക്കത് 3 പേരെ അല്ല വേണ്ടത്. നമുക്ക് പോളിപെപ്റ്റൈഡ് പ്രോട്ടീനായി എക്സ്പ്രസ് ചെയ്യുന്ന ആ പാർട്ട് ഓഫ് ദ ജീൻസിനെ മാത്രമാണ് സെലക്ട് ചെയ്യുക. സോ ദ ആൻസർ ഇസ് 2. ഓക്കെ, ഒത്തിരി പേര് കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്ക് വരുത്തി. ഇറ്റ്സ് ഫൈൻ. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. മാച്ച് ദ ഫോളോയിങ് ജീൻ ഓഫ് ലാക്കോപ്രോൺ വിത്ത് ദെയർ റെസ്പെക്റ്റീവ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റും ലാക്കോപ്രോണുമാണ്. ജീൻ എക്സ്പ്രസ്ഡ് ആസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ ജീൻ എക്സ്പ്രസ്ഡ് ആസ് RNA എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആവണം എന്നില്ല. സോ ദ ആൻസർ ഷുഡ് ബി 2. Now let's check. Match the following genes of lacoprone with their respective product ആണ് തന്നിരിക്കുന്നത്. I gene എന്താണ് തരിക? റിപ്രസർ പ്രോട്ടീൻ ആണ്. A3 വരുന്ന 3 ഓപ്ഷൻ. ഞാനപ്പോൾ B ചെക്ക് ചെയ്യുന്നു. B നോക്കുമ്പോൾ Z ജീൻ ആണ്, ബീറ്റാ ഗലാക്ടോസിഡേസ്. B1 വരുന്ന 2 ഓപ്ഷൻസ്. നൗ C ചെക്ക് ചെയ്യാം. A ജീൻ എന്താണ് നൽകുന്നത്? ട്രാൻസ്അസെറ്റലൈസ് 4 ആണ്. സോ ദ ആൻസർ ഇസ് 3rd ഓപ്ഷൻ. Question number 9. Under which of the following conditions will there be no change in reading frame of mRNA? mRNA reading frame change ചെയ്യാത്തത് ഇതിൽ ഏതാണ്? mRNA എന്നായിരിക്കും പറയുന്നുണ്ടാവുക, RNA ആസിഡ് എന്നായിരിക്കില്ല പറയുന്നത്. Under which of the following condition will there be no changing reading frame of mRNA? mRNA reading frame change ചെയ്യരുതെങ്കിൽ നമുക്ക് ദേ 3 ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്താൽ മതി. 7, 8, 9th പൊസിഷനിലായി, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്താലും മതി. സോ ദ ആൻസർ ഈസ് 4th ഓപ്ഷൻ, where you are adding 3 of the nucleotides together. ഇന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനിൽ ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യാത്ത കണ്ടീഷൻ when you are having 3 nucleotides added or deleted. അല്ലെങ്കിൽ പിന്നെ അത് പോയിന്റ് മ്യൂട്ടേഷൻ ആവണം, where one of the particular nucleotide is changed by another one. അല്ലെ, adenine is replaced by uracil എന്ന് പറയുകയാണെങ്കിൽ it's like fine. Now question number 10. All of the following are parts of an operon except all of the following are parts of an operon except. ഇതിൽ ഒപ്പറോണിന്റെ പാർട്ട് അല്ലാത്തതായിട്ട് ഏതാണ് ഉള്ളത്? നമുക്ക് ഓപ്പറേറ്റർ അറിയാം, സ്ട്രക്ചറൽ ജീൻ അറിയാം, പ്രൊമോട്ടർ അറിയാം, ബട്ട് എൻഹാൻസർ ഇല്ല. സോ ദ ആൻസർ ഇസ് 3rd ഓപ്ഷൻ. Question number 11. Which among the following is a mismatched pair? Mismatched pair ആയിട്ട് വരുന്നത് ഏതാണ്? അലക് ജെഫ്രെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ല. അലക് ജെഫ്രെ DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്. ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ് ഇവർ ചെയ്തത് ബാക്ടീരിയോഫേജിലും ഈക്കോളയിലുമുള്ള എക്സ്പെരിമെന്റ് ആണ്. മാത്യു മെസൽസൺ ആൻഡ്
സ്റ്റോ ചെയ്തത് ഈ കൊളയിലുള്ള എക്സ്പെരിമെന്റ് ആണ്. ബട്ട് ദ ആൻസർ ഈസ് ഫ്രാൻകോയിസ് ജേക്കബ് ആൻഡ് ജാക്യൂസ് മൊണാർഡ് ലാക് ഒപ്രോൺ കണ്ടുപിടിച്ചത്. സോ ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മിസ്മാച്ച് ആണ് കേട്ടോ. സോ ഇറ്റ്സ് സോറി, മിസ്മാച്ച് ആണ് ഞാനിവിടെ ചോദിച്ചിരിക്കുന്നത്. നോട്ട് ആണ് വരിക. ഓക്കെ, മിസ്മാച്ച് പെയർ അല്ല ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ മിസ്മാച്ച് പെയർ ആണ് വരാനുള്ളത്. കാരണം നമുക്ക് കൊടുത്തിരിക്കുന്നതിൽ ബാക്കി എല്ലാം മിസ്മാച്ച് പെയർ ആണ്. ആകെ നോട്ട് എ മിസ്മാച്ച് പെയർ ആണ്. സോറി, ക്വസ്റ്റ്യനിൽ ഉണ്ടായ മിസ്റ്റേക്ക് ആണ്. നോട്ട് എ മിസ്മാച്ച് പെയർ വരുമ്പോൾ ഇറ്റ് വിൽ ബി 4 ബിക്കോസ് ഓൾ ദി അതർ 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. ഓക്കേടാ. ക്വസ്റ്റ്യൻ നമ്പർ 12. Spliceosomes are not found in cells of. സ്പ്ലൈസോസോംസ് ഇല്ലാത്തത് എവിടെയാണ്? അപ്പൊ നമുക്കറിയണം, സ്പ്ലൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നത് HNRNA mRNA ആക്കാൻ വേണ്ടിയാണ്. ആൻഡ് ദിസ് only happens in eukaryotic cell which is absent in prokaryotic cell അല്ലേ. അതുകൊണ്ട് തന്നെ പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ സ്പ്ലൈസോസോം ആവശ്യമില്ല. So your answer is yes, bacteria, because they have no splicing process. Question number 13. ഈ ക്വസ്റ്റ്യൻ കുറച്ച് നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാവുന്ന ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് വൺ ഓഫ് എ ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ വായിക്കാം. If there is 999 bases in an RNA that code for a protein, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 999 ബേസുകൾ ഉണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 3 ആണ് സെറ്റ് വരിക. അപ്പോൾ 333 കോഡ് അമിനോ ആസിഡ് കോഡോൺസ് ആണ് നമുക്കുള്ളത് അല്ലേ മക്കളെ? എത്ര കോഡോൺ ഉണ്ട്? 3333 കോഡോണുകൾ ഉണ്ട്, അല്ലെങ്കിൽ 333 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. At the base at position 901. അപ്പോൾ 901 എന്ന് പറയുന്ന പൊസിഷനിൽ വെച്ചിട്ട് എന്ത് പറ്റുകയാണ്? ഇവിടെയുള്ള ബേസ് ഡിലീറ്റഡ് ആവുകയാണ്. such that the length of the RNA becomes 998 ആയിട്ട് മാറുന്നു. അപ്പോൾ നേരത്തെ 999 ആയിരുന്നത് 998 ആവുന്നു. ഇവിടെ ഡിഫറൻസ് വന്നത് 900 കഴിഞ്ഞിട്ട് ഒരെണ്ണം ഡിലീറ്റഡ് ആയിട്ട് പോവുകയാണ് അല്ലേ മക്കളെ? ഹൗ മെനി കോഡോൺസ് വിൽ ബി ഓൾട്ടേർഡ്? അപ്പോൾ എത്ര കോഡോൺസ് ഓൾട്ടേർഡ് ആയി മാറുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 900 വരെയും ഓൾട്ടേർഡ് അല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് പറയാം 300 കോഡോൺസും ഓൾട്ടേർഡ് അല്ല അല്ലേ? ഡിവൈഡഡ് ബൈ 300 കോഡോൺസും ഓൾട്ടേർഡ് അല്ല. പിന്നെ എത്ര കോഡോൺ ബാക്കിയുള്ളത്? നമുക്ക് 33 കോഡോൺസ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ എത്ര കോഡോൺസ് ഓൾട്ടേർഡ് ആവും? ആൻസർ ഇസ് ബി, 33 കോഡോൺസ് ഓൾട്ടേർഡ് ആവും. മനസ്സിലായുള്ള മക്കളെ? ഇതെന്ന് പറയുന്നത് ഒരു ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കുള്ള കോഡോൺസ് 333 ആണ്. നമുക്ക് 900 വരെയും പെർഫെക്റ്റ് ആണ്. 901 എത്തിയപ്പോൾ തെറ്റിപ്പോയി, ഒരെണ്ണം ഡിലീറ്റ് ആയി. അപ്പോൾ 900 വരെയും പെർഫെക്റ്റ് ആണെങ്കിൽ 300 കോഡോൺ പെർഫെക്റ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള 33 കോഡോൺസ് ഓൾട്ടേർഡ് ആവും. ആൻസർ ഇസ് 3. ഓക്കെ, സെറ്റ് ആണോ? 900 വരെയും പെർഫെക്റ്റ് ആണ്, പിന്നെ ഉള്ളതാണ് ഓൾട്ടർ ആയത്. നമുക്ക് 333 ഉണ്ടായിരുന്നു, 300 കോഡോൺസും ഓക്കെയാണ്. പിന്നെ നമുക്ക് ആകെയുള്ള പിന്നെ ചേഞ്ച് വരുന്നത് 33 കോഡോൺസിനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. അമൃത് ക്ലിയർ ആണോ? ആദർശ് ഒന്നുകൂടി പറയണം, ശ്രദ്ധിക്കണം മക്കളെ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 999 ബേസസ്. 999 ബേസസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 3, കാരണം ട്രിപ്ലെറ്റ് ആയിട്ടാണ് കോഡോൺ വരിക. 333 കോഡോൺ. ഇതിൽ അവർ പറയുന്നു 900 വരെ ഉള്ള ബേസ് ഫൈൻ ആണ്. 901 ഒരു മിസ്റ്റേക്ക്, ഒരു ഡിലീഷൻ വരെയാണ്. അപ്പോൾ 900 വരെയും പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് 300 കോഡോൺ ഓക്കെയാണ്. എടാ പിന്നെ എത്ര കോഡോൺ ഓൾട്ടറേഷൻ വന്നു? ബാക്കിയുള്ള 33ക്കാണ് ഓൾട്ടറേഷൻ വന്നിരിക്കുന്നത്. സോ ദ ആൻസർ ഇസ് സെക്കൻഡ്. 300 333 മൈനസ് ചെയ്താൽ നമുക്ക് 33 ആണ് വരിക.
കോഡോൺ. സ്റ്റാർട്ടർ കോഡോൺ ആരാണ്? ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം സ്റ്റാർട്ട് കോഡോണും സ്റ്റോപ്പ് കോഡോണും നിങ്ങൾ ഉറപ്പായും പഠിക്കണം. സ്റ്റോപ്പ് കോഡോൺ UAA, UAG, UGA, ഇത് മൂന്നും സ്റ്റോപ്പ്, ഇത് സ്റ്റാർട്ട്. AUG is the answer 1. Question number 15. അടുത്തത് നമുക്ക് വന്നിരിക്കുന്ന DNA ഫിംഗർ പ്രിന്റിംഗിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സാറ്റലൈറ്റ് DNA ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ്. എന്തുകൊണ്ടാണ് സാറ്റലൈറ്റ് DNA ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ സാറ്റലൈറ്റ് DNA ഈസ് ഇമ്പോർട്ടൻറ്റ്? കോഡ് ഫോർ എൻസൈം നീഡഡ് ഫോർ DNA റിപ്ലിക്കേഷൻ ഒരിക്കലും ഇല്ല അല്ലേ, അത് ജീനാണ്. കോഡ് ഫോർ പ്രോട്ടീൻ നീഡഡ് ഇൻ സെൽ സൈക്കിൾ തെറ്റാണ്. Again, it's not a gene. Show high degree of polymorphism in population and also the same degree of polymorphism in an individual which is heritable from parents to children. അല്ലേ, ഇത് പോളിമോർഫിസം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വ്യത്യാസം കാണിക്കുക, പോളിമോർഫിസം കാണിക്കുക. ദാറ്റ് ഈസ് വൈ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ finding the difference between the DNA. So the answer is third option. Question number 16. Gene regulation governing lactose operon of E. coli that involves the LAC-I gene product is. അപ്പോൾ gene regulation governing lactose operon ആണ് ചോദിച്ചിരിക്കുന്നത് of E. coli. ഇവിടെ LAC-I gene involves the LAC-I gene product is. ഇത് എന്ത് ടൈപ്പ് ഓഫ് എൻ operon ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം LAC-I പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിപ്രസർ മോളിക്യൂളിനെയാണ്. ദാറ്റ് ഈസ് എ റിപ്രസർ പ്രോട്ടീൻ ആണ്. ആൻഡ് ദിസ് റിപ്രസർ പ്രോട്ടീൻ ഈസ് ഗോയിങ് ടു ആക്ട് നെഗറ്റീവ്ലി ഓൺ ഓപ്പറേറ്റർ. അല്ലേടാ മക്കളെ, ഓപ്പറേറ്ററിന്റെ മേളിൽ ഇരുന്നിട്ട് RNA പോളിമറൈസറിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇറ്റ്സ് നെഗറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ് repressible എന്ന് നമുക്ക് പറയാം. It is negative and repressible because the repressor protein prevent transcription. So the answer is second option. Commonly used vector for human genome sequencing are. Human genome projectൽ human genome സീക്വൻസിങ്ങിൽ നമുക്ക് ക്ലോണുകൾ ഉണ്ടാക്കണം അല്ലേ, ഒരു സെഗ്മെന്റിന്റെ കോപ്പി ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെക്ടേഴ്സിനെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ കോളയിലും ഈസ്റ്റിലുമായി ക്ലോൺ ചെയ്യും. അപ്പോൾ ആ ഉപയോഗിക്കുന്ന വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ആൻഡ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. Now question number 18. Which one of the following is wrong statement regarding mutation? മ്യൂട്ടേഷനെ കുറിച്ച് തെറ്റായി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. UV and gamma rays are mutagens. Yes, they are physical mutagens. അല്ല, change in a single base pair of DNA does not cause mutation. സിംഗിൾ ബേസ് പെയർ ചേഞ്ച് സംഭവിച്ചാൽ മ്യൂട്ടേഷൻ സംഭവിക്കൂടാ മക്കളെ? സംഭവിക്കും അല്ലേ? സിംഗിൾ ബേസ് പെയർ ചേഞ്ച് ക്യാൻ കോസ് മ്യൂട്ടേഷൻ, നോട്ട് അല്ല. സോ ദ ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ആൻഡ് അതിനൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ. വാട്ട് ഈസ് നോട്ട് ട്രൂ ഫോർ ജെനറ്റിക് കോഡ്? ജെനറ്റിക് കോഡിനെ കുറിച്ച് ഉള്ള ജെനറ്റിക് കോഡിനെ കുറിച്ചുള്ളതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. What is not true for genetic code? It is unambiguous. Correct ആണ്. Codon in mRNA is read in a non-contagious fashion. അല്ല, in a contagious fashion ആണ്. കോമയും ഫുൾ സ്റ്റോപ്പും ഒന്നും ഇടത്തില്ല. ദേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് വായിക്കുക. So we can say it's 2 which is wrong. Question number 21. Point mutation involves. പോയിന്റ് മ്യൂട്ടേഷനിൽ എന്താണ് സംഭവിക്കുക? പോയിന്റ് മ്യൂട്ടേഷനിൽ എന്താണ് സംഭവിക്കുക?
Yes, of course. Point mutation change in a single base pair ആണ് സംഭവിക്കുന്നത്. We know that it is actually replaced by another one. No deletion, no insertion. Now question number 22. Select the 2 correct statements out of the 4 given below about lacopron. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഗ്ലൂക്കോസ് ആൻഡ് ഗലക്ടോസ് മേ ബൈൻഡ് വിത്ത് ദ റിപ്രസർ ആൻഡ് ഇനാക്ടിവേറ്റ് ഇറ്റ്. തെറ്റാണ്, നമുക്കറിയാം. ലാക്ടോസ് അല്ലെങ്കിൽ ലാക്ടോസിന്റെ ഓൾട്ടേർഡ് ഫോം ആയിട്ടുള്ള അലോ ലാക്ടോസ് ആണ് റിപ്രസറിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് റിപ്രസറിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ദ റിപ്രസർ ബൈൻഡ് വിത്ത് ദ ഓപ്പറേറ്റർ റീജിയൻ. ലാക്ടോസ് ഇല്ല എങ്കിൽ നമ്മൾ റിപ്രസർ ബൈൻഡ് ചെയ്യുന്നത് ഓപ്പറേറ്റർ റീജിയനിലാണ്. കറക്റ്റ് ആണ്. Z gene codes for permease alla beta galactosidase. This was elucidated by Francois Jacob and Jacques Monod. Alleda makkale correct aanu. So the answer is B and T 1. Question number 23. Satellite DNA is useful tool in. Satellite DNA ഏത് ടൈപ്പ് ഓഫ് പ്രോസസ്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? Again a very simple question ആണ്. സാറ്റലൈറ്റ് DNA നമ്മൾ ഉപയോഗിക്കുന്ന ഫോറൻസിക് സയൻസിനാണ്, DNA ഫിംഗർ പ്രിന്റിങ്ങിനാണ്. ആൻസർ ഇസ് 1. Question number 24. PCR and restriction fragment length polymorphism are the methods for. PCR-ഉം റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസവും നമ്മൾ എന്തിന്റെ മെത്തേഡായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇതിന്റെ ആൻസർ കാണാൻ കാത്തിരിക്കാണ്. PCR ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെങ്ത്തിന്റെ ഡിഫറൻസസ് യൂസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ജനറ്റിക് ഫിംഗർ പ്രിന്റിങ്ങിനാണ്. കാരണം PCR അല്ല നമ്മൾ എന്തിനു ഉപയോഗിക്കുക? DNA സീക്വൻസിങ്ങിന് ഉപയോഗിക്കുക. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോണിംഗ് മെത്തേഡാണ്. ആൻഡ് പോളിമോർഫിസം ഡിഫറൻസ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ ദ ആൻസർ ഇസ് 2 DNA ഫിംഗർ പ്രിന്റിംഗ്. Question number 25. Last question. What is that forms the basis of DNA fingerprinting? DNA fingerprintingന്റെ basis എന്താണ്? The relative amount of DNA in the ridges and grooves of fingerprint. നമ്മുടെ ഫിംഗർപ്രിന്റിന്റെ റിഡ്ജസിലും ഗ്രൂവിലും ഉള്ള DNA ആണ്. അതൊന്നും അല്ല അല്ലേ? Satellite DNA occurring as highly repetitive short DNA segments. Yes, അതാണ് നമ്മൾ ഉപയോഗിക്കുക. Relative proportion of purines, pyrimidines ഒന്നുമില്ല. And the differences that occur in DNA in blood, skin, saliva ഒരിക്കലും ഇല്ല. കാരണം it's all the same in all the tissues of a single individual. So that's it മക്കളെ. നമ്മുടെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ ഡിസ്കഷൻ ആണ് നടന്നത് ലാസ്റ്റ് ക്ലാസ്സിലും ഇന്നുമായി. So see you with another topic on another chat. So bye bye. Good night. 24th question ആണ്. PCR-ഉം റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസവും നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതാണ് ചോദിച്ചിരിക്കുക. DNA സീക്വൻസിങ്ങിൽ നമ്മൾ PCR അല്ല ഉപയോഗിച്ചത്. നമ്മൾ ഉപയോഗിച്ചത് ക്ലോണിംഗ് ആണ് ടു ഇൻക്രീസ് ദി നമ്പർ. സോ ദിസ് ആൻഡ് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം നമുക്കറിയാം. റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്തിന്റെ ഡിഫറൻസ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് ഫിംഗർ പ്രിന്റിങ്ങിനാണ്. ഓക്കെ ഗൈസ്, പിടിയിട്ടില്ലേ? അപ്പോൾ അത് വെച്ച് മാത്രം നമുക്ക് ഫിംഗർ പ്രിന്റിങ്ങിലേക്ക് എത്താം. സീക്വൻസിങ് അല്ല, ബാക്കിയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്ത തന്നെ ഓപ്ഷൻസ് ആണ്. സോ സീ യു ഗൈസ്, ബൈ ബൈ. അടിപൊളി, ടാറ്റാ.